യെശുരൂന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. യെശുരൂന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. എന്നെ സഹായിപ്പാൻ തൻ്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. എന്നെ സഹായിപ്പാൻ തൻ്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. യേശു ആൽഫാ ഒമേഗ, യേശു ആദ്യൻ അന്ത്യൻ. യേശു ആൽഫാ ഒമേഗ, യേശു ആദ്യൻ അന്ത്യൻ. ഹല്ലേലൂയ. തിരുവചനത്തിലേക്ക് നമുക്ക് അടുത്തു വരാം. 2 ശമൂവേലിൻ്റെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം വായിച്ച ശേഷം നമുക്ക് സദൃശ്യവാക്യങ്ങളിലേക്ക് പോകണം. സദൃശ്യവാക്യങ്ങളാണ് നമുക്ക് ദൈവം ദാനിക്ക് തന്നിരിക്കുന്ന വാക്യം. സദൃശ്യവാക്യങ്ങളാണ്. സദൃശ്യവാക്യങ്ങളിൽ ആദ്യം അത് വായിച്ചിട്ട് ഇങ്ങോട്ട് വരാം. സദൃശ്യവാക്യങ്ങൾ നമുക്ക് കർത്താവ് തന്നത് ആ വാക്യമാകയാൽ ദൈവത്തിന് സ്തോത്രം. ആ വാക്യത്തിലേക്ക് നമുക്ക് പോയിട്ട് വരാം. സദൃശ്യവാക്യങ്ങൾ വായിക്കുമ്പോൾ സ്തോത്രം അതിൻ്റെ 14-ാം അധ്യായം 1-ാം വാക്യം വായിച്ചാട്ടെ. 14-ാം അധ്യായം 1-ാം വാക്യം. സ്ത്രീകൾ ജ്ഞാനമുള്ളവൻ തന്റെ വീട് പണിയുന്നു, പോഷത്വമുള്ളവളും അത് സ്വന്തം കൈകളിൽ പൊളിച്ചു കളയുന്നു. ജ്ഞാനമുള്ളവൾ പണിയും, പോഷത്വമുള്ളവൾ പൊളിച്ചു കളയും. ജ്ഞാനമുള്ള എന്ത് ചെയ്യും? പണിയും. പോഷത്വമുള്ളവൾ അതിനെ പൊളിച്ചു കളയും. 7-1 മുതൽ വായിച്ച് സദൃശ്യവാക്യങ്ങൾ 7-1 വാക്യം മുതൽ. മകനെ എന്റെ വചനങ്ങളെ പ്രമാണിച്ച് എന്റെ കൽപ്പനകളെ നോക്കിയേ. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരും കർത്താവ് പറയണം, മക്കളെ എൻ്റെ വചനങ്ങളെ പ്രമാണിച്ച്. കർത്താവ് വിളിക്കുന്നത് എങ്ങനെയാണ്? മകനെ, മകളെ. ഇന്ന് ഇതിനകത്ത് വന്നിരിക്കുന്ന ഓരോരുത്തരെയും യേശുപ്പച്ചൻ വിളിക്കുകയാണ്. മകനെ, മകളെ, നിന്നോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. നീ ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കുക. കർത്താവ് നമ്മളെ അത്രയും സ്നേഹത്തോടെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറയുകയാണ്, വചനങ്ങളെ, എൻ്റെ വചനങ്ങളെ പ്രമാണിച്ച് എൻ്റെ കൽപ്പനകളെ നിൻ്റെ ഉള്ളിൽ സംഗ്രഹിച്ചു കൊള്ളുക. അപ്പോൾ ലോകത്തിന് ഒരുപാട് കൽപ്പനയുണ്ട്, മാനുഷികമായ ഒരുപാട് കൽപ്പനയുണ്ട്. പക്ഷെ നമ്മുടെ ഹൃദയത്തിനകത്ത് ഇരിക്കേണ്ടത് ഇതൊന്നുമല്ല. പിന്നെ എന്തോന്നായിരിക്കേണ്ടത്? ദൈവത്തിൻ്റെ കൽപ്പന. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം. ദൈവത്തിന് സ്തോത്രം. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ നമുക്കൊരു പ്രമാണമുണ്ട്, നമുക്കൊരു കൽപ്പനയുണ്ട്. സ്തോത്രം. നമ്മളെങ്ങനെ ജീവിക്കണമെന്നും നമ്മളെങ്ങനെ പ്രവർത്തിക്കണമെന്നും ദൈവത്തിൻ്റെ പ്രമാണത്തിലൊരു പ്രമാണം ഉണ്ട്. ഹല്ലേലൂയ. ദൈവത്തിനൊരു പദ്ധതി ഉണ്ട്, ദൈവത്തിനൊരു ആലോചനയുണ്ട്. അടുത്ത വാക്യം വായിച്ചേ. അടുത്ത വാക്യം വായിച്ചേ. നീ ജീവിച്ചിരിക്കേണ്ടതിനെ എൻ്റെ കൽപ്പനകളെയും കണ്ടോ. നീ ജീവിച്ചിരിക്കേണ്ടതിനെ കണ്ടോ. എങ്ങനെ ജീവിക്കാൻ? യേശുവിൽ ജീവിക്കണമെങ്കിൽ ഈ കൽപ്പനകൾ വേണം, ഈ ഉപദേശങ്ങൾ വേണം. എത്രവർക്ക് ആഗ്രഹമുണ്ട്, കർത്താവേ ഈ കൽപ്പനകൾ എനിക്ക് അനുസരിക്കണം, അതിന് വേണ്ട ശക്തി എനിക്ക് തരണം, ഈ കൽപ്പനകൾ എനിക്ക് പാലിക്കണം, യേശുവിൻ്റെ മകനായി മകളായി ഈ വചനത്തിൽ എനിക്ക് ജീവിക്കണം. എത്രവർക്ക് ആഗ്രഹമുണ്ട്? ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ. നിന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ പോലെ കണ്ടോ. സ്തോത്രം. നീ ജീവിച്ചിരിക്കേണ്ടതിന് എൻ്റെ കൽപ്പനകളെയും ഉപദേശത്തെ എങ്ങനെ കാക്കണം? നിന്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ പോലെ. കണ്ടോ. ഇന്ന് കേൾക്കുന്ന വചനം കണ്ണിലെ കൃഷ്ണമണിയെ പോലെ കാക്കണം. വചനത്തെ, ഉപദേശത്തെ. നമുക്കിന്ന് തരുന്ന വചനം, ഇന്ന് തരുന്ന ഉപദേശം, കണ്ണിലെ കൃഷ്ണമണി നമ്മൾ എത്രമാത്രം സൂക്ഷിക്കും സ്നേഹിതരെ. ഒരു പൊടി വീണാൽ അത് നമ്മൾ എങ്ങനെയെങ്കിലും പുറത്ത് കളയൂല്ലേ? സാരമില്ല, പൊടി ഇരിക്കട്ടെ എന്ന് പറയുമോ? ഒരാഴ്ച കഴിഞ്ഞ് നോക്കാം എന്ന് പറയുമോ? അപ്പം തന്നെ പോയി അതിനെ കളഞ്ഞാലേ സമാധാനമുള്ളൂ. അത്രയ്ക്ക് സൂക്ഷിക്കുമല്ലേ? അങ്ങനെയാണെങ്കിൽ ദൈവവചനം നമ്മൾ അകത്തിറങ്ങുമ്പോൾ ജീവിതത്തിനകത്തുള്ള പൊടിപടലങ്ങൾ അപ്പോൾ തന്നെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ തന്നെ അതിനെ കളയണം. അത്രയും വചനം നമ്മുടെ അകത്ത്, ഹൃദയത്തിനകത്ത് സൂക്ഷിക്കണം. ഒന്നുകൂടെ ആ വരി വായിച്ചേ. നീ ജീവിച്ചിരിക്കേണ്ടതിന് എൻ്റെ കൽപ്പനകളെയും ഉപദേശത്തെയും നിന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ പോലെ എന്ത് ചെയ്യണം? എങ്ങനെ? കണ്ണിലെ കൃഷ്ണമണി എങ്ങനെ ഇരിക്കുന്നു അതുപോലെ കാത്തുകൊള്ളണം. അടുത്ത് നിന്റെ വിരലിന്മേൽ അവയെ കെട്ടുക. പുതിയ നിയമത്തിൽ അങ്ങനെയാണെങ്കിൽ സങ്കീർത്തനത്തിൽ 144-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ അതിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു. വായിച്ചേ. സങ്കീർത്തനം 144-ന്റെ 1-ാം വാക്യം. എന്റെ പാറയാകുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ. അടുത്ത യുദ്ധത്തിന് എന്റെ കൈകളെയും സ്തോത്രം. കൈകളെയും. അടുത്ത്
പോലെ എന്റെ വിരലുകളെ അഭ്യസിപ്പിക്കുന്നു. അഭിഷേകത്താൽ നിറച്ച് ആമേൻ. എൻ്റെ കൈവിരൽ പോലും ദൈവശക്തി. എത്ര പേർക്ക് മനസ്സിലായി? നമ്മുടെ കൈവിരൽ പോലും അപ്പൻ്റെ ഹിതപ്രകാരം ചലിക്കണം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇല്ലേ? നമ്മുടെ കൈവിരൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണെങ്കിൽ ആ കൈ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ഒന്നിലേക്ക് പോകത്തില്ല. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. സ്വത്ര സിഗരറ്റ് എടുക്കാൻ പോവോ? ഈ കൈ എടുക്കാൻ പോവോ? പിന്നെ ലഹരി പദാർത്ഥങ്ങൾ എടുക്കാൻ പോവോ? കാരണം ഈ വിരലിനെ ഒന്ന് കർത്താവ് അഭ്യസിച്ചാൽ, ഈ വിരലിൽ കർത്താവിൻ്റെ ശക്തി ഒന്ന് ഇറങ്ങിയാൽ, ഈ വിരൽ തൊടാൻ പറ്റുന്നത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? തൊടുകയുള്ളൂ. ദൈവം നമ്മൾ എത്ര അനുഗ്രഹിക്കപ്പെട്ടവരായിട്ടാണെന്നറിയാമോ സൃഷ്ടിച്ചത്? ഞാൻ എപ്പോഴും ചിന്തിക്കും. ഹല്ലേലൂയ, സ്തോത്രം. എങ്ങനെ നമ്മളെ സൃഷ്ടിച്ചത്? യേശുക്രിസ്തുവിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും. ആരെ പോലെയാ? നമ്മൾ യേശുവിനെ പോലെയാണ് സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ കാണിക്കുന്ന ചില സംഭവങ്ങൾ കണ്ടാൽ കർത്താവിന് വളരെ വിഷമമാണ്. കാരണം കർത്താവ് പറയും, മക്കളെ, നിന്നെ ഞാൻ സൃഷ്ടിച്ചത് എന്നെ പോലെയാണ്, നീ എന്നിട്ട് ഇന്നും പാപത്തിലാണല്ലോ ജീവിക്കുന്നത്. കർത്താവ് നമ്മളെ സൃഷ്ടിച്ചത് കർത്താവിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചത്, അല്ലേ? ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ആ രൂപവും സാദൃശ്യവും ദൈവം തരുന്നതിനൊപ്പം നമ്മുടെ ഓരോ ഭാഗത്തും പരിശുദ്ധാത്മാവിനെ പകർന്ന് ക്രിസ്തുവിൻ്റെ കൃപയാൽ നിറഞ്ഞ് അഭിഷേകത്താൽ നിറഞ്ഞ് ജീവിക്കണമെന്ന് ദൈവം എന്ത് ചെയ്യുന്നു? ആഗ്രഹിക്കുന്നു. നമ്മുടെ വിരൽ തുമ്പുകൾ പോലും പാപത്തെ വിട്ട് തിരിയണം. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? ഹല്ലേലൂയ. നമ്മുടെ വിരൽ തുമ്പുകൾ പോലും പാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടോളണം. അടുത്തവർ വായിച്ചേ സദൃശ്യവാക്യം. അടുത്തവർ സദൃശ്യവാക്യം. നിന്റെ വിരൽമേൽ അവയെ കെട്ടുക, ഹൃദയത്തിന്റെ പലകയിൽ എഴുതുക. അടുത്ത് ജ്ഞാനത്തോട് നീ എന്റെ സഹോദരി എന്ന് പറയുക. നോക്കിയേ, പെൺകുട്ടികളെ കാണുമ്പോൾ പയ്യന്മാർക്ക് ഒരു പ്രത്യേകത തോന്നും, അല്ലേ? ചില സന്ദർഭങ്ങളിൽ നല്ല അടിയിൽ കുറവെന്ന് ഞാൻ പറയും. സ്തോത്രം. സമയം വരെ കർത്താവ് വിവാഹം ഒരുക്കുന്ന സമയം വരെ കർത്താവിനെ ആരാധിച്ചങ്ങ് പോകണം. സമയമാകുമ്പോൾ വീട്ടുകാരോട് പറയണം, എനിക്ക് വിവാഹം വേണം, ധൈര്യത്തോടെ പറയണം. നോക്കണം, കർത്താവ് ഒരുക്കിയ പിള്ളേനെ ദൈവഭാഗത്ത് നിന്ന് കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കണം. അല്ലാതെ കാണുന്നതിനൊക്കെ ഇങ്ങനെ നോക്കി അടിച്ചടിച്ച് നടന്നിട്ട് അവസാനം വിവേകത്തോടെ എവിടെയെങ്കിലും ചെന്ന് ജീവിക്കേണ്ട കൃപയോടെ ജീവിക്കേണ്ട സ്ഥാനത്ത് വല്ല കുഴിയിലും ചെന്ന് വീണ് കരഞ്ഞു വിളിച്ചുകൊണ്ടെന്ത് ചെയ്യാം? നടക്കാം. അതിനേക്കാളും നല്ലത് ദൈവഭയത്തോടെ ഇരുന്ന് കർത്താവിൻ്റെ വചനത്തെ ധിക്കരിക്കാതെ, ദൈവനാമം ദുഷിക്കപ്പെടാതെ, ആലയത്തിനകത്ത് ദൈവനാമം ദുഷിക്കപ്പെടാതെ, പുറത്ത് ദേശങ്ങൾ ദൈവനാമം ദുഷിക്കപ്പെടാതെ, ദൈവഭയത്തോടും ഭക്തിയോടും ദൈവഹിതപ്രകാരം ദൈവം നമുക്ക് വേണ്ടി ഒരു ഭാവി ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും സ്വത്രം പാപത്തിൽ പോകാതെ വേണം ഒരാളിനോട് സംസാരിക്കാൻ. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്? വായിച്ച ആ സദൃശവാക്യം വായിക്കുമ്പോൾ മനസ്സിലാവും. ജ്ഞാനത്തോട് നീ എന്റെ സഹോദരി എന്ന് പറയുക. ജ്ഞാനത്തോട് നീ എന്റെ സഹോദരി എന്ന് പറയുക. വിവേകത്തിന് സഖി എന്ന് പേര് വിളിക്കുക. വിവേകത്തിന് എങ്ങനെ വിളിക്കണം? സഖി എന്ന് പേര് വിളിക്കുക. അടുത്ത വരി. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? അവ നിന്നെ പരസ്ത്രീയുടെ കയ്യിൽ നിന്നും കണ്ടോ? അവ നിന്നെ പരസ്ത്രീയുടെ കയ്യിൽ നിന്നും അടുത്ത് ചക്കരവാക്ക് പറയുന്ന അന്യ സ്ത്രീയുടെ വശത്തു നിന്നും കാക്കും. കണ്ടോ? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. മറ്റുള്ള പല മോശമായ പാപത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാൻ ആണ് കർത്താവ് പറയുന്നത്. മക്കളെ, നീ വിവേകത്തോടെ വേണം ഓരോരുത്തരോടും സംസാരിക്കാൻ. നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോകുന്നവരാണ്. ആൺമക്കളും പെൺമക്കളും, വിവാഹം കഴിഞ്ഞവരും കഴിയാത്തവരും എല്ലാവരും, കുഞ്ഞുങ്ങൾ സ്കൂളിലായിരുന്നാലും വീട്ടിലായിരുന്നാലും എല്ലാം പല സ്ഥലങ്ങളിൽ നമ്മൾ പോകുന്നവരാണ്. പക്ഷേ ജ്ഞാനത്തോടെ വേണം സംസാരിക്കാൻ, വിവേകത്തോടെ വേണം സംസാരിക്കാൻ, കൃപയോടെ വേണം സംസാരിക്കാൻ. നമ്മൾ യേശുവിൻ്റെ പൈതലാണെന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യല്ലേ? മറന്നു പോകല്ലേ? ജ്ഞാനത്തോടെ ഇരിക്കണം, വിവേകത്തോടെ ഇരിക്കണം. അത് നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിക്കും. എത്രയൊക്കെ മനസ്സിലായി? അത് നമ്മൾ എന്തിൽ നിന്ന് രക്ഷിക്കും? പാപത്തിൽ ഒരു കളങ്കവും വരാതെ നമ്മളെ രക്ഷിക്കുന്നത് വചനമാണ്. അപ്പോൾ ഓരോ സെക്കൻഡും നമ്മൾ ചിന്തിക്കണം, യേശുവിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും എന്നെ ദൈവം ആക്കിയിരിക്കുമ്പോൾ ഞാൻ ജീവിക്കേണ്ടതും സംസാരിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും എല്ലാം ആ ഒരു ഭാഗത്താണ്. ദൈവം നമുക്ക് കുടുംബം തരുമ്പോൾ കുടുംബത്തിനകത്ത് എത്ര സന്തോഷകരമായി ജീവിക്കേണ്ടതാണ് കുടുംബങ്ങൾ. ഇന്ന് കുടുംബത്തിനകത്ത് സന്തോഷമില്ല, സമാധാനമില്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എത്രയോ ഭവനങ്ങളിൽ ഒരാളായിരിക്കും ചിലപ്പോൾ 4-5 പേരുള്ളിടത്ത് ഒരു കൂലിപ്പണിക്ക് പോകുന്നത്. ചിലപ്പോൾ കൂലിപ്പണിയായിരിക്കാം, 1000 രൂപ, ചിലപ്പോൾ 800 ആയിരിക്കാം, 900 ആയിരിക്കും കിട്ടുന്നത്. അവരെയൊക്കെ വീട്ടിൽ ചില സന്ദർഭങ്ങളിൽ പല വീടുകളിൽ ഞാൻ പോയിട്ടുണ്ട്. പോകുമ്പോൾ അവരുടെ ആനന്ദം, അവരുടെ സന്തോഷം, കാരണം ഒന്ന്, അവർ കിട്ടുന്ന സമ്പത്തിലല്ല, അവർ ക്രിസ്തു എന്ന സമ്പത്തിൽ ആശ്രയിക്കുന്നു. 2, അവർ കിട്ടുന്ന പൈസ വേറെ അനാവത്ത് ചെലവുകൾക്കൊന്നും എന്ത് ചെയ്തില്ല. കിട്ടുന്ന പൈസ അനാവത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെലവിനും പോകുന്നില്ല. പിന്നെ എന്ത് ചെയ്യുന്നു? ആ പൈസ വീട്ടിൽ വരേണ്ടടുത്ത്, നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലാകുന്നു? ആ വീട്ടിൽ വരേണ്ടടുത്ത് ആ പൈസ വരുന്നു. അത് മക്കൾക്ക് ഉപകരിക്കുന്നു, ഭാര്യയ്ക്ക് ഉപയോഗിക്കുന്നു, തനിക്ക് തന്നെ ഉപകരിക്കുന്നു. മറ്റൊരാവശ്യം വന്നാൽ നമുക്ക് കടത്തിന് ഓടണ്ട. അതിൽ നിന്ന് 800-ൽ നിന്ന് അല്ലെങ്കിൽ 900-ൽ നിന്ന് 1000-ൽ നിന്ന് അവർ മാറ്റിവെക്കുന്ന എത്രയോ പേരുണ്ടെന്നറിയാമോ? അവർക്ക് ഒരു ശമ്പളം മാത്രമേ ഉള്ളൂ. പക്ഷേ അവരുടെ വീട്ടിനകത്ത് ചെല്ലുമ്പോൾ അവരുടെ ഇല്ലായ്മയല്ല പറയുന്നത്. അവർ പറഞ്ഞു, ഞങ്ങൾ ഇന്നും നടത്തുന്നു,
ആമേൻ. ഹല്ലേലൂയ. എൻ്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തൻ്റെ ചിറകടിയിൽ. 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 ഹല്ലേലൂയ. സ്തോത്രം. ഒരാളെങ്കിലും, കുറഞ്ഞത് ഒരാളെങ്കിലും നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് ജോലിക്ക് പോകുന്നവരാണ്. ഇത് നമ്മുടെ ആലയത്തിലുള്ളവരായിരുന്നല്ലോ അങ്ങനെ തന്നെ. അത് 1-2 പേര് പോകുന്നവരുമുണ്ട്. ചിലപ്പോൾ വീട്ടിൽ ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ച് ജോലിക്ക് പോകുന്നവരുമുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ സ്നേഹിതരെ, ഈ നന്മ നമ്മുടെ കയ്യിൽ നിൽക്കുന്നുണ്ടോ? അതോ ഈ കിട്ടുന്ന പൈസ മറ്റ് പല കാര്യങ്ങളിലേക്ക് പോവുകയാണെന്ന് ചിന്തിച്ചു നോക്കിയേ. കുടുംബത്തിൽ സമാധാനം ഇല്ലാത്ത കാര്യം എന്താ? കുടുംബത്തിൽ കടം വർദ്ധിക്കാൻ കാരണം എന്താ? നമ്മൾ അധ്വാനിക്കുന്ന സമ്പത്ത് നമ്മളെ കയ്യിൽ ദൈവം തരുമ്പോൾ അതിനെ ഉപയോഗിക്കേണ്ട മണ്ണ് ഉപയോഗിക്കാൻ പറ്റാതെ ആർക്കൊക്കെ വിഷമം വരുമെന്ന് എനിക്കറിയത്തില്ല. മുൻകൂട്ടി ഞാൻ പറയുകയാണ്, കർത്താവ് നമ്മളോട് സംസാരിക്കുന്നു, നമ്മളതിനെ സ്തോത്രം തള്ളിക്കളയല്ലേ, നമ്മളതിനെ സ്വീകരിക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പം നമുക്ക് ദൈവം തരുന്ന നന്മകളെ, നമ്മുടെ ഭവനത്തിനകത്ത് നമുക്ക് തരുന്ന നന്മകളെ നമ്മൾ തക്കതായിട്ട് ഉപയോഗിച്ച് അതിനെ നിലനിർത്തി അതെങ്ങനെ ഉപയോഗിക്കണം? ആ സ്തോത്രം. നമ്മളെ കർത്താവ് കഷ്ടപ്പെടുമ്പോൾ നമുക്ക് തരുന്ന സമ്പത്ത് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾക്ക് കർത്താവിൻ്റെ നാമത്തിനായിട്ട് അത് ഉപയോഗിച്ച് പിന്നത്തേത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കുമ്പോൾ ആ വീട്ടിനകത്ത് ദൈവം അനുഗ്രഹിക്കും. 1. 2, എല്ലാ വീടുകളും പ്രാർത്ഥനയുള്ള വീടായിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ആവശ്യത്തിലപ്പുറം നമ്മൾ പുറത്തോട്ട് ഇറങ്ങി ചലിക്കാൻ തുടങ്ങുമ്പോൾ ഒരുപാട് കൂട്ടുകാർ വരുമ്പോൾ നമ്മളെ പഴയ സ്വഭാവം മുഴുവൻ വരും. അപ്പോൾ ഒരു ദൈവ പൈതൽ അരുതരുതാത്തടുത്ത് ഒരിടത്തും പോകാൻ പാടില്ല. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞില്ലേ, മക്കളെ എൻ്റെ വചനത്തെ നിന്റെ ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതുക, കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുക. ആമേൻ. സ്തോത്രം. ഞാൻ പറയട്ടെ സ്നേഹിതരെ, നമ്മൾ ആ നന്മ, ഇത് നമ്മുടെ വീട്ടിൽ വരുന്ന നന്മ നമുക്ക് കഷ്ടപ്പെടുന്ന നന്മ നമ്മൾ നിലനിർത്തിയിരുന്നെങ്കിൽ ഞാൻ പറയാം എത്രമാത്രം അനുഗ്രഹം ഇന്ന് ആളുകൾ കാണുമായിരുന്നു. എന്താ ഇല്ലാത്ത, എന്നും ദരിദ്രരായി, എന്നും ഒന്നുമില്ലാത്തവരായി പോകാൻ കാരണം എന്താ? നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട്. ആ നന്മ നമ്മുടെ കയ്യിൽ വരും മുമ്പേ 4 വശത്തൂടെ അതെന്ത് ചെയ്യുന്നു? പോകുന്നു. അതിന് കാരണക്കാരൻ നമ്മൾ തന്നെയാണ്. 1, കർത്താവേ അവിടെ മുൻപൊട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നില്ല വരുന്ന നന്മ നിലനിൽക്കാൻ. 2, നമ്മൾക്ക് ഒരു പിടി ആൾക്കാർ നമ്മുടെ കൂട്ടുകാരായിട്ട് കാണും. വൈകുന്നേരം ആകുമ്പോൾ സ്തോത്രം നമുക്ക് 1000 രൂപ കിട്ടിയാൽ 2500 രൂപ ഉണ്ടെങ്കിലേ നമുക്ക് അന്നത്തെ കാര്യം കുപ്പിയെടുത്ത് കളിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ ആ പൈസ എല്ലാം എന്ത് ചെയ്യും? തീരും. ദൈവത്തിന് സ്തോത്രം. ആവശ്യമില്ലാത്ത കടങ്ങൾ, അനാവശ്യമായിട്ടുള്ള കടങ്ങൾ, അത്യാവശ്യമല്ല, അതൊന്നും എമർജൻസി കേസുകളല്ല, ആവശ്യമില്ലാതെ വരുത്തി വയ്ക്കുന്ന കടങ്ങൾ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവസ്നേഹം നഷ്ടപ്പെട്ട് നമ്മൾ പിന്മാറിപ്പോകാനിടയായി തീരും. അതേസമയം നമുക്ക് കിട്ടുന്ന നന്മയിൽ നിന്നാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്താൽ അതിലൂടെ ഉയർച്ച തന്നെ വരും. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിലൂടെ ഉയർച്ച തന്നെ വരും. ഞാൻ പറയട്ടെ, എന്നെ കേൾക്കുന്ന എൻ്റെ സ്നേഹിതരെ, നമുക്ക് വരുന്ന നമ്മുടെ ഭവനം എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗതുല്യമായി ജീവിക്കേണ്ട ഭവനമാണ്. നമ്മുടെ ഭവനത്തിനകത്ത് യേശു വന്നാൽ അതിനകത്ത് സമാധാനമുണ്ട്, അതിനകത്ത് സന്തോഷമുണ്ട്, അതിനകത്ത് സ്വസ്ഥതയുണ്ട്. നമ്മുടെ മക്കൾ നമ്മളിലൂടെ ഒരു ചീത്ത വിളിക്കുന്ന ഒരാൾ, എനിക്ക് വളരെ വിഷമമുള്ള കാര്യമാണ്. നമ്മളിലൂടെ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമാണ്. ഹല്ലേലൂയ. നമ്മുടെ വീട്ടിനകത്ത് വളരുന്ന നമ്മുടെ മക്കൾ നമ്മളിലൂടെ, മാതാപിതാക്കളിലൂടെ ചീത്ത വിളിക്കുന്ന ഒരു പപ്പയും ചീത്ത വിളിക്കുന്ന ഒരു അമ്മയും കാണരുത്. അവരത് കണ്ട് വളർന്ന് അവരും ആ സ്വഭാവത്തിൽ പോകരുത്. നമ്മുടെ മക്കൾ നമ്മുടെ വീടിനകത്ത് വളരുമ്പോൾ അവർ മറ്റൊരു സ്വഭാവമുള്ളവരായി, പന്ന സ്വഭാവമുള്ളവരായി മാറാൻ നമ്മൾ വഴിത്തിരിവാകരുത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ദൈവകൃപയോടെ ജീവിച്ച് മാതൃകയോടെ പോകുമ്പോൾ ആ മക്കൾ ഇത് കണ്ട് വളരാനിടയായി. 1. 2, നമുക്ക് കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥിച്ച ദൈവഭയത്തോടെ പോകുമ്പോൾ നമ്മുടെ കുടുംബത്തിനകത്ത് സന്തോഷം വരും, നമ്മുടെ കുടുംബത്തിനകത്ത് വിടുതൽ വരും. ഹല്ലേലൂയ. അല്ല എന്നുണ്ടെങ്കിൽ മദ്യത്തിൻ്റെ, ലഹരി വസ്തുവിൻ്റെ പുറകെ പോയി ജീവിതം മൊത്തം തകർന്ന്, കുടുംബം മൊത്തം തകർന്ന് മുന്നോട്ട് പോകാൻ കഴിയാതെ, ഞാൻ പറയാം സ്തോത്രം, നമ്മുടെ സമ്പത്തെല്ലാം നഷ്ടപ്പെടുമ്പോൾ കൂട്ടുകാരെല്ലാം തീരും. സ്തോത്രം. ഒരു വശത്തൂടെ സമ്പത്ത് പോകും, ഒരു വശത്തൂടെ കുഴപ്പങ്ങളും അസുഖങ്ങളും ഒക്കെ അതിൻ്റെ പിന്നിലുണ്ടാകും. പിന്നെ കൈയും കാലോട്ട് അടിച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. സമ്പത്തുള്ളപ്പോൾ ആൾക്കാരെല്ലാവരും കാണും. പക്ഷെ സമ്പത്ത് നഷ്ടമാകുമ്പോൾ ഒറ്റ മനുഷ്യരും കാണത്തില്ല. നിങ്ങൾ എഴുതി വെച്ചോ, കാണത്തില്ല. ആരോഗ്യമുള്ളപ്പോൾ എല്ലാവരും കൂടെ നിൽക്കുമ്പോൾ നമുക്ക് പോകാമെന്ന് പറയാം. പക്ഷേ ആരോഗ്യം ഒരു ദിവസം നഷ്ടപ്പെട്ടു പോട്ടെ, എല്ലാവരും അകന്ന് മാറും. അപ്പോഴാണ് ചിന്തിക്കുന്നത്, ഇന്നത്തെ ആ ഒരു സാഹചര്യം നമ്മൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമുക്ക് കിട്ടുമ്പോൾ, ഒരു ഭവന തലങ്ങൾക്ക്, ഒരു കുടുംബജീവിതം തരുമ്പോൾ, ഒരു ഭാര്യയെ ദൈവം നമുക്ക് തരുമ്പോൾ, ഒരു ഭർത്താവിനെ തരുമ്പോൾ, നമുക്ക് ദാനമായി മക്കളെ തരുമ്പോൾ, നമുക്ക് കുടുംബം തരുമ്പോൾ, ആ കുടുംബത്തെ എങ്ങനെ നിന്ന് അതിനെ കൊണ്ടുപോകണം, ദൈവവചനപ്രകാരം കൊണ്ടുപോകണം.
കൊണ്ടുപോകണം. ഹല്ലേലൂയ. ദൈവ ഭയത്തോടെ കൊണ്ടുപോകണം. ലഭിക്കുന്ന നന്മ അത് ഉപയോഗിക്കണം. ജോലി കഴിയുക, നമ്മൾ ഭവനങ്ങൾ കയറുക, ഹല്ലേലൂയ, ദൈവമായിട്ട് ബന്ധപ്പെടുക, മക്കളോട് സന്തോഷത്തോടെ ഇരിക്കുക, കുടുംബത്തിനകത്തിരുന്ന് ദൈവമായിട്ട് പ്രാർത്ഥിക്കുകയും ദൈവിക വിഷയങ്ങളിലേക്ക് പോകുക. നമുക്ക് കിട്ടുന്ന തൊഴിൽ ചെയ്യാൻ അധ്വാനിക്കുക. നമുക്ക് കിട്ടുന്ന തൊഴിലിനെ നമ്മൾ ചെയ്യണം. ഹല്ലേലൂയ. നമുക്ക് എന്ത് തൊഴിലാണ് ദൈവം തന്നിരിക്കുന്നത്? നമുക്ക് ഓരോരുത്തർക്കും എല്ലാത്തിനും എല്ലാ തൊഴിലിനും അതിൻ്റെതായ വിലയുണ്ട്. ആമേൻ. മേസ്തിരി പണിക്ക് അതിൻ്റെതായ വിലയുണ്ട്. അവരുണ്ടെങ്കിൽ ഇത് ബിൽഡിംഗ് വരത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്ലംബർമാർക്ക് അതിൻ്റെതായ വിലയുണ്ട്. വയറിങ് ചെയ്യുന്നവർക്ക് അതിൻ്റെതായ വിലയുണ്ട്. ദൈവത്തിന് സ്തോത്രം. മരിച്ചിനി കുഴി കളയ്ക്കുന്നവർക്ക് അതിൻ്റെതായ വിലയുണ്ട്. കൃഷി ചെയ്യുന്നവർക്ക് അതിൻ്റെതായ വിലയുണ്ട്. എല്ലാ ജോലിക്കും വിലയുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോലിയിൽ ജോലി വില കുറവാണെന്ന് ചിന്തിക്കുന്ന ജോലി നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതോ ചാണാൻ വാരലാണോ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ചാണാൻ ചുമടാണ് ആ മനുഷ്യൻ പോകുന്നത്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എണ്ണത്തിന് തോന്നല്ലേ എടുക്കാം. പ്രശ്നങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, എല്ലാ ജോലിക്കും അതിൻ്റേതായ വില ഉണ്ട്. നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഹല്ലേലൂയ. എല്ലാവരും IPS ഓഫീസറായ ബാക്കി എന്ത് ചെയ്യും? എല്ലാവരും ഡോക്ടർമാരായ ബാക്കി എന്ത് ചെയ്യും? എല്ലാവരും എഞ്ചിനീയർമാരായ ബാക്കി എന്ത് ചെയ്യും? മനസ്സിലാകുന്നുണ്ടോ? എല്ലാവരും അധ്യാപകരായ ബാക്കി ജോലി എന്ത് ചെയ്യും? ഈ പ്ലംബറിന് ആര് പോവും? ഈ വയറിങ്ങിന് ആര് പോവും? ഈ വീട് പണിയാൻ ആര് പോവും? സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഓരോ ജോലിക്കും അതിൻ്റേതായ മഹത്വമുണ്ട്. ഓരോന്നിനും അതിൻ്റേതായ മഹത്വമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തെ ധ്യാനിച്ചുകൊണ്ട് ജോലി ചെയ്ത് ഒരു ദിവസം പോലും നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ നമ്മൾ ജോലിക്ക് പോകാണ്ടിരിക്കരുത്. ഉള്ള ജോലി സഹോദരിമാർ ആരായിരുന്നാലും ശരി, സഹോദരങ്ങളെല്ലാം ജോലിക്ക് പോകുന്നവരാണ്. അനേകർ പോകുന്നവരോട് ഞാൻ പറയാം, സ്വത്ര സഹോദരങ്ങൾ, നമ്മൾ ആ കള്ളവടിഞ്ഞിരിക്കരുത്. നമുക്ക് ആരോഗ്യം ഉള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ജോലിക്ക് പോകണം. പോകുന്ന പൈസ നിങ്ങൾ ചിന്തിക്കണം. എൻ്റെ കയ്യിൽ 1000 രൂപ കിട്ടി, അത് എവിടെ കൂടെ എങ്ങനെ പോകുന്നു? അതിൻ്റെ ദൈവഹിതമല്ലാത്ത വഴിയിൽ എവിടെയൊക്കെ എങ്ങോട്ടൊക്കെ അതിൻ്റെ ചാലുകൾ വെട്ടി ആ ധനം പോകുന്നു എന്നൊന്ന് ചിന്തിക്കണം. എന്നിട്ട് ചിന്തിക്കണം, കർത്താവ്, എനിക്ക് കിട്ടിയ പൈസ, നട്ടല്ലൊടിഞ്ഞ രൂപ, അല്ലെങ്കിൽ ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്ത് ജോലി ചെയ്ത പൈസ എൻ്റെ കയ്യിലുണ്ടോ? എൻ്റെ വീട്ടിനകത്ത് നിലനിൽക്കുന്നുണ്ടോ? എൻ്റെ കുഞ്ഞുങ്ങളത് അനുഭവിക്കുന്നുണ്ടോ? എൻ്റെ കുടുംബം അത് അനുഭവിക്കുന്നുണ്ടോ? അതെനിക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? അത് മറ്റു പല കരങ്ങളിലുമാണോ പോകുന്നത് എന്നൊന്ന് ചിന്തിച്ചിട്ട് കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ പോകുന്നെങ്കിൽ ഇന്നത്തോടെ ആ വഴികളെല്ലാം അടയണം. പിന്നെ ജോലിക്ക് ഉള്ളപ്പോഴൊക്കെ എന്ത് ചെയ്യണം? സ്നേഹിതരെ, ജോലി ഉള്ളപ്പോഴും നമുക്ക് ആരോഗ്യമുള്ളപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? സഹോദരങ്ങളെ, ജോലിക്ക് പോകണം. പോകുമ്പോൾ കിട്ടുന്ന പൈസ അത് നിലനിർത്തണം. അത് കുഞ്ഞുങ്ങളോട് സ്നേഹത്തോടെ ഇരിക്കണം. ഒരു സമയം കഴിഞ്ഞാൽ നമ്മൾ അവരെ ഇട്ടിട്ട് ഓടരുത്. നമ്മുടെ വീട്ടിനകത്തുള്ള സംസാരം അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അവർക്കൊരു മാതൃകയായിട്ട് വേണം ജീവിക്കാൻ. ദൈവത്തിന് സ്തോത്രം. അവരുടെ മുമ്പിൽ അഭിനയമല്ല, ആ ജീവിതം പോകുമ്പോൾ നമ്മളെ മക്കൾ പറയും, പിന്നത്തേതിൽ അവർ പറയും, ഓ സ്തോത്ര, ഹല്ലേലൂയ, എൻ്റെ വീട് എത്രമാത്രം വേദനയുണ്ടെങ്കിലും സ്വർഗ്ഗ തുല്യമാണെന്ന് പറയണമെങ്കിൽ, ഹല്ലേലൂയ, വേദന ഇല്ലെന്നല്ല, ഭാരമില്ലെന്നല്ല. ഈ ലോകത്തിലെല്ലാം വീടുകളിൽ ഒന്നല്ലെങ്കിൽ ഒന്ന് ഭാരം കാണും. പക്ഷേ യേശു ഉണ്ടെങ്കിൽ ആ ഭാരത്തിൻ്റെ നടുവിൽ സമാധാനമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ വീടുകളിൽ കർത്താവിനായി യേശുവിനായി നമ്മൾ ജീവിച്ചാൽ ഒരു ഭാരവും വരത്തില്ല, ഒരു രോഗം വരത്തില്ല, ഒരു ദുഃഖവും വരത്തില്ല എന്നല്ല ഞാൻ പറയുന്നത്. പ്രശ്നമുണ്ട്, പ്രതിസന്ധി ഉണ്ട്, പ്രതികൂലങ്ങളുണ്ട്. പക്ഷേ അവയുടെ നടുവിലും ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ പിടിച്ച് നിർത്തി കർത്താവിൻ്റെ സാന്നിധ്യത്തിലൂടെ നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ഈ സാന്നിധ്യത്തിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ജീവിക്കാൻ. സംസാരം, മറ്റുള്ള അനേകർ നമ്മുടെ സംസാരം ശ്രദ്ധിക്കുന്നവരാണ്, നമ്മുടെ പെരുമാറ്റങ്ങൾ ശ്രദ്ധിക്കുന്നവരാണ്. നമുക്കറിയാം, സ്വത്രം, ബൈബിൾ വായിക്കുമ്പോൾ അതിനകത്ത് ശമൂവേലിൻ്റെ പുസ്തകം 25-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് ഒരു ഭാര്യയും ഭർത്താവിനും കുറിച്ച് കൊടുത്തിട്ടുണ്ട്. 1 ശമൂവേലിൻ്റെ പുസ്തകം അതിൻ്റെ 25-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. 1 ശമൂവേലിൻ്റെ പുസ്തകം 25-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. ശമൂവേൽ മരിച്ചു. ഇസ്രായേലൊക്കെ ഒരുമിച്ച് കൂടി അവനെ കുറിച്ച് വിലപിച്ചു. അടുത്ത വരി, രാമയിൽ അവന്റെ വീട്ടിനരികെ അവനെ അടക്കം ചെയ്തു. അടുത്ത്, ദാവീദ് പുറപ്പെട്ട് മരുഭൂമിയിൽ പോയി പാർത്തു. അടുത്ത്, കർമ്മയിൽ വ്യാപാരമുള്ള ഒരു മവോന്യൻ ഉണ്ടായിരുന്നു. അവൻ മഹാധനികനായിരുന്നു. അവന് 3000 ചെമ്മരിയാടും 1000 കോലാടും ഉണ്ടായിരുന്നു. അവന് കർമ്മയിൽ ആടുകളെ രോമം കത്തിരിക്കുന്ന അടിയന്തരം ഉണ്ടായിരുന്നു. അവന് നാബാൽ എന്നും അവന്റെ ഭാര്യയ്ക്ക് അബീഗയിൽ എന്നും പേർ. അപ്പൊ ഭാര്യയും ഭർത്താവിനെയും പറ്റിയാണ് പറയുന്നത്. ഭർത്താവിന്റെ പേരെന്തോന്ന്? നാബാൽ. ഭാര്യയുടെ പേരെന്തോന്ന്? അബീഗയിൽ. രണ്ടുപേരുടെ സ്വഭാവമാണ് അങ്ങ് താഴോട്ട് പറയുന്നത്. ഹല്ലേലൂയ. കരങ്ങൾ അടിച്ചൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അപ്പനും നീയേ, അമ്മയും നീയേ യേശുവേ, ഉള്ളവും നീയേ, ജീവനും നീയേ യേശുവേ. അപ്പനും നീയേ, അമ്മയും നീയേ യേശുവേ, എല്ലാം നീയേ യേശുവേ. യേശുവേ, നീ
സ്വന്തം. യേശുവേ അങ്ങൻ സ്വന്തം. നല്ലവൻ നീയേ, വല്ലവൻ നീയേ യേശുവേ, എല്ലാം നീയേ, എല്ലാം നീയേ യേശുവേ. നല്ലവൻ നീയേ, വല്ലവൻ നീയേ യേശുവേ, എനിക്കെല്ലാം നീയേ, എല്ലാം നീയേ യേശുവേ. യേശുവേ അങ്ങൻ സ്വന്തം. യേശുവേ അങ്ങൻ സ്വന്തം. യേശുവേ അങ്ങൻ സ്വന്തം. യേശുവേ അങ്ങൻ സ്വന്തം. ഹല്ലേലൂയ. ഇതിനകത്ത് ഉറക്കം മാറാനാണ് ഞാൻ ഈ അടുത്ത് ഉറങ്ങുന്നവൻ അടുത്തിരിക്കുന്നവരെ വിളിച്ചിട്ട് ഇവരെ തട്ടി വിളിക്കാൻ പറയും. അപ്പോൾ മോശം തോന്നരുത്, അതുകൊണ്ട് ഉറങ്ങാതെ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മളെ കുടുംബം എന്താണെന്നാണ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. കാരണം ഒരു കാലേ പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളുടെ മക്കൾ, നമ്മുടെ മക്കൾ പഠിക്കാൻ പോകുന്നിടത്തിരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകണം, അടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ വീട്ടിൽ പല വിഷയങ്ങളായിരിക്കും. അവർ നോക്കും, അവർ സംസാരിക്കുമ്പോൾ അറിയാം. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറയാൻ ഒന്ന് കാണണം. ഞങ്ങളുടെ വീട്ടിനകത്ത് യേശു വന്നപ്പോൾ ഞങ്ങളുടെ പപ്പയും ഞങ്ങളുടെ അമ്മയും ഞങ്ങളുടെ ആ സ്നേഹം അത് ക്രിസ്തുവിലുള്ളതാണെന്ന്. ജീസസ്, നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്? ആ സ്നേഹം നമ്മുടെ വീട്ടിനകത്തുള്ള സ്നേഹം അത് യേശുവിൻ്റെ സ്നേഹമാണെന്ന് നമ്മുടെ മക്കളിലൂടെ മറ്റുള്ള കുഞ്ഞുങ്ങൾ തിരിച്ചറിഞ്ഞ് അവർ യേശുവിനെ അറിയണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വീട് സ്വർഗീയ സമാധാനം കൊണ്ട് നിറയണം. അതിനകത്ത് ഒരിക്കലും അടി ഉണ്ടാകല്ല്, ഒരിക്കലും പ്രശ്നങ്ങൾ ഉണ്ടാകല്ല്. എത്രത്തോളം താഴ്മയോടെ മുന്നോട്ട് പോകാൻ പറ്റുമോ അത്രത്തോളം താഴ്മയോടെ മുന്നോട്ട് പോകണം. പ്രശ്നം ഉണ്ടാകത്തുന്നില്ലെന്നല്ല, ചിലപ്പോൾ ചില പ്രതിസന്ധികൾ ഉണ്ടായെന്നിരിക്കുക. അപ്പോൾ ഒരാൾ അങ്ങ് ഒച്ച കൂടിയാൽ മറ്റേ ആളും കൂടെ ഒരുമിച്ച് അങ്ങ് നിൽക്കരുത്, മിണ്ടാതെ അങ്ങ് സൈലൻ്റായിട്ട് നിന്നാൽ മതി. ഈ തിരമാല 7ാമത്തെ തിരമാല വന്ന് അടിച്ചിട്ട് അങ്ങ് പൊക്കോളും. ദൈവത്തിന് സ്തോത്രം. പിന്നെ പതുക്കെ ഒന്ന് പൊങ്ങി നിന്ന് എണീറ്റിരുന്നോളണം. രണ്ടുപേരും കൂടെ ഒരുമിച്ച് തിരമാല അടിച്ചാൽ സുനാമി പോലെ ആയിപ്പോളും, ദേശം കിടുങ്ങും. അതുകൊണ്ട് ഒരാൾ സുനാമി ആകുമ്പോൾ മറ്റേ ആൾ എന്ത് ചെയ്യണം? ശാന്തമായിട്ടങ്ങ് ഇരുന്നോളണം. ദൈവത്തിന് സ്തോത്രം. അഥവാ എന്തെങ്കിലും പറയണമെങ്കിൽ തന്നെ ആ സുനാമി എല്ലാം ഒന്ന് ഒതുങ്ങി ശാന്തമായിട്ട്, നമുക്ക് മുഖം കാണുമ്പോൾ അറിയാമല്ലോ, ഒന്ന് ശാന്തമായിട്ടിരിക്കുമ്പോൾ പോയിട്ട് പറയണം, ഇന്ന് കാണിച്ചത് ഇങ്ങനെയൊക്കെയാണ്, വളരെ മോശമായിപ്പോയി, നമ്മൾ ദൈവമക്കളാണെന്ന്. ദേഷ്യത്തിലല്ല, ശാന്തതയോടെ പരസ്പരം എന്ത് ചെയ്യണം? പറയണം. അപ്പനായാലും അമ്മയായാലും മക്കളായാലും പരസ്പരം സ്നേഹത്തോടെ പറയണം. എത്ര അനുഗ്രഹിക്കപ്പെടുന്ന അറിയാമോ കുടുംബം? അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാവുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. യേശുപ്പനുള്ള ഭവനത്തിനകത്ത് പ്രശ്നമില്ലെന്നല്ല, പ്രതിസന്ധി ഇല്ലെന്നല്ല, പ്രതികൂലം ഇല്ലെന്നല്ല, പക്ഷെ അവിടെ എല്ലാം യേശുവിൻ്റെ സാന്നിധ്യം ഇറങ്ങി നിൽക്കും. ഹല്ലേലൂയ. സന്തോഷം ഇറങ്ങി നിൽക്കും, സ്വസ്ഥത ഇറങ്ങി നിൽക്കും, തണുപ്പ് ഇറങ്ങി നിൽക്കും. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ സ്തോത്രം ഭാര്യയ്ക്ക് പറയാൻ കാണണം, എൻ്റെ ഭർത്താവ് ഇങ്ങനെയുള്ള ഒരു മനുഷ്യനായിരുന്നു, അല്ലെങ്കിൽ ആയിരിക്കട്ടെ, സാരമില്ല, പക്ഷെ യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ ആ മനുഷ്യൻ മാറി. ഓ, ഞങ്ങളോട് സ്നേഹമുണ്ട്, എൻ്റെ മക്കളോട് സ്നേഹമുണ്ട്, അയാൾ അധ്വാനിക്കുന്ന സമ്പത്ത് ഞങ്ങളുടെ ഭവനത്തിൽ വരുന്നുണ്ട്. ഇത് ഭാര്യയും മക്കളും പറയണം. ഓ, ഭർത്താവ് പറയാൻ ഒരു നന്മ വേണം. എൻ്റെ ഭാര്യ എൻ്റെ ഭവനത്തിനകത്തൊരു അനുഗ്രഹമാണ്, അവൾ എൻ്റെ വീട്ടിനകത്തുള്ള കാര്യങ്ങൾ ചെയ്ത് എൻ്റെ കുടുംബത്തിനകത്ത് അവൾ പ്രാർത്ഥനയായിരുന്നാലും ദൈവഭയമായിരുന്നാലും മക്കളെ നോക്കുന്ന എല്ലാ രീതിയിലും അവളൊരു അനുഗ്രഹമാണെന്ന് ഭർത്താവിന് മനസ്സിലാകണം. അതുപോലെ അവരെ രക്തബന്ധുക്കൾക്ക് അത് മനസ്സിലാകണം, പുറത്തിറങ്ങുമ്പോൾ അത് മനസ്സിലാകണം. സ്നേഹിതരെ, ഹല്ലേലൂയ. ഇവിടെയൊക്കെ സമാധാനം വരണം നമ്മുടെ ജീവിതത്തിനകത്ത്. നമ്മുടെ മക്കൾ അവരും അതുപോലെ അനുഗ്രഹിക്കപ്പെടാനിടയെ തീരും. നമ്മുടെ ജീവിതം അവർ നോക്കും, അവർ കാണും, അവർ ശ്രദ്ധിക്കും. ഹല്ലേലൂയ. അവരെങ്ങനെയാണെന്ന് അവർ വ്യക്തമായിട്ട് വീക്ഷിക്കുന്നുണ്ട് എല്ലാ കാര്യവും. സ്തോത്രം. നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായാലും കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ സ്തോത്രം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അവർ നിങ്ങളോട് പറയും, അവർ മനസ്സിലാക്കിയ കാര്യം നിങ്ങളോട് പറയുമ്പം മനസ്സിലാവും. ഞാൻ എൻ്റെ മക്കൾ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എല്ലാം അവർ രണ്ടുപേരും വീക്ഷിക്കുന്നുണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പോലും ശ്രദ്ധിക്കാത്ത കാര്യങ്ങളും വീക്ഷിക്കുന്നുണ്ടായിരുന്നു. പിന്നത്തേതിലാണ് എനിക്ക് മനസ്സിലായത്. അവൻ ഇപ്പോഴും പറയാറുണ്ട്, വീക്ഷിക്കുന്നത് കൊണ്ടാണ് പറയുന്നത്. നമ്മളെ ശ്രദ്ധിക്കും, മക്കളല്ലേ, അവർക്കൊന്നും അറിയത്തില്ല, വീക്ഷിക്കത്തില്ല. ഇല്ല, അവർ മൊത്തത്തിൽ ടേപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിൽ കർത്താവിനെ അവർ കണ്ടു കഴിഞ്ഞാൽ അവരും ആ പിന്നത്തേതിലെങ്കിലും അവർ ആ യേശുവിലൂടെ സ്നേഹത്തിലൂടെ നിറഞ്ഞ് മുന്നോട്ട് പോകാൻ സഹായിക്കും. ഇവിടെ ഇത് രണ്ടുപേര്, ഭാര്യയും ഭർത്താവും. ഭർത്താവിൻ്റെ പേരെന്തോന്നാ ഇപ്പോൾ വായിച്ചത്? ഒന്നുകൂടെ പറഞ്ഞേ. അബിഗയിൽ. ഭാര്യയുടെ പേരോ? നാബാല്. ഭർത്താവിൻ്റെ പേരും അബിഗയിൽ,
ഭാര്യയുടെ പേരും. വായിച്ചേ, എല്ലാവരും എടുത്തോ. ഉറക്കമായതുകൊണ്ടാണ് ഒന്നുകൂടെ പറഞ്ഞത്. 1 ശമൂവേൽ 25 വായിച്ചപ്പോൾ ചെല്ലൊക്കെ അങ്ങ് ഉറങ്ങി വീണുപോയി. വളരെ ബുദ്ധിമുട്ടായി തോന്നി ഉറക്കത്തിൽ. അതുകൊണ്ട് കുടുംബജീവിതത്തിനകത്ത് 2 പേരുടെ പേരാണ്. 2 പേര് ഭാര്യയും ഭർത്താവുമാണ്, നാബാലും അബിഗയിലും. അടുത്തവര്. അവൾ നല്ല വിവേകമുള്ളവൾ. മൂന്നാം വാക്യത്തിന് 2ാം ഭാഗമാണ്. അവൾ നല്ല സഹോദരി ആരാണ്? അബിഗയിൽ. നല്ല വിവേകമുള്ളവളും സുന്ദരിയും. അവനോ? അപ്പൊ പറയും, ഓഹ് അവൾ നല്ല സുന്ദരിയായിരുന്നു, എൻ്റെ ഭാര്യ സുന്ദരി അല്ലാത്തതുകൊണ്ടാണ് ഇഷ്ടമില്ലാത്ത. ഞാൻ പറയാം, സുന്ദരി എന്ന് കണ്ടിട്ടല്ലേ കല്യാണം കഴിക്കുന്നത്. സ്വത്രം. ഹല്ലേലൂയ. പിന്നെ ഇനി അടുത്തൊരു സുന്ദരിയെ കാണുമ്പോൾ മയങ്ങത്തില്ല. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? ഹല്ലേലൂയ. വിവാഹം കഴിഞ്ഞാൽ ആ പയ്യനാണ് സുന്ദരൻ, ആ ഭാര്യയാണ് സുന്ദരി. അതിൻ്റെ അപ്പുറത്തൊന്നും ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കാൻ പറ്റത്തില്ല. അതാണ് വചനം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആ സഹോദരി സൗന്ദര്യം ഉണ്ടെന്ന് പറയുമ്പോൾ 2 സൗന്ദര്യമുണ്ട്. ഒന്ന് പുറത്തുള്ള സൗന്ദര്യം, 2 അകത്തുള്ള സൗന്ദര്യം. അകത്തുള്ള സൗന്ദര്യം എന്ന് പറഞ്ഞാൽ മോശ അതീവ സൗന്ദര്യമുള്ളവനായിരുന്നു. എന്താ അതിൻ്റെ അർത്ഥം? അവൻ 1 ശാന്തത ഉണ്ടായിരുന്നു, 2 ദൈവഭയം ഉണ്ടായിരുന്നു, 3 വിശ്വസ്തത എന്ന സൗന്ദര്യം ഉണ്ടായിരുന്നു. കണ്ടോ, അങ്ങനെ ഒരുപാട് ദൈവിക സ്വഭാവത്തിൻ്റെ സൗന്ദര്യം മോശയ്ക്കുണ്ടായിരുന്നു. അപ്പോൾ ആ സഹോദരി ദൈവിക സൗന്ദര്യം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? നിങ്ങൾ വിചാരിക്കും നല്ല വെളുത്ത് നല്ല ഭംഗിയുള്ള, അല്ലെങ്കിൽ നിറയെ മുടിയുള്ള, നിറയെ ആ മിടുക്കിയായ സ്തോത്രം എല്ലാം കൊണ്ടും സുന്ദരിയായിരുന്നു എന്നായിരിക്കുക. നമുക്കതറിയത്തില്ല. ഒരുപക്ഷെ അവർ ആത്മീകത്തിൽ സൗന്ദര്യം ഉണ്ടെന്നാണ് എനിക്ക് ഈ വചനം വായിച്ചു വരുമ്പോൾ മനസ്സിലായിട്ടുള്ളത്. വായിച്ചേ. നല്ല വിവേകമുള്ളവൾ. പുറത്തോളം സൗന്ദര്യം കാണാം, നിങ്ങൾ അങ്ങനെ കാണണ്ട. അടുത്തവരി. സുന്ദരിയും. അവനോ നിഷ്ഠൂരനും. കണ്ടോ, ഭാര്യ എങ്ങനെയുള്ള ആളാ? നല്ല വിവേകമുള്ളവൾ, 2 സുന്ദരി. ഭർത്താവാണെങ്കിലോ നിഷ്ഠൂരനും ദുഷ്കർമ്മിയായിരുന്നു. അടുത്ത് 2 പേരെ സ്വഭാവം മനസ്സിലായല്ലോ. അടുത്ത്. അവൻ കാലേബ് വംശക്കാരനായിരുന്നു. നാബാലിനെ ആടുകളെ രോമം കത്തിരിക്കുന്ന അടിയന്തരം ഉണ്ടെന്ന് ദാവീദ് മരുഭൂമിയിൽ കേട്ടു. ദാവീദ് 10 ബാല്യക്കാരെ അയച്ചു. അവരോട് പറഞ്ഞത്, നിങ്ങൾ കർമ്മയിൽ നാബാലിന്റെ അടുക്കൽ ചെന്ന് എന്റെ പേരിൽ അവന് വന്ദനം ചൊല്ലി, നന്നായിരിക്കട്ടെ നിനക്കും നിന്റെ ഭവനത്തിനും, നന്നായിരിക്കട്ടെ നിനക്കുള്ള സകലത്തിന് നന്നായിരിക്കട്ടെ, നിനക്ക് ആടുകളെ രോമം കത്തിരിക്കുന്ന അടിയന്തരം ഉണ്ടെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. നിന്റെ ഇടയന്മാർ ഞങ്ങളുടെ കൂടെ ഇരുന്നപ്പോൾ ഞങ്ങൾ അവരെ ഉപദ്രവിച്ചില്ല. അവർ കർമ്മയിൽ ഇരുന്ന കാലത്തൊക്കെ അവർക്ക് ഒന്നും കാണാതെ പോയതുമില്ല. അടുത്ത്. നിന്റെ ബാല്യക്കാരോട് ചോദിച്ചാൽ അവരും നിന്നോട് പറയും. അതുകൊണ്ട് ഈ ബാല്യക്കാരോട് ദയ തോന്നണം. നല്ല നാളിലല്ലോ ഞങ്ങൾ വന്നിരിക്കുന്നത്. നിന്റെ കയ്യിൽ വരുന്നത് അടിയങ്ങൾക്കും നിന്റെ മകനായ ദാവീദിനും തരണമേ എന്ന് അവനോട് പറയും. ദാവീദിന്റെ ബാല്യക്കാർ ചെന്ന് നാബാലിനോട് ഈ വാക്കുകളെല്ലാം ദാവീദിന്റെ പേരിൽ അറിയിച്ച് കാത്തുനിന്നു. നാബാൽ ദാവീദിന്റെ ഭൃത്യന്മാരോട്, ദാവീദ് ആർ, ഇശ്ശായിയുടെ മകൻ ആർ. കണ്ടോ, ദൈവ പൈതലിനെ കുറിച്ച് ചോദിച്ചാണ്ടോ? ഇയാളുടെ സ്വഭാവം ഇതാ. നീ ആരടാ? നീ എന്ത് ചെയ്യും? എന്നെ നീ പഠിപ്പിക്കാൻ വരണ്ട, എനിക്കെല്ലാം അറിയാം. കണ്ടോ സംസാരം? കണ്ടോ? അടുത്തവർ വായിച്ചേ. യജമാനന്മാരെ വിട്ടുപോയി എന്ന് പറഞ്ഞാൽ അമ്പിലും വില്ലിലും ഒതുങ്ങുന്ന ആളല്ല. ദൈവ വേലക്കാർ പറഞ്ഞാലും അംഗീകരിക്കത്തില്ല. കർത്താവിൻ്റെ വചനം കേട്ടാലും അംഗീകരിക്കത്തില്ല, വചനം വായിച്ചാലും അംഗീകരിക്കത്തില്ല, ഒരാൾ ഉപദേശം കൊടുത്താലും അംഗീകരിക്കത്തില്ല. അവരെപ്പോഴും പ്രതികരിക്കുന്ന ഇങ്ങനെയായിരിക്കും, എന്നെ പഠിപ്പിക്കേണ്ട, എനിക്കറിയാം. കണ്ടോ, എന്നെ പഠിപ്പിക്കേണ്ട, എനിക്കറിയാം, പോകുന്ന വഴി വിശാലമായ പാതയാണ്. അടുത്തവർ വായിച്ചു. എന്ന് അറിയാത്തവർക്ക് കൊടുക്കുമോ എന്ന് ഉത്തരം പറഞ്ഞു. അടുത്ത്. ദാവീദിന്റെ ബാല്യക്കാർ മടങ്ങിയെന്ന് വിവരമൊക്കെ അവനോട് അറിയിച്ചു. അടുത്ത്. അപ്പോൾ ദാവീദ് തന്റെ ആളുകളോട് എല്ലാവരും വാൾ അരക്കി കെട്ടിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞു. എല്ലാവരും വാൾ അരക്കി കെട്ടിക്കൊള്ളുവിനെന്ന് പറഞ്ഞു. അടുത്ത്. അവരെല്ലാവരും വാൾ അരക്കി കെട്ടി. ദാവീദും വാൾ അരക്കി കെട്ടി. ഭയങ്കര ദേഷ്യം വന്നു, ദാവീദിന് ഭയങ്കര വിഷം വന്നു. അടുത്ത്. ഏകദേശം 400 പേർ ദാവീദിന്റെ പിന്നാലെ പുറപ്പെട്ടു. എത്ര പേര് പോയി? 400. ഏകദേശം 400 പേര് പോവുകയാണ്. ഇവിടെ നാബാലിനോട് പ്രതികാരം ചെയ്യാനാണ് പോകുന്നത്. എങ്ങനെ? ഈ സഹോദരൻ ഒരു വീട്ടിന്റെ ഓണർ ആരാണ്, അല്ലെങ്കിൽ ഭർത്താവ് ആരാണ്? നാബാൽ. ആ നാബാലിനോട് പ്രതികാരം ചെയ്യാനാണ് 400 പേരിലധികം ആൾക്കാർ പോകുന്നത്. അടുത്ത്. 200 പേർ സാമാനങ്ങളുടെ അടുക്കൽ പാർത്തു. അടുത്ത്. എന്നാൽ ബാല്യക്കാരിൽ ഒരുത്തൻ നാബാലിന്റെ ഭാര്യയായ അബീഗയിലിനോട് പറഞ്ഞതെന്നാൽ, ദാവീദ് നമ്മുടെ യജമാനന് വന്ദനം ചൊല്ലുവാൻ മരുഭൂമിയിൽ ദൂതന്മാരെ അയച്ചു, അവനും അവരെ ശകാരിച്ചയച്ചു. കണ്ട, ഇതെല്ലാം ഈ മനുഷ്യൻ ശകാരിച്ച് അയച്ചതെല്ലാം ആ സഹോദരി വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു കൊടുത്തു. ക്രിസ്തു ഉള്ള പിള്ള വീട്ടിൽ വന്നപ്പോൾ എന്ത് ചെയ്തു? പറഞ്ഞു കൊടുത്തു. അപ്പൊ അവളുടെ ഭാവം എന്തെന്ന് നോക്കിയാൽ അടുത്ത വരി. ചില വീടുകളിൽ ഭർത്താവിനൊപ്പം ഭാര്യയും കൂടെ ലോക പാവ സ്വഭാവത്തിൽ ആരെ ചീത്ത വിളിക്കാൻ ഒരുമിച്ച് മുണ്ട് മടക്കി കുത്തി നൈറ്റിയും പൊക്കി കൊടുത്ത് നിൽക്കും. പക്ഷെ ഈ സഹോദരി അങ്ങനെയല്ല. ഇത് വെറൈറ്റിയാണ്. ക്രിസ്തു ഉള്ള പൈതലിന് വെറൈറ്റി തന്നെയാണ്. അത് എവിടെ പോയാലും ഭർത്താവും ഭാര്യ ആയിരുന്നാലും ഭർത്താവ് മോശം കാണിച്ച് അതിന് കൂട്ട് നിൽക്കത്തില്ല.
യേശുവെ പോലാരുമില്ല, ഹല്ലേലൂയ. യേശുവെ പോലാരുമില്ല, ഹല്ലേലൂയ. യേശുവെ പോലാരുമില്ല, ഹല്ലേലൂയ. യേശുവെ പോലാരുമില്ല. ഓഹോ, സ്വർഗത്തിലും ഈ ഭൂമിയിലും യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഈ ഭൂമിയിലും യേശുവെ പോലാരുമില്ല. കർത്താവേ, ദേവന്മാരിൽ അങ്ങയ്ക്കു തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും അങ്ങയ്ക്കു തുല്യനായ കർത്താവേ, ദേവന്മാരിൽ അങ്ങയ്ക്കു തുല്യനായ, സ്വർഗത്തിലും ഈ ഭൂമിയിലും അങ്ങയ്ക്കു തുല്യനായ യേശുവെ പോലാരുമില്ല, ഹല്ലേലൂയ. യേശുവെ പോലാരുമില്ല, ഹല്ലേലൂയ. യേശുവെ പോൽ കരമടിച്ച് ഹല്ലേലൂയ. യേശുവെ പോലാരുമില്ല, സ്വർഗത്തിലും ഈ ഭൂമിയിലും യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഈ ഭൂമിയിലും യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഈ ഭൂമിയിലും യേശുവെ പോലാരുമില്ല. ഹല്ലേലൂയ. കർത്താവിനെ കണ്ടുമുട്ടിയ സഹോദരനായിരുന്നാലും സഹോദരിയായിരുന്നാലും ശരി, അവർ പാപത്തിൻ്റെ കൂടെ കൂട്ട് നിൽക്കത്തില്ല, ക്രിസ്തുവിൽ അവർ നിലനിൽക്കും. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? പാപം കാണുമ്പോൾ കൂട്ടുകൂടുന്നതല്ല ദൈവ പൈതൽ. പാപം കാണുമ്പോൾ അയാൾ അടിച്ചു മറിക്കുമെന്നല്ല, പാപം കാണുമ്പോൾ അകന്ന് നിൽക്കുന്നതാണ്. എങ്ങനെ? പാപത്തോട് അകന്ന് നിൽക്കുന്ന ആൾക്കാരോട് അകന്നതല്ല, പാപത്തോട് അകന്ന് നിൽക്കുന്നതാണ് ദൈവ പൈതൽ. ഹല്ലേലൂയ. ഈ സഹോദരി പാപത്തോട് അകന്നവളായിരുന്നു. തൻ്റെ ഭർത്താവ് ഭയങ്കര മോശമായിരുന്നു, അയാളോടുകൂടി ജീവിക്കാൻ പോലും പറ്റാത്ത അങ്ങനെയുള്ളൊരു സ്വഭാവമായിരുന്നു ആ മനുഷ്യൻ. എന്നാൽ ഈ സഹോദരി അയാളെ ഉപേക്ഷിച്ചില്ല. ആമേൻ. നമ്മളെങ്കിൽ പറയും ഇപ്പം ഡൈവോഴ്സ് ചെയ്യണമെന്ന് പറയൂലേ. പക്ഷേ ഈ മനുഷ്യൻ ഇത്രയും ക്രൂരനായിട്ടും ഈ സഹോദരി ദൈവഭയത്തോടെ, അതിനകത്തോ കൃപയോടെ അഭിഷേകത്തോടെ, ദൈവ സമാധാനത്തോടെ, ദൈവത്തിൻ്റെ കൃപയോടെ, അവരുടെ പ്രാർത്ഥനയ്ക്ക് കുറവില്ല, അവരുടെ ആരാധനയ്ക്ക് കുറവില്ല, അവരുടെ വിശുദ്ധ ജീവിതത്തിന് കുറവില്ല, അവരുടെ വിശ്വാസത്തിന് കുറവില്ല. ഈ മനുഷ്യൻ നിമിത്തം ദേശത്ത് മൊത്തം നാണക്കേടാ. ആര് നിമിത്തം? ഈ നാവാല് നിമിത്തം മൊത്തം നാണക്കേടാ. എന്നിട്ട് ഈ സഹോദരി തിരിഞ്ഞും പിരിഞ്ഞും ആരെ മാത്രം നോക്കുന്നു? യേശുവിനെ മാത്രം. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ പറയും നാണം കെട്ട് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. പക്ഷേ ഈ സഹോദരി നാണക്കേടാണെങ്കിൽ പോലും അവരതൊന്നും പറയുന്നില്ല. കണ്ടോ, ഭർത്താവ് എല്ലാ രീതിയിലും വന്ന ജനത്തെ മൊത്തം നാണം കെടുത്തി വിട്ടിരിക്കുകയാണ്. ദേശം മൊത്തം നാറി. ഈ മനുഷ്യൻ്റെ സ്വഭാവം മുഴുവൻ പേർക്കും അറിയാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദര സഹോദരി, ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിനകത്തുള്ള സ്വഭാവം എങ്ങനെയാണ്? ദേശത്തിൻ്റെ നടുവിൽ, ഭവനത്തിൻ്റെ നടുവിൽ നമ്മെക്കുറിച്ച് എന്താണ് മറ്റുള്ളവർ പറയുന്നത്? ഒന്ന് ചിന്തിച്ച് നോക്കണം. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്ന നോക്കിയേ, വായിച്ചേ. എന്നാൽ ആ പുരുഷന്മാർ ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ളവരായിരുന്നു. അടുത്ത വരി. ഞങ്ങൾ വയലിൽ അവരുമായി സഹവാസം ചെയ്തിരുന്ന കാലത്തൊരിക്കലും അവർ ഞങ്ങളെ ഉപദ്രവിച്ചില്ല. അടുത്ത്. ഞങ്ങൾക്കൊന്നും കാണാതെ പോയതുമില്ല. അടുത്ത്. ഞങ്ങൾ ആടുകളെ മേയിച്ചുകൊണ്ട് അവരോട് കൂടെ ആയിരുന്നപ്പോഴൊക്കെ രാവും പകലും അവർ ഞങ്ങൾക്കൊരു മതിലായിരുന്നു. ആകയാൽ ഇപ്പോൾ ചെയ്യേണ്ടത് എന്തെന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ യജമാനനും അവന്റെ സകല ഭവനത്തിനും ദോഷം നിർണയിച്ചു പോയിരിക്കുന്നു. അവനോ ദുസ്വഭാവിയാകൊണ്ട് അവനോട് ആർക്കും ഒന്നും മിണ്ടിക്കൂടാ. കണ്ടോ? ദുസ്വഭാവി. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. നമ്മൾ നല്ല സ്വഭാവമാണോ ദുസ്വഭാവമാണോ? ഹല്ലേലൂയ. നമ്മളെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനകത്തുള്ള അംഗങ്ങൾ നമ്മളിലൂടെ കാണുന്നത് നല്ല സ്വഭാവമാണോ മോശം ഒരാളിനെയാണോ? നല്ല സ്വഭാവമുള്ള ഒരമ്മയാണോ, നല്ല സ്വഭാവമുള്ളൊരു പപ്പയാണോ കാണുന്നത്? എന്നും അടിയുണ്ടാക്കുന്നവരാണോ കാണുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഹല്ലേലൂയ. നമ്മളിലൂടെ യേശുവിനെ നമ്മളെ മക്കൾ കാണട്ടെ. നമ്മുടെ ജീവിതത്തിനകത്ത് 4 വിരൽ നീളമുള്ള ആയുസ്സിൽ അടി ഉണ്ടാക്കാതെ ജീവിക്കാൻ കൃപ തരട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? അടി ഉണ്ടാക്കാതെ ജീവിക്കാൻ. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. വചനം നമ്മുടെ അകത്ത് ഇറങ്ങട്ടെ. അടുത്ത വരി. ഉടനെ അബീഗയിൽ 200 അപ്പവും. നോക്കിയേ, അയാളെ മനസ്സല്ല സഹോദരിയുടെ മനസ്സ്. ഉടനെ അപ്പം എടുത്ത്. അടുത്ത വരി. 2 തുരുത്തി വീഞ്ഞും പാകം ചെയ്ത 5 ആടും 5 പറ മരലും 100 ഉണക്ക മുന്തിരിയും മുന്തിരിക്കുലയും 200 അത്തിയാണ് എടുത്ത് കഴുതപ്പുറത്ത് കയറ്റി ബാല്യക്കാരോട് നിങ്ങൾ എനിക്ക് മുമ്പായി പോകുവിൻ, ഞാൻ ഇതാ പിന്നാലെ വരുന്നു എന്ന് പറഞ്ഞു. ഭർത്താവ് ഒന്നും അറിഞ്ഞില്ല. അവർ ചെയ്യേണ്ടതെല്ലാം ചെയ്യണം. അടുത്ത വരി.
തന്റെ ഭർത്താവായ നാബാലിനോട് അവൾ ഒന്നും അറിയിച്ചില്ലതാൻ. അവൾ കഴുതപ്പുറത്ത് കയറി മലയുടെ മറവിൽ കൂടി ഇറങ്ങി ചെല്ലുമ്പോൾ ഇതാ ദാവീദും അവന്റെ ആളുകളും അവളുടെ നേരെ വരുന്നു. അവൾ അവരെ എതിരേറ്റു. എന്നാൽ ദാവീദ് മരുഭൂമിയിൽ അവനെ ഉണ്ടായിരുന്നതൊക്കെയും ഞാൻ വെറുതെയല്ലോ കാത്തത്, അവന്റെ വക ഒന്നും കാണാതെ പോയതുമില്ല. അവനോ നന്മയ്ക്ക് പകരം എനിക്ക് തിന്മ ചെയ്തു. അവനുള്ള സകലത്തിനും പുരുഷ പ്രജയായ ഒന്നിനെങ്കിലും പുലരും വരെ. ദാവീദ് അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാ ആൺമക്കളെയും കൊല്ലും എന്ന് പറഞ്ഞാണ് ദാവീദ് വരുന്നത്. അതിനു മുമ്പ് ഈ സഹോദരി ഒരുപാട് സാധനം കൊണ്ട് ആ ദേശം മുടിക്കും മുമ്പേ സഹോദരി അഭിഷേകമുള്ളവൾ, കൃപയുള്ളവൾ, ജ്ഞാനമുള്ളവൾ, വിവേകമുള്ളവൾ, ദൈവഭയമുള്ളവൾ, സ്വത്രം ഹല്ലേലൂയ, പാവത്തിന് കൂട്ടു നിൽക്കാത്തവൾ, സ്വത്രം ഭർത്താവ് ദുസ്വഭാവമെങ്കിലും ക്രിസ്തുവിൽ ജീവിച്ച സഹോദരി, ആത്മാവിൽ നിറഞ്ഞ സഹോദരി. അയ്യോ, ആ സഹോദരിയെ പറ്റി പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. താഴോട്ടുള്ള വാക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. വായിച്ചേ. പുനരുമരെ ഞാൻ ജീവന്റെ വച്ചേച്ചാൽ ദൈവം ദാവീദിന്റെ ശത്രുക്കൾക്ക് തക്കവണ്ണവും അധികം ചെയ്യട്ടെ എന്ന് പറഞ്ഞു. കണ്ടോ, ഇത്രയും വാസിയോടെ വരികയാണ്. അടുത്ത് അബീഗയിൽ ദാവീദിനെ നോക്കിയേ, രണ്ടുപേരും മുഖത്തോട് മുഖം കണ്ടു. ആരൊക്കെ ഈ 400 പേര് വന്ന ജനവും ദാവീദും പിന്നെ അബീഗയിലും പാർട്ടിയും നേരെ വരികയാണ്. ദാവീദ് വരുന്ന എല്ലാ ആണുങ്ങളെയും കൊല്ലണം, ആൺമക്കളെ എല്ലാത്തിനും കൊല്ലണം. കാരണം ആ മനുഷ്യൻ വളരെ മോശമായിട്ട് പ്രതികരിച്ച് വിട്ടത് കൊണ്ട് എല്ലാത്തിനും കൊല്ലാനാണ് പോകുന്നത്. പക്ഷെ അബീഗയിൽ തണുപ്പിക്കാൻ വരികയാണ്. ക്രിസ്തുവുള്ള പൈതൽ എങ്ങനെയാണ്? വീട്ടിനകത്ത് തണുപ്പാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? വീട്ടിനകത്തൊരു ആശ്വാസമാണ്, മക്കൾക്ക് തണുപ്പാണ്, ഭർത്താവിന് തണുപ്പാണ്, ഭാര്യയ്ക്ക് തണുപ്പാണ്. ഒന്ന് വീണ് പോകുമെന്ന് തോന്നുമ്പോൾ ഒന്ന് തട്ടി തണുപ്പിക്കുന്നതാണ്. കൃപയുള്ള പൈതൽ. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്? ചിലപ്പോൾ അവരുടെ സ്വഭാവം കൊണ്ടായിരിക്കാം പ്രശ്നം വരുന്നത്. എന്നാൽ ഒന്ന് തട്ടി തണുപ്പിക്കുന്ന ആരൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ട്? ഹല്ലേലൂയ. വീട്ടിനകത്തൊരു പ്രശ്നം വരുമ്പോൾ ചിലപ്പോൾ ഒരു ആ മനുഷ്യൻ പാപം ചെയ്യുന്ന ആളായിരിക്കാം. വിട്, അപ്പോഴും നീ ചെന്ന് തട്ടി ഒന്ന് പോട്ടെ, സാരമില്ല, ദൈവം തൊടും, ദൈവം അനുഗ്രഹിക്കും എന്ന് പറയുന്ന ആരൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ട് സഹോദരങ്ങളെ? വേദനിക്കുന്ന നടുവിൽ കുറെ കൂടെ വേദന കൊണ്ടിരുന്ന ആളാണോ? വാശിക്ക് എന്നാ പിന്നെ വെട്ടി കൊന്നുകളാ എന്ന് പറയുന്ന ഒരാളാണോ? അതോ ഇല്ല, സാരമില്ല, ഇതിനെല്ലാം ഒരു മാറ്റം വരും, ധൈര്യപ്പെട് എന്ന് പറയുന്ന എത്ര ഇതിനകത്ത് ഇരിപ്പുണ്ട്? കുടുംബത്തിനകത്ത് മക്കളെ നോക്കി, പോട്ട് മക്കളെ, സാരമില്ല, ധൈര്യപ്പെട് എന്ന് പറയും. അവരെ കടിച്ചു കീറുമോ എന്ന് ചിന്തിച്ചു നോക്കിയേ. ഹല്ലേലൂയ. ഉപദേശിക്കേണ്ടതല്ല, ഉപദേശിക്കണം. സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കണം. അവരെ തട്ടി തടവേണ്ട സമയത്ത് തടവണം. ചേർത്ത് പിടിക്കേണ്ട സമയത്ത് ചേർത്ത് പിടിക്കണം. ഹല്ലേലൂയ. മക്കളെ എന്ന് വിളിക്കേണ്ട സമയത്ത് മക്കളെ എന്ന് വിളിക്കണം. ദൈവത്തിന് സ്വത്രം. കണ്ടോ? ഹല്ലേലൂയ. ഒരു മൂർഖനെ പോലെ സ്വത്രം നാബാൽ ജീവിക്കുമ്പോൾ അബിഗയിൽ എന്ന് പറഞ്ഞാൽ കൃപയോടെ അഭിഷേകത്തോടെ അനുഗ്രഹത്തോടെ ഹല്ലേലൂയ ദൈവകൃപയോടെ അവൾ ജീവിക്കുകയാണ്. ദാവീദ് ഇങ്ങനെ വരികയാണ്, ഒരു ജാഥ പോലെ വരികയാണ്. എന്തിൻ്റെ ജാഥയാണ് വരുന്നത്? കൊല്ലാൻ വേണ്ടി വരുന്ന ജാഥ. വാളും പരിചയം എല്ലാം കാണും അവരുടെ കയ്യിൽ, എല്ലാം കൊണ്ടുവരികയാണ് കൊല്ലാൻ. എന്നാൽ അബിഗയിൽ കഴിക്കാനുള്ള ഭക്ഷണവും കൊണ്ട് മറ്റേ ഭർത്താവ് പോലും അറിയാതെ, ആ ക്രൂരനാഥ ഭർത്താവ് അറിയാതെ പോവുകയാണ്. പോകുമ്പോൾ രണ്ടുപേരും മുഖാമുഖം കണ്ടു. അടുത്ത വരി വായിച്ചേ. അബീഗയിൽ ദാവീദിനെ കണ്ടപ്പോൾ ചാടി കഴുതപ്പുറത്ത് ഇറങ്ങി. അടുത്ത് സാഷ്ടാംഗം വീണു നമസ്കരിച്ചു. ഉമ്മ നമ്പി വന്ന് ഞാൻ വെക്കപ്പെടല്ലേ, ഉന്തയ എന്നെ കൈവിടല്ലേ. ഉമ്മ നമ്പി വന്ന് ഞാൻ വെക്കപ്പെടല്ലേ, ഉന്തയ എന്നെ കൈവിടല്ലേ. വെറും കൈയാൽ ഞാൻ കടന്നു വന്നേ, ഇരു പരിവാരങ്ങൾ എനക്കു തന്നേ. വെറും കൈയാൽ ഞാൻ കടന്നു വന്നേ, ഇരു പരിവാരങ്ങൾ എനക്കു തന്നേ. எலோஹிம் எல் எலோஹிம் எல் எலோஹி உம்மை துதிப்பே. எலோஹிம் எல் எலோஹிம் எல் எலோஹி உம்மை துதிப்பே. ஓ எல் எலோஹிம் எல் எலோஹிம் எல் எலோஹி உம்மை துதிப்பே. எலோஹிம் எல் எலோஹிம் எல் எலோஹി ഉമ്മൈ തുതിപ്പേ. ഹല്ലേലൂയ. നിങ്ങളിൽ എത്ര പേര്, നമ്മളിൽ എന്നെ ഉൾപ്പെടെ എത്ര പേര് ഇങ്ങനൊരു ജാഥ കൊല്ലാൻ വേണ്ടി വന്നാൽ ഇതുപോലെ വീഴുന്ന എത്ര പേരുണ്ട്? നമ്മളെങ്കിൽ തിരിച്ചെന്ത് പറയും? നീ കൊല്ലാൻ വന്നല്ലടാ, നിനക്ക് 400 ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് 800 ഉണ്ടടാ പറയൂല്ലേ? നിനക്ക് 400 അല്ലേ ഉള്ളൂ, ഞങ്ങൾക്ക് 800 ഉണ്ടടാ. നമ്മൾ തിരിച്ചു പറയും, നിനക്ക് ഇത്രയും പേരല്ലേ ഉള്ളൂ, ഞങ്ങൾക്കുള്ളതെല്ലാം ബലശാലികളാടാ, കാണിച്ചു തരാടാ. നീ കേസ് കൊടുക്കോ, ഞാൻ എൻ്റെ അപ്പുറത്ത് കൊടുക്കോടാ. കണ്ടോ? കാരണം എന്താ? യേശുപ്പനില്ല, അതാ. പക്ഷെ യേശു ഉള്ളവൾ ഇതൊന്നും അല്ല പറഞ്ഞത്. ദാവീദിനെ കണ്ട മാത്രമേ ചാടി ഇറങ്ങി. സാഷ്ടാംഗം. കൃപയുള്ളവൾ ഇങ്ങനെയാണ്.
പ്രതികൂലം കാണുമ്പോഴും പ്രശ്നം കാണുമ്പോഴും കുറച്ചും കൂടെ എണ്ണ കോരി ഒഴിച്ച് ആളി കത്തിപ്പിച്ച് കൊല്ലാനല്ല നോക്കുന്നത്. അവിടെ ശാന്തത വരുത്താൻ, അവിടെ തണുപ്പിക്കാൻ, അവിടെ സമാധാനം വരുത്തുവാൻ താഴെ വന്നങ്ങ് വീണു. അടുത്ത വരി വായിച്ചേ, അടുത്ത വരി, അടുത്ത ആ സഹോദരിയുടെ വാക്കുകൾ ശ്രദ്ധിക്കണം. അടുത്ത വരി വായിച്ചേ. അവന്റെ കാൽക്കൽ വീണു പറഞ്ഞത് യജമാനനെ കുറ്റം എന്റെ മേൽ ഇരിക്കട്ടെ. കുറ്റം നോക്കിയേ, നാബാലിന്റെ കുറ്റം ഇപ്പൊ ആരെടുത്തു? ഭാര്യ എടുത്തു. കുറ്റം എൻ്റെ മേലിരിക്കട്ടെ. അടുത്ത് അടിയനൊന്ന് പറയുന്നുണ്ടോ? അടിയൻ ഒരു അടിമയായി നിൽക്കുകയാണ്. ക്രിസ്തുവിൻ്റെ പൈതൽ ഇങ്ങനെയാണ്. ക്രിസ്തുവിൻ്റെ പൈതൽ ഇങ്ങനെയാണ്. എപ്പോഴും തന്നെത്താൻ താഴ്ത്തി നിൽക്കും. മനസ്സിലാവുന്നുണ്ടോ? ഏത് മനുഷ്യൻ്റെ മുൻപിൽ തന്നെത്താൻ താഴ്ത്തി, ഞാൻ എന്തോ ആണെന്നല്ല, തന്നെത്താൻ താഴ്ത്തി ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന പൈതൽ ഇങ്ങനെയാണ്. തന്നെത്താൻ താഴ്ത്തി. ആ സഹോദരി കണ്ടോ, തന്നെത്താൻ താഴ്ത്തി. നമ്മുടെയൊക്കെ ജീവിതം എങ്ങനെയാണ്? നമ്മുടെ കുടുംബത്തിനകത്ത് പുറത്ത് എങ്ങനെയാണ്? നമ്മുടെ സംസാര ശൈലി എങ്ങനെയാണ്? താഴ്മയുള്ളതാണോ സ്നേഹിതരെ? അതോ കടിച്ചു കീറുന്ന ഒരു ചെന്നായി പോലെ ചാടി തലയുടെ മകൾ മുകളിലിരിക്കുന്ന ഒരു അനുഭവമാണോ? നോക്കിയേ, കൊല്ലാൻ വരുന്നവന്റെ മുമ്പിൽ ഒരു സഹോദരി ദൈവകൃപയിൽ നിൽക്കുന്നുണ്ടോ? എന്തിനാ വന്നേ? കൊല്ലാൻ, പ്രശ്നമുണ്ടാക്കാൻ, തകർത്ത് കളയാൻ, പുരുഷ പ്രജയൊക്കെ കൊല്ലാൻ വരുമ്പോ ഈ സഹോദരി സ്നേഹത്തോടെ പോവുകയാണ്. അടുത്ത വരി. വാക്കുകളെ കേൾക്കണമേ. നോക്കിയേ, ദുസ്വഭാവിയായ ഈ നാബാലിനെ ഗണ്യമാക്കരുതേ. കണ്ട, പേര് പോലെ തന്നെ ആകുന്നു. അടുത്ത ചിലരാണെങ്കിൽ അവർ എന്ത് പറയുന്നു അവർക്ക് അറിഞ്ഞുകൂടാ. അവർ എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ വേണോ ചെയ്യും. സഹോദരങ്ങളെ, നമുക്ക് തന്നെ കാണുമ്പോൾ തന്നെ തോന്നിപ്പോവും. കാരണം എങ്ങനെ ഇത് ചെയ്യുന്നു എന്നറിയാൻ പാടില്ല, അങ്ങനെ തോന്നും. ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, നമ്മുടെ ഈ ആയുസിൽ കുടുംബമായവരോട് ഞാൻ പറയട്ടെ, നമ്മുടെ ഭാര്യമാരെ സ്നേഹിക്കാൻ കിട്ടുന്ന 4 വിരൽ നീളമായത്, നമ്മളെ മക്കളെ സ്നേഹിക്കാൻ കിട്ടുന്ന 4 വിരൽ നീളമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരെ സ്നേഹിക്കാനും ആരാധിക്കാനും സ്തുതിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും കിട്ടുന്ന 4 വിരൽ നീളമാണ്. സഹോദരിമാരോട് ഞാൻ പറയട്ടെ, ഭർത്താവിനെയും മക്കളെയും സ്നേഹിച്ച് പ്രാർത്ഥിച്ച് ദൈവഭയത്തോടെ മുന്നോട്ട് പോകാൻ കിട്ടുന്ന 4 വിരൽ നീളമാണ്. ഇതിൽ ദൈവഭയത്തോടെ വേണം പോകാൻ. ദൈവഭയത്തോടെ വേണം പോകാൻ. നമുക്ക് തരുന്നതിന് നമ്മൾ കളഞ്ഞു കുളിക്കരുത്. നമ്മൾ മോശ ഭാഗത്തോടെ ജീവിക്കരുത്. ആ ഭാഗത്തു നിന്നെല്ലാം മടങ്ങി ദൈവത്തിൻ്റെ മുമ്പിൽ വന്ന് വീണിട്ട് പറയണം, യേശുവേ നിന്തിരു പാദം നമിച്ചേ, നീ മാതിയേ, എപ്പോഴും അങ്ങേ പാടി സ്തുതിച്ചാൽ ആനന്ദമേ, എപ്പോഴും അങ്ങേ പാടി സ്തുതിച്ചാൽ ആനന്ദമേ. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, നമ്മൾ കർത്താവിൻ്റെ പൈതങ്ങളാണ്. നമ്മുടെ ഭവനം സ്വർഗ്ഗതുല്യമായി മാറട്ടെ, സമാധാനമുള്ള ഭവനമായി മാറട്ടെ, മക്കൾ അനുഗ്രഹമായി മാറട്ടെ, അവരനുഗ്രഹിക്കുന്ന പപ്പയായിരിക്കട്ടെ, അവരെ അനുഗ്രഹിക്കുന്ന അമ്മയായിരിക്കട്ടെ, ഭാര്യ ഭർത്താക്കന്മാർ സ്നേഹത്തോടെ ഇരിക്കട്ടെ. നിങ്ങളുടെ ഭവനത്തിൽ വരുന്ന സമ്പത്ത് ഭവനത്തിനകത്ത് നിലനിൽക്കട്ടെ. നമ്മൾ ജോലി കഴിഞ്ഞാൽ നമ്മുടെ ഭവനത്തിൽ വന്ന് ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടിലേക്ക് പോകാതെ നമ്മൾ നേരം കാലം ഭവനത്തിൽ വന്ന് നമ്മുടെ മക്കളോടൊപ്പം ചേർന്ന്, ജീസസ്, ഹല്ലേലൂയ, പറയാൻ കാര്യം വേണം. അവരുടെ കുഞ്ഞുങ്ങൾ വളരുമ്പോഴും അവരുടെ ജീവിതത്തിൽ അതുപോലെയാകും. അല്ലെങ്കിൽ നമ്മളീ തോന്നിയ ദിവസം പോലെ പോകുന്നെങ്കിൽ കുഞ്ഞുങ്ങളെ പിടിച്ച നിൽക്കത്തില്ല. അത് കഴിയുമ്പോൾ അവരും അവരുടെ ഇഷ്ടത്തിനെ പോകൂ. പപ്പ അങ്ങനെയല്ലേ പോകുന്നത്, അമ്മ അങ്ങനെയല്ലേ പോകുന്നത്, ഞങ്ങൾ ഇങ്ങനെ പോകും. ഇതേ പറയൂ, നിങ്ങൾ നോക്കിക്കോ, ഇതേ പറയൂ, അവരിതേ പറയൂ. നമുക്ക് നമ്മളെ നോക്കാം, നമ്മുടെ മാതാപിതാക്കളെ നോക്കാം. അവരെ യേശുവിനെ കണ്ടുമുട്ടും മുമ്പേ നമുക്കറിയാമല്ലോ അവരുടെ സ്വഭാവം എങ്ങനെയാണെന്ന്. നമ്മൾ അവരെന്തെങ്കിലും പറയുമ്പോൾ പറയും, നിങ്ങൾ നേരെ ഇരുന്നോ, നിങ്ങൾ എങ്ങനെയായിരുന്നു, നിങ്ങൾ ഇങ്ങനെയൊക്കെ അല്ല നടന്ന, പിന്നെ ഞങ്ങൾ ഉപദേശിക്കുക എന്തിനു വരുന്നത്, ഞാൻ ബോധിച്ചതുപോലെ പോകും. മനസ്സിലായില്ലേ? ഈ ഇടയ്ക്ക് ഒരാൾ പറഞ്ഞതാണ്, ഇവിടെ എത്രത്തോളം പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അത് പറയുന്നില്ല. ദൈവത്തിൻ്റെ സ്വത്രനോട് പറഞ്ഞതാണ്, ആ മക്കളെ സിസ്റ്ററെ ഞാൻ വിലക്കി നോക്കി. അമ്മ പറഞ്ഞതാണ്, അമ്മ വിളിച്ച് പറഞ്ഞതാണ്, ഞാൻ വിലക്കി നോക്കി സിസ്റ്ററെ, പക്ഷേ എൻ്റെ മക്കൾ ചോദിക്കുന്നത് പപ്പയും മമ്മിയും എങ്ങനെയായിരുന്നു. തീർന്ന പപ്പയും മമ്മി ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ കാര്യം നോക്കാൻ ഉണ്ടോ. വയസ്സ് കുറച്ചേ ഉള്ളൂ, മക്കളാണ്, സ്വന്തം മക്കളാണ്. ഒരു പരിധി കഴിയുമ്പോൾ നമ്മളൊന്നും വിലയില്ലാതെ പോകും. ഇന്ന് ക്രിസ്തുവിനായിട്ട് ജീവിച്ചാൽ നമ്മളെ മക്കൾ അത് കണ്ടു വളരും. അത് വളർന്ന് അവരനുഗ്രഹിക്കപ്പെട്ടവരാകും. അവർ പിന്നത്തെ ദൈവകൃപയുള്ള മക്കളായി മാറും. അവരെ കുടുംബത്തിനകത്ത് അവർ കല്യാണം കഴിഞ്ഞ കുഞ്ഞുങ്ങൾ വലുതാകുമ്പോൾ യേശുവിൻ്റെ വരെ താമസമെങ്കിൽ അവർ വിവാഹം കഴിഞ്ഞ് അവർക്കൊരു കുടുംബം കാണും, അവരുടെ കുടുംബത്തിനകത്ത് സമാധാനം കാണും. നമ്മൾ സ്വത്രം രണ്ടുപേരും ഭാര്യയും ഭർത്താവും 2 വശത്തോടെ പോകുന്നെങ്കിൽ അവരെ കല്യാണം കഴിയുമ്പോൾ പെൺമക്കളാണെങ്കിൽ ആൺമക്കളാണെങ്കിൽ അവർ 2 വശത്തോടെ അങ്ങ് പോകും. കാരണം കണ്ടതും വളർന്നതും പഠിച്ചതും അല്ല ഇത് വരാൻ പാടില്ല.
വരാൻ പാടില്ല. വരാൻ പാടില്ല. യേശുവിൽ നമ്മൾ ജീവിക്കണം. യേശുവിൻ്റെ സ്ഥാനത്ത് ജീവിക്കണം. യേശുവിനെ ഭയപ്പെട്ട് ജീവിക്കണം. വചനപ്രകാരം ജീവിക്കണം. ദൈവകൃപയിൽ ജീവിക്കണം. ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കണം. ദൈവം തരുന്ന അവസരം കളയല്ലേ. ഹല്ലേലൂയ. നമുക്ക് ലഭിക്കുന്ന സമ്പത്തിനെ കളയരുത്. നമുക്ക് ലഭിക്കുന്ന അവസരം കളയരുത്. കളഞ്ഞു കുളിക്കരുത്. മക്കളോട് സ്നേഹത്തോടെ ഇടപെടേണ്ട സമയത്ത് സ്നേഹത്തോടെ ഇടപെടണം. ഉപദേശിക്കേണ്ട സമയത്ത് ഉപദേശിക്കണം. പരസ്പരം സംസാരിക്കേണ്ട സമയത്ത് സംസാരിക്കണം. സ്നേഹത്തോടെ ഇടപെടേണ്ട സമയത്ത് ഇടപെടണം. അവൻ തെറ്റ് കണ്ട മക്കളെ ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷിക്കുകയും വേണം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. എല്ലാം വേണം. നമ്മുടെ ദുർസ്വഭാവങ്ങളെ കളയണം സ്നേഹിതരെ. മദ്യത്തെ അങ്ങ് വലിച്ചെറിയുന്ന ഇത് വേണ്ട. നിന്നെ തീർത്ത് കളയും. അവസാനം ഒന്നും ചെയ്യാൻ പറ്റാതാകും. പിന്നെ ഇടിച്ച് വിളിച്ചിട്ടൊന്നും തിരിച്ചു വരാൻ പറ്റത്തില്ല. ദൈവത്തിന് സ്തോത്രം. മദ്യം വേണ്ട. ആ തമ്പാക്ക് വേണ്ട. നിന്നിലൂടെ യേശുവിനെ കാണട്ടെ പ്രിയ പൈതലെ. ലഹരി വസ്തു നമുക്ക് വേണ്ട. ആമേ. പാപ സ്വഭാവങ്ങൾ, മോശപ്പെട്ട വഴികൾ നമുക്ക് വേണ്ട. അപ്പച്ചൻ്റെ മുമ്പിൽ സറണ്ടറായിട്ട് പറ, കർത്താവേ എനിക്ക് ഇതിൽ നിന്ന് ഒരു വിടുതൽ വേണം അപ്പാ. എൻ്റെ പൈസ ഇനി അതിലോട്ട് പോകണ്ട. അപ്പച്ചൻ പറയും, സിസ്റ്ററെ എൻ്റെ പൈസ കൊടുത്തൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. എൻ്റെ പൈസ വീട്ടിൽ തന്നെ പോകും. എന്നാലും ഞാൻ കുടിക്കും. അതെൻ്റെ കൂട്ടുകാർ. എന്തിനാണ് വല്ലവരെ ബോസ് വാങ്ങാൻ പോകുന്നത്? നമുക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഹല്ലേലൂയ. നമ്മുടെ പൈസ നമ്മുടെ കയ്യിൽ സേഫ്റ്റി ആയിട്ട് ഇരുന്നാലും മറ്റൊരുത്തൻ്റെ ഇതായിരുന്നാലും ശരി, നമുക്ക് വേണ്ട. ആരെയും ഒന്നും നമ്മൾ ആവശ്യമില്ലാതെ ഉപയോഗിക്കുന്നത് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹല്ലേലൂയ. നമുക്ക് ദൈവം തരുന്നതിൽ തൃപ്തിയോടെ സന്തോഷത്തോടെ നമ്മുടെ കുടുംബമായിട്ട് ആനന്ദത്തോടെ ജീവിക്കുന്ന കാലത്രം തുള്ളിച്ചാടി മഹത്വം രക്ഷക സ്തുതി നീനക്കെന്നും, മഹത്വം രക്ഷക സ്തുതി നീനക്കെന്നും, ചേറ്റിൽ നിന്നെന്നെ നീ വീണ്ടെടുത്തതിനാൽ, ചേറ്റിൽ നിന്നെന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും അങ്ങേ ഞാൻ ആയുസ്സിൻ നാളല്ല, സ്തുതിക്കും അങ്ങേ ഞാൻ ആയുസ്സിൻ നാളല്ല. നന്ദിയോടടി വണങ്ങും, നന്ദിയോടടി വണങ്ങും. കുഞ്ഞാട്ടിൻ തീരു രക്തത്താ ഞാൻ ശുദ്ധനായി തീർന്നു, തൻ ചങ്കിലെ ശുദ്ധരക്തത്താ ഞാൻ ജയം പാടിയിടും. മഹത്വം രക്ഷക സ്തുതി നീനക്കെന്നും, മഹത്വം രക്ഷക സ്തുതി നീനക്കെന്നും, ചേറ്റിൽ നിന്നെന്നെ നീ വീണ്ടെടുത്തതിനാൽ, ചേറ്റിൽ നിന്നെന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും അങ്ങേ ഞാൻ ആയുസ്സിൻ നാളല്ല, സ്തുതിക്കും അങ്ങേ ഞാൻ ആയുസ്സിൻ നാളല്ല. നന്ദിയോടടി വണങ്ങും, നന്ദിയോടടി വണങ്ങും, നന്ദിയോടടി വണങ്ങും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ സഹോദരി ഓടിച്ചെന്ന് താഴെ വീണു സംസാരിക്കുമ്പോൾ അടുത്തവർ വായിച്ചേ. നാബാൽ എന്നല്ലോ അവന്റെ പേര്. പോഷത്വം അത്രേ അവന്റെ പക്കലുള്ളത്. അടുത്ത് അടിയനോ യജമാൻ അയച്ച ബാല്യക്കാരെ കണ്ടിരുന്നില്ല. കണ്ടോ, അടിയനോ ബാല്യക്കാരൻ കണ്ടില്ല യജമാനനെ. അടുത്ത വരി. യജമാനനെ ആകയാൽ യജമാനനെ. യഹോവയാണ്. ബാക്കിയുണ്ടോ? കർത്താവിൽ ജീവിക്കുന്ന പൈതൻ്റെ വായിൽ നിന്നിരുന്ന വാക്കാ. കർത്താവിൽ ജീവിക്കുന്നൊരു സഹോദരനുണ്ടോ, സഹോദരി ഉണ്ടോ, അവരുടെ വായിലൂടെ ഇതേ വരും. ഹൃദയം നിറയുന്നത് വായ് പ്രസ്താവിക്കും. ഹൃദയത്തിനകത്ത് ക്രിസ്തു ആണെങ്കിൽ വായിലൂടെ വരുന്നത് ക്രിസ്തുവിന് പ്രസാദമുള്ളതായിരിക്കും. ഓ ഹല്ലേലൂയ. പ്രശ്നമില്ലെന്നല്ല. നോക്കിയേ, ഈ സഹോദരി വന്ന തീച്ചുവിളക്കകത്തുന്നല്ലേ. കാരണം എല്ലാവരുടെ മുമ്പിൽ നാണം കെട്ട് പുറത്തിറങ്ങാൻ പറ്റാതെ, തല ഉയർത്താൻ പറ്റാതെ, മോശപ്പെട്ട ഭർത്താവിൻ്റെ കൂടെ എന്നിട്ടും അയാളെ തള്ളിക്കളയാതെ സ്നേഹത്തോടെ ജീവിക്കുന്നൊരു സഹോദരി തീക്കകത്തുനിന്ന് ഇറങ്ങി വരുന്നത്. അവർ നിൽക്കുന്നത് എങ്ങനെയാണ്? നമ്മളാണെങ്കിലോ അയാളെ കൂട്ടത്ത് കൂടി അയാളിനെ 10 ചീത്തയും വിളിച്ച് തിരിച്ച് ഇങ്ങനെ തന്നെ അങ്ങനത്തവനെ അപ്പുറത്തവനത്തെ ഒക്കെ പറഞ്ഞിട്ട് തിരിച്ചെന്തിക്കുമെന്നറിയാമോ? അയാൾ നീ ഇങ്ങനെ അല്ലയുടെ ആളുകളെ നാട്ടിച്ച് വിട്ട് ഇത്രയും പേര് വന്നിട്ട് ഇപ്പം തീർത്ത് ഇട്ട് തരും. കണ്ടോ നീ ശാപം വിട്ടുണ്ടോ? ശാപം വന്നുണ്ടോ? നീ കണ്ടോടാ, അവൻ നോക്കിക്കൊണ്ട് തന്നെ പോയി നിനക്ക് പതിയിരിക്കുന്നുണ്ട്, നീ പോക്ക് ഗ്യാസ് തന്നെ. ഇതൊക്കെ പറയുമ്പോൾ ശാപമാണെന്നുള്ള കാര്യം അവർ വിട്ടുപോകുന്നു. അവരെ വാവുകൊണ്ട് തന്നെ പലതും വിളിച്ച് വരുത്തുകയാണ്. സ്വത്രം ഇതെല്ലാം പറഞ്ഞ് സ്വത്രം കൃപയെല്ലാം നഷ്ടപ്പെട്ടിട്ട് ശൂന്യമായിട്ട് നിന്ന് വെട്ടും കൊണ്ടുകൊണ്ട് പോകും. പക്ഷേ ഈ സഹോദരി അങ്ങനെയല്ല. ആവശ്യമില്ലാത്തടത്ത് അവർ വാ തുറക്കത്തില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? ആവശ്യമില്ലാത്തടത്ത് അവർ വാ തുറന്ന് സംസാരിക്കത്തില്ല. ആവശ്യത്തിനേ സംസാരിക്കൂ. സംസാരിക്കുന്നത് മുഴുവനും ക്രിസ്തുവിലുള്ളതായിരിക്കും. അപ്പം നിങ്ങൾക്ക് വെളിപ്പെടുന്നുണ്ടോ? ആ സഹോദരി സംസാരിച്ചത് ആവശ്യമില്ലാത്ത സംസാരിച്ചേയില്ല. ആവശ്യമുള്ള സംസാരിച്ചതെല്ലാം കൃപയോടുകൂടിയത് ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരുന്നു. അവർ ശാപമല്ല പറഞ്ഞത്. അയാൾ തൻ്റെ ഭർത്താവിനെ ശപിച്ചില്ല. അയാൾ വേറെ ഒന്നും പറഞ്ഞില്ല. ആ സഹോദരി കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് ആ വാക്ക് പറയുന്നുണ്ടോ? യഹോവയാണ്. അടുത്ത വരി. യഹോവയാണ് നിന്നാണ് രക്തപാതവും സ്വന്തം കയ്യിൽ പ്രതികാരവും ചെയ്യാതെ വണ്ണം യഹോവ നിന്നെ തടുത്തിരിക്കുന്നു. നോക്ക്, പറഞ്ഞ വാക്ക്. നീ ഇതെല്ലാം ചെയ്യാനാ വന്നേ, പക്ഷെ യഹോവ നിന്നെ തടുത്തു. കണ്ട,
കണ്ടോ ആമേ, ഒരു ദൈവകൃപയുള്ള പിള്ളയുണ്ടെങ്കിൽ പ്രശ്നത്തെ വരാതെ തടുക്കും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതല്ലേ നമ്മുടെ സഭയിൽ തന്നെ അനേകം, നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, നിങ്ങളുടെ വീടിന്, നമ്മുടെ എൻ്റെ ഉൾപ്പെടെ വീടിനകത്ത് പലപ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോൾ സ്വത്രം കർത്താവിൻ്റെ മക്കൾ ഒരു വീടിനകത്ത് ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ആത്മാവിൽ നിന്ന് തടുക്കും, ഒന്നും സംഭവിക്കാതെ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ആമേ, കഴിവല്ല, നമ്മുടെ കഴിവൊന്നും അല്ല, കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ, കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ, ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ യേശുവേ, ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ ദൈവമേ. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, അനേക മക്കളെക്കുറിച്ച് അമ്മമാരെന്ത് ചെയ്യുന്നുണ്ട്? കരയുന്നുണ്ട്. അപ്പന്മാരും കരയും നല്ലവണ്ണം. എങ്കിലും കൂടുതൽ, എനിക്ക് എല്ലാ വീടുകളിലെയും കാര്യം അറിഞ്ഞുകൂടാ, എങ്കിലും കൂടുതൽ സാധാരണ കരയാറുള്ള ആരാ? അമ്മമാരല്ലേ? പപ്പയും കരയും കേട്ടോ. ദൈവത്തിന് സ്തോത്രം. കരഞ്ഞ് ആരെക്കുറിച്ചാണ് കരയുന്നത്? മക്കളെക്കുറിച്ചാണ് കരയുന്നത്. മക്കളുടെ ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള ബലഹീനത കാണുമ്പോൾ അപ്പനും അമ്മയ്ക്കും ഉറക്കമില്ല, രാത്രി ഉറങ്ങാൻ പറ്റത്തില്ല, ഭക്ഷണം എടുത്തു വെച്ചാൽ ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. അവർ കരയുന്നത് മുഴുവനും എൻ്റെ മോനൊന്ന് മടങ്ങി വന്നെങ്കിൽ, എൻ്റെ മോളൊന്ന് മടങ്ങി വന്നെങ്കിൽ, എൻ്റെ പിള്ള ദൈവത്തോട് പറ്റി ഒന്ന് മാറിയെങ്കിൽ, ആ ദുസ്വഭാവങ്ങളൊന്ന് മാറിയെങ്കിൽ. ഇതിനകത്തും പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്തൊരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾക്ക് ഉറക്കമില്ല. അർത്ഥം നമ്മളൊന്ന് ക്രിസ്തുവിലായ നമ്മുടെ മാതാപിതാക്കളുടെ ജീവിതത്തിനകത്ത് ഒരു ഉറങ്ങട്ടെ, അവർ രാത്രി സമാധാനത്തോടെ കിടക്കട്ടെ, അവർ പകൽ സന്തോഷത്തോടെ പോട്ടെ. ഹല്ലേലൂയ. ആമ, എത്രയെന്ന് പറഞ്ഞാലും അമ്മമാരെയും പപ്പമാരെയും എത്ര വഴക്ക് നമ്മൾ പറഞ്ഞാലും ശരി, അവർക്ക് നമ്മളോടുള്ള സ്നേഹം അത് പറഞ്ഞറിയിക്കുമ്പോൾ നമ്മളെ മക്കൾക്ക് മക്കളോട് നമുക്ക് എത്ര സ്നേഹമുണ്ട് അതുപോലെ നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളോട് സ്നേഹമുണ്ട്. ഹല്ലേലൂയ. അവരെ കരയിപ്പിച്ചുകൂടാ, അവരെ സങ്കടപ്പെടുത്തിക്കൂടാ, അവരുടെ രാത്രികളിൽ നമ്മളെ ദുർസ്വഭാവങ്ങൾ ഓർത്ത് നമ്മുടെ മാതാപിതാക്കൾ കരഞ്ഞുകൂടാ. നമ്മളെ അനുഗ്രഹം കണ്ട് അവരെ കണ്ണിൽ നിറഞ്ഞ് അനുഗ്രഹിക്കുന്നവരായി മാതാപിതാക്കൾ മാറണം. നിങ്ങൾക്ക് എത്രവർക്ക് മനസ്സിലായി? നമ്മളെ നന്മ കണ്ട്, നമ്മുടെ ക്രിസ്തുവിനായിട്ട് ജീവിക്കുന്ന കണ്ട് നമ്മുടെ മാതാപിതാക്കളുടെ കണ്ണുകൾ നിറഞ്ഞ് ബ്ലെസ്സിങ് ഒഴുകണം. മനസ്സിലായോ? അനുഗ്രഹം വരണം. അവരനുഗ്രഹിക്കണം. എൻ്റെ പൈതൽ, എൻ്റെ ജീവിതത്തിലെ മാനക്കേട് മാറ്റി, നാണക്കേട് മാറ്റി, ദേശത്തിറങ്ങുമ്പോഴൊക്കെ എൻ്റെ പൈതലിനെ കുറിച്ച് ഇങ്ങനെയായിരുന്നു പറഞ്ഞത്, എൻ്റെ സ്വത്രം ഇന്ന ആളിനെ കുറിച്ച് ഇങ്ങനെയായിരുന്നു പറഞ്ഞത്, എന്നാൽ ഇന്ന് അങ്ങനെ അല്ല. ഞാൻ എൻ്റെ മകൻ യേശുവിനെ കണ്ടപ്പോൾ, എൻ്റെ മകൾ യേശുവിനെ കണ്ടപ്പോൾ, എൻ്റെ ഭർത്താവ് യേശുവിനെ കണ്ടപ്പോൾ, എൻ്റെ അപ്പനും അമ്മയും യേശുവിനെ കണ്ടപ്പോൾ. ഇന്നലെ ഞങ്ങൾ ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ഒരു സിസ്റ്റർ ഇതിരിപ്പുണ്ട്. അവരെ പപ്പയെക്കുറിച്ച് പറഞ്ഞതാണ്. എൻ്റെ പപ്പ പള്ളി വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ പപ്പയ്ക്കുള്ള ദേശത്ത് പറയുന്ന ആൾക്കാർ പറയുന്ന മാറ്റം, വീട്ടിനകത്ത് ഞങ്ങൾക്ക് വന്ന മാറ്റം, അയ്യോ മക്കളെ എന്ന് പോലും വിളിക്കാത്ത അപ്പന്, ആ പപ്പയ്ക്ക് നമ്മളോടുള്ള സ്നേഹം. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ആ മാറ്റം വീട്ടുകാരറിയും, നാട്ടുകാരറിയും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമുക്കൊരു മാറ്റം വന്നാൽ അത് പുറത്തറിയും സ്നേഹിതരെ. ആമേൻ. നമ്മുടെ പപ്പ പറയട്ടെ, നമ്മുടെ അമ്മ പറയട്ടെ, നമ്മുടെ മക്കൾ പറയട്ടെ, അയ്യോ ഞങ്ങൾ യേശുവിനെ കണ്ടപ്പോൾ വന്ന മാറ്റം അത് പറയട്ടെ സ്നേഹിതരെ. ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ, ഈ നാബാലിനെ പോലത്തെ സ്വഭാവമാണോ, ഈ അംബികയിലിനെ പോലെ ക്രിസ്തുവിൻ്റെ സ്വഭാവമാണോ നമ്മളിലുള്ളത്? ഏത് സ്വഭാവമാണ് നമ്മളിലുള്ളത്? നമ്മൾ നാബാലിൻ്റെ സ്വഭാവമാണെങ്കിൽ ഇന്ന് പൊളിച്ചടിക്കിട്ടേ പോകാവൂ. ഇന്ന് നമുക്ക് ക്രിസ്തുവിനെ നമുക്ക് നിറയ്ക്കണം. അടുത്ത വാക്യം വായിക്കുമ്പോൾ യഹോവ ഇതിനെ തടുത്തിരിക്കുന്നു. കണ്ടോ? ആമേൻ. ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു പൈതലൊരു ഭവനത്തിനകത്തുണ്ടെങ്കിൽ പ്രശ്നം വരുമ്പോൾ വലുതാക്കത്തില്ല, പ്രശ്നം വരുമ്പോൾ അതിന് ശൂല്യമാക്കും. എങ്ങനെ? പൊളിച്ചു കളയും. പ്രശ്നം വലുതായിട്ട് വരും. പ്രശ്നം ഇപ്പം വെട്ടും കുത്തും കേസുമായിട്ട് വരും. പക്ഷേ വീട്ടിനകത്ത് ഒരാൾ ആത്മാവിലുള്ള ഒരാളുണ്ടെങ്കിൽ ഈ പ്രശ്നത്തെ പപ്പടം പോലെ അത്രയല്ലേ പറഞ്ഞുള്ള, അങ്ങനെയാണ്, അയ്യ അതൊന്നും വിഷയമില്ല, അത് വേറെ എന്തെങ്കിലും അർത്ഥത്തിലായിരിക്കും അവർ ചിന്തിച്ചതെന്ന് പറഞ്ഞാൽ അതങ്ങനെ ആ വിഷയത്തിന് അങ്ങ് പൊളിച്ചു കളയും. പക്ഷെ രണ്ടും നാബാലുമാരാണെങ്കിൽ അവിടുത്തെ കാര്യം പിന്നെ പറയാൻ ഇല്ല. പക്ഷെ ഒന്ന് അബീഗയിലാണെങ്കിൽ ജീസസ്, ഏത് നാബാല് വന്നാലും ആ അബീഗയിൽ ദൈവകൃപയിൽ നിറഞ്ഞ് നാബാലിൻ്റെ ശക്തിയെ പൊളിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് മനസ്സിലായോ നാബാലിൻ്റെ ശക്തി എന്തെന്ന്? നാബാലിൻ്റെ ശക്തി ക്രൂരതയുള്ളതാണ്, ദുർസ്വഭാവമുള്ളതാണ്, ദുഷ്ട സ്വഭാവമുള്ളതാണ്, ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത ക്രൂരനായ സ്വഭാവമാണ് നാബാലിൻ്റെ സ്വഭാവം. എന്നാൽ അബീഗയിലിൻ്റെ സ്വഭാവം അങ്ങനെയല്ല. ക്രിസ്തുവിൻ്റെ സ്വഭാവം, താഴ്മയുടെ സ്വഭാവം, എളിമയുടെ സ്വഭാവം. നമ്മുടെ അകത്ത് ഏത് സ്വഭാവമാണുള്ളത്? മറ്റുള്ളവർ ഇടപെടുമ്പോൾ ഭവനത്തിൽ പുറത്ത് അകത്ത് യേശുവിൻ്റെ സ്വഭാവം നമ്മളിലുണ്ടോ സ്നേഹിതരെ? അടുത്ത വാക്യം വായിക്കുമ്പോൾ വായിച്ചേ.
നിന്റെ ശത്രുക്കളും യജമാനെ ദോഷം വിചാരിക്കുന്നവരും നാബാലിനെ പോലെ ആകട്ടെ. ഇപ്പോൾ യജമാന്റെ അടുക്കൽ അടിയന് കൊണ്ടുവന്നിരിക്കുന്ന ഈ കാഴ്ച യജമാനന്റെ പരിചാരകരായ ബാല്യക്കാർക്ക് ഇരിക്കട്ടെ. അടിയന്റെ കുറ്റം ക്ഷമിക്കണമേ. അടിയന്റെ കുറ്റം എന്തൊക്കെ പറഞ്ഞു നോക്കിയേ. അടിയന്റെ കുറ്റം ക്ഷമിക്കണമേ. അടുത്ത് യഹോവ യജമാന് സ്ഥിരമായൊരു ഭവനം പണിയും. ഓ ജീസസ് ജീസസ് ജീസസ്. അഭിഷേകമുള്ളവരുടെ വായിൽ നിന്ന് ഇതുപോലെ വരൂ. കൊല്ലാൻ വരുന്നവനോട് പറയുന്ന ദൂത. എങ്ങനെ നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടെങ്കിലേ ഇത് ആരോട് ദൂത് പറഞ്ഞേ? പ്രാർത്ഥിക്കാൻ വരുന്നവനാണോ ദൂത് പറഞ്ഞേ? അല്ല. പിന്നെ ഈ നാബാലിൻ്റെ വീട്ടിനെയും സകലത്തെയും അവിടെയുള്ള പുരുഷ പ്രജയൊക്കെ കൊല്ലാൻ വരുന്നവനോട് ദൂത് എന്തോന്നാണ്? നിനക്ക് ഒരു ഭവനം. നമ്മൾ ഭവനമല്ല, ഇതോടെ തീർത്തു വിടുമെന്നല്ലേ പറയുള്ളൂ. പക്ഷേ ഇതാ കൃപയുള്ള പൈതലിൻ്റെ സംസാരം. ഹല്ലേലൂയ. നീ തകരുമെന്നല്ല പറഞ്ഞത്, പിന്നെയോ നിനക്ക് ദൈവം ഒരു ഭവനം പണിയും. ഹല്ലേലൂയ. വായിച്ചേ ആ വരി, ആ സഹോദര വാക്ക് വായിച്ചേ. ഇന്ന് പകൽക്കാലം ചിന്തിച്ചോളണം. നമ്മൾ മറ്റുള്ളവർ നമുക്ക് എതിർത്ത് പറയുമ്പോൾ നമ്മൾ തിരിച്ച് ശാപ വാക്കാണോ പറയുന്നത്, അതോ ഇതുപോലത്തെ വരികളാണോ നമ്മുടെ വായിൽ നിന്ന് വരുന്നതെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കണം. അടുത്ത വരി വായിച്ചേ. യഹോവ യജമാന് സ്ഥിരമായൊരു ഭവനം പണിയും. യജമാന് സ്ഥിരമായൊരു ഭവനം പണിയും. അടുത്ത് യഹോവയുടെ യുദ്ധങ്ങളെയല്ലോ യജമാനൻ നടത്തുന്നത്. നോക്കിയേ, യഹോവയുടെ യുദ്ധങ്ങളെ അല്ലയോ യജമാനൻ നടത്തുന്നത്. അടുത്ത് ആയുഷ്കാലത്ത് ഒരിക്കലും നിന്നിൽ ദോഷം കാണുകയില്ല. കണ്ടോ, ദാവീദിനോട് പറയുകയാണ്, നിന്നിൽ ദോഷം ആയുഷ്കാലത്ത് ഒരിക്കലും കാണുകയില്ല. അടുത്ത് മനുഷ്യൻ നിന്നെ പിന്തുടർന്ന് നിനക്ക് ജീവഹാനി വരുത്തുവാൻ എഴുന്നേറ്റാലും യജമാനന്റെ പ്രാണൻ യഹോവയുടെ പക്കൽ ജീവഭാണ്ഡത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നു. നോക്കിയേ, കണ്ടോ, കൃപയുള്ളവരുടെ വാക്കിതാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സംസാരം എങ്ങനെയാണ്? ഇതാണോ അതോ തകർക്കുന്ന വാക്കുകളാണോ? അടുത്ത വരി. നിന്റെ ശത്രുക്കളുടെ പ്രാണങ്ങളെയോ അവൻ കവിണയുടെ തടത്തിൽ നിന്ന് എന്ന പോലെ എറിഞ്ഞുകളയും. എന്നാൽ യഹോവ യജമാനനെ വാഗ്ദാനം ചെയ്തിരിക്കുന്ന എല്ലാ നന്മയും നിവർത്തിച്ചെന്ന് നിന്നെ ഇസ്രായേലിന് പ്രഭുവാക്കി വയ്ക്കുമ്പോൾ ആ കാരണമായി രക്തം ചിന്നുകയും യജമാനൻ അകാരണമായി രക്തം ചിന്നുകയും യജമാനൻ താൻ തന്നെ പ്രതികാരം നടത്തുകയും ചെയ്തു പോയി എന്നുള്ള ചഞ്ചലവും മനോവ്യതയും യജമാൻ ഉണ്ടാകുകയില്ല. എന്നാൽ യഹോവ യജമാൻ നന്മ ചെയ്യുമ്പോൾ അടിയനെ ഓർത്തുകൊള്ളണമേ. അടുത്ത വരി. ദാവീദ് അബീഗയിലിനോട് പറഞ്ഞത്, ഇത്രയും നേരം ശ്വാസം അടക്കി ആര് നിന്ന് കൊല്ലാൻ വന്ന ദാവീദ്? എല്ലാത്തിനും ഇപ്പം തവിട് പൊടിയായി കളയെന്ന് പറഞ്ഞ് വന്ന ദാവീദ് ഇത്രയും നേരം ശ്വാസം അടക്കി നിന്നിട്ട് അടുത്ത് ദാവീദ് സംസാരിക്കാൻ. വായിച്ചേ. എന്നെ എതിരേൽപ്പാൻ നിന്നെ ഇന്ന് അയച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക്. കണ്ടോ, അവനും ദൈവകൃപയുള്ളവൻ, അവളും ദൈവകൃപയുള്ളവർ. അവർ രണ്ടൊരു സംസാരം കണ്ടോ? ആ ദൈവകൃപയുള്ളവരുടെ സംസാരം കേട്ടപ്പോൾ ആ അപകടമായി വന്നവൻ ആമേൻ സ്തോത്രം ചലനമില്ലാതെ നിൽക്കുകയാണ്. അടുത്ത വാക്യം വായിച്ചേ. നിന്റെ വിവേകം. നോക്കിയേ, നമ്മളിപ്പോൾ പലരോടും നമ്മൾ ആലോചന പറഞ്ഞു കൊടുക്കും അല്ലേ? ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മൾ ഓരോ കാര്യം ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ എല്ലാവരോടും പറയാറില്ല. ചിലപ്പം ദൈവം തരുന്ന ആലോചന ചിലരോട് കൈമാറും അല്ലേ? കൈമാറുമ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യും? പലരും അവഗണിക്കും. എല്ലാം എന്ത് ചെയ്യും? അവഗണിക്കും. കഴിഞ്ഞ ദിവസം ഒരാൾ ഇന്ന് വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം ഒരാളിങ്ങനെ ഒരു വിഷയത്തിന് എന്നെ ഇങ്ങനെ വിളിച്ചു. അപ്പോൾ ഞാൻ ആത്മാവ് പറഞ്ഞ അതുപോലെ പറഞ്ഞു. ഞാൻ പിന്നത്തെ ശ്രദ്ധിച്ചപ്പം അതിൻ്റെ വള്ളിപ്പുള്ളി മിസ്റ്റേക്കില്ല അത് തന്നെ അങ്ങ് ചെയ്തു. ഞാൻ അപ്പോൾ ചിന്തിച്ചു, കർത്താവേ, ആത്മാവിനെ അനുസരിക്കുന്നവർക്ക് മാത്രമേ അങ്ങനെ ചെയ്യാനായിട്ട് ഞാൻ ചിന്തിച്ചതാണ്. ആത്മാവിനെ അനുസരിക്കുന്നവർക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റൂ. അബീഗയിലൂടെ ദൈവാത്മാവ് ഇറങ്ങിയാണ് ദാവീദിനെ തടുത്തതെന്ന് ആത്മാവിനെ അനുസരിക്കുന്ന ദാവീദിന് മനസ്സിലായി. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അബീഗയിൽ അല്ല സംസാരിച്ചത്, ആ സഹോദരിയിലൂടെ ദൈവമാണ് സംസാരിച്ചതെന്ന് ദാവീദ് ചിന്തിച്ചപ്പോൾ ദാവീദ് ആ യുദ്ധത്തിന് കൊണ്ടുപോയ സകലതും താഴെ ഇട്ടു. ദാവീദിന്റെ സ്വഭാവം മാറി, അവന്റെ മനസ്സ് മാറി. അർത്ഥം എന്താ? ഇതിൽ നിന്ന് ഒരു വള്ളി പോലും മിസ്റ്റേക്ക് ഇല്ലാതെ. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ചർച്ചിനകത്തുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവാലോചന പറയുമ്പോൾ അതുപോലെ ഒപ്പിയെടുക്കുന്ന ഒരു പള്ളിക്കകത്തുണ്ട്. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായെന്ന് എനിക്കറിയില്ല. നമ്മുടെ ഈ ചർച്ചിൻ്റെ കാര്യം പറഞ്ഞ് എന്തെങ്കിലും ആലോചന ശാലിനി സിസ്റ്ററിലൂടെ ചോദിച്ചിട്ട് പ്രാപിക്കുമ്പോൾ അവരതുപോലെ എന്ന് വെച്ചാൽ ഒരു വള്ളിക്ക് ഒരു പുസ്റ്റോപ്പിന് പോലും മാറ്റമില്ലാതെ അതിൻ്റെ അപ്പുറത്ത് ഇടം വലം തിരിയാത്ത ഈ ചർച്ചിനകത്തുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പറയാം, ഹല്ലേലൂയ. ദൈവാലോചനയ്ക്ക് മുൻപിൽ കീഴ്പ്പെടുന്ന മക്കളെ ഒരിക്കലും ദൈവം കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. മാറിപ്പോകുന്ന ദൈവമല്ല, മാറ്റം ദൈവം മതിയായവനാണ്. പാട്ടുകാരൻ പാടി, ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ, ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ, മാറില്ലവൻ
എന്നെ മറക്കില്ലവൻ, മയങ്ങില്ലവൻ, ഊറങ്ങില്ലവൻ, മാറില്ലവൻ, എന്നെ മറക്കില്ലവൻ, മയങ്ങില്ലവൻ, ഊറങ്ങില്ലവൻ. ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ, ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ, ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ. ഹല്ലേലൂയ. ദൈവാത്മാവ് നമ്മളോട് എന്തെങ്കിലും സംസാരിച്ചാൽ അതുപോലെ അനുസരിക്കണം. അനുസരിക്കുന്നവൻ അനുഗ്രഹം ഉറപ്പാണ്. ദൈവാത്മാവ് ഇടപെട്ട് സംസാരിച്ചാൽ അതനുസരിക്കുന്നവൻ അനുഗ്രഹം 100% ഉറപ്പാണ്. ദൈവത്തിന് സ്തോത്രം. അതിനെ തള്ളിക്കളയുന്നവൻ പ്രശ്നത്തിലേക്ക് പോയി വീഴുമ്പോൾ അതിനെ സ്വീകരിക്കുന്നവൻ അനുഗ്രഹത്തോടെ മുന്നോട്ട് പോകും. ദൈവം നമ്മളെ അനുഗ്രഹം അനുഭവിക്കാനാണ് വിളിച്ചത്. ഇവിടെ ഇതാ സ്തോത്രം, ഈ സഹോദരിയുടെ വാക്ക് ദാവീദ് കേട്ടപ്പോൾ ദാവീദിൻ്റെ മനസ്സിനകത്തുണ്ടായിരുന്ന എല്ലാ പിണക്കങ്ങളും മാറി. ദാവീദിന് മനസ്സിലായി ഈ സഹോദരിയുടെ സംസാരിച്ചത് സ്വർഗത്തിലെ ദൈവമാണ്. കണ്ടോ, അടുത്ത വരി വായിച്ചേ. രക്തപാതകവും സ്വന്തം കയ്യിൽ പ്രതികാരവും ചെയ്യാതെ വണ്ണം എന്നെ ഇന്ന് തടുത്തിരിക്കുന്ന നീയും അനുഗ്രഹിക്കപ്പെട്ടവൻ. കണ്ടോ, തിരിച്ചു പറഞ്ഞോട്ടെ, നീ ഇതുപോലെ പറയണം നമ്മളെ കുറിച്ച്, അനുഗ്രഹിക്കപ്പെട്ടവൻ. അടുത്ത് നിന്നോട് ദോഷം ചെയ്യാതെ വണ്ണം, നിന്നോട് ദോഷം ചെയ്യാതെ വണ്ണം എന്നെ തടുത്തിരിക്കുന്ന ദൈവമായ യഹോവയാണ്. ദൈവം തടുത്ത് എന്തുകൊണ്ടാ? ആ വീട്ടിനകത്തുള്ള എല്ലാവരും വിശുദ്ധരായോണ്ടാണോ? അല്ല, അതിനകത്തൊരു സഹോദരി പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനകത്തൊരു സഹോദരി വിശുദ്ധിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവളുണ്ട്. അതിനകത്തൊരു പൈതലുണ്ട്, ക്രിസ്തുവിനായിട്ട് നിൽക്കുന്ന ഒരു പൈതൽ. എന്തെല്ലാം പ്രതികൂലം വന്നിട്ടും എന്തെല്ലാം പ്രശ്നം വന്നിട്ടും ദൈവത്തോട് പാട്ട് നിൽക്കുന്ന ഒരു പിള്ളയുണ്ട്. ആ പിള്ളയെ ദൈവം ആദരിച്ചു കേട്ടോ, ദൈവം സ്നേഹിച്ചു കേട്ടോ, ദൈവം കരുതി കേട്ടോ. ഇതിനകത്തിരുന്ന് പ്രിയ പൈതലെ, താങ്കൾ ആരായാലും ശരി, ഞാൻ വിളിച്ചു പറയട്ടെ, ക്രിസ്തുവിൽ സ്നേഹത്തിൽ നീ ജീവിച്ചാൽ നിന്നിലൂടെ അനേകർ ഒരു അനുഗ്രഹമായി മാറും. ഹല്ലേലൂയ. ആമേൻ. നമ്മൾക്കുള്ള ജീവിതം ഇതുപോലെ ആകട്ടെ, വചനപ്രകാരമാകട്ടെ, ആത്മാവിൽ നിറഞ്ഞാകട്ടെ, ദൈവ ഭയത്തോടെ ആകട്ടെ. ഹല്ലേലൂയ. അല്ലെങ്കിൽ സ്വത്രം നോക്കിയേ, നമ്മളാണെങ്കിൽ അതൊരു സഹോദരിയല്ലേ പറഞ്ഞു, ഞാൻ ഇതിനനുസരിക്കുന്ന ഒരു പാസ്റ്റർ എല്ലാം പറഞ്ഞെങ്കിൽ ഞാൻ ഒരു പാസ്റ്റർ എല്ലാം പറഞ്ഞെങ്കിൽ ചിലപ്പോൾ വേണമെങ്കിൽ ഞാൻ കേൾക്കുമായിരുന്നു. ഇനിയും ആ സിസ്റ്റർ പറയുന്നത് ഞാൻ കേൾക്കേണ്ട കാര്യമൊന്നും ഇവിടെ ആരാ പറഞ്ഞേ? ഇവിടെ ആരാ പറഞ്ഞേ? ഇവിടെ ആരിലൂടെ പരിശുദ്ധാത്മാവ് പറഞ്ഞേ? ആ സഹോദരിയിലൂടെ അല്ലേ? ഈ മനുഷ്യൻ തിരിച്ചു പറഞ്ഞെന്താ? യഹോവ തടുത്തു. കണ്ടോ, അർത്ഥം എന്താ? അവന് മനസ്സിലായി ഈ സഹോദരിയുടെ പറഞ്ഞതെല്ലാം അവൻ്റെ ദൈവമാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ദൈവമാണ്, അംഗീകരിച്ചു. അടുത്തവർ വായിച്ചേ. നീ ബന്ധപ്പെട്ട് എന്നെ എതിരേറ്റ് വന്നിരുന്നില്ലെങ്കിൽ നേരെ പുലരുമ്പോഴേക്കും പുരുഷ പ്രജ ഒന്നും ശേഷിക്കയില്ലായിരുന്നു. അടുത്ത് പിന്നെ അവൾ കൊണ്ടുവന്നത് ദാവീദ് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി അവളോട് സമാധാനത്തോടെ വീട്ടിലേക്ക് പോകാ. ഇതാ ഞാൻ നിന്റെ വാക്ക് കേട്ട്. നോക്കിയേ, ഒരു രാജാവ് ഒരു സഹോദരനിലൂടെ ദൈവാത്മാവ് ഇടപെട്ടപ്പോൾ രാജാവ്, കൊട്ടാരത്തിനകത്തിരിക്കുന്ന രാജാവ്, ഇന്ന് ഇതിനകത്ത് ആരോടൊക്കെ സംസാരിക്കുകയാണ്. മകനെ, മകളെ, നമ്മൾ കർത്താവിൽ ജീവിക്കുമ്പോൾ, ആത്മാവിൽ നിറയുമ്പോൾ, കൊട്ടാരത്തിനകത്തിരിക്കുന്ന രാജാവ് മാത്രമല്ല, ഏത് ഉന്നതങ്ങളിൽ ഇരിക്കുന്ന, ഉന്നത പദവിയിൽ ഇരിക്കുന്നവരായിരുന്നാലും നമ്മളിൽ ക്രിസ്തുവാണ് നിറഞ്ഞു നിൽക്കുന്നതെങ്കിൽ വരുന്ന നാളുകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ചെയ്യേണ്ടത് നമ്മളിലൂടെ ചെയ്യുമെന്ന് ഇന്ന് ഇതിനകത്ത് ആരോടൊക്കെ ദൈവാത്മാവ് ഇടപെടുകയാണ്. പ്രിയ പൈതലെ, വിശ്വസ്തയോടെ ജീവിച്ചാൽ, ദൈവ ഭയത്തോടെ ജീവിച്ചാൽ, ദൈവ കൃപയോടെ ജീവിച്ചാൽ, ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ജീവിച്ചാൽ, പ്രശ്നങ്ങളിലൂടെ ആയിരിക്കും ഒരുപക്ഷെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, പ്രതികൂലങ്ങളിലൂടെ ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്, പ്രതിസന്ധികളിലൂടെ ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെയൊക്കെ പോകുമ്പോഴും, ഏതൊക്കെ ദേശത്ത് സഞ്ചരിക്കുമ്പോഴും ക്രിസ്തുവിലൂടെയാണ് സഞ്ചരിക്കുന്നത്, ജീവിക്കുന്നതെങ്കിലും ഞാൻ പറയാം, കൊട്ടാരത്തിനകത്തിരുന്ന ദാവീദ് രാജാവ്, ഇതാ രാജാവ് തന്നെ ഈ സഹോദരിയുടെ വാക്ക് കേട്ട് സ്വത്രം തിരിച്ചു പോവുകയാണ്, അനുഗ്രഹിച്ചിട്ട് തിരിച്ചു പോവുകയാണ്. കണ്ടോ, രാജാവ്, ആമേൻ, ദൈവത്തിന് സ്വത്രം, ദൈവത്തിൻ്റെ ആത്മാവിനെ അനുസരിച്ചു. നമ്മൾ എത്ര പേര് ദൈവാത്മാവിനെ അനുസരിക്കാറുണ്ട്? ദൈവാത്മാവ് നമുക്ക് ആലോചനകൾ തരും. മക്കളെ, ഇത് നീ ചെയ്യരുത്, നീ അങ്ങോട്ട് പോകരുത്, ആ വഴിയെ പോകരുത് പറഞ്ഞിട്ട് വരുമ്പോൾ വീണ്ടും അന്നത്തെ ദിവസം കുറച്ച് ഫുള്ള് കൂടുതലായിരിക്കും. എന്നാൽ പിന്നെ ഞാൻ അനുസരിച്ചത് തന്നെ എന്ന് പറയുന്ന ആൾക്കാരും കാണാം. ഒരു പക്ഷേ ഞാൻ പറയാം സ്നേഹിതരെ, ആത്മാവിനെ അനുസരിച്ചാൽ ജഡത്തിൻ്റെ പ്രവൃത്തി തകരും. ആത്മാവിനെ അനുസരിച്ചാൽ ജഡത്തിൻ്റെ പ്രവൃത്തി ജയിക്കത്തില്ല. ആത്മാവിനെ നമുക്ക് അനുസരിച്ച് ജീവിക്കാം, പാപത്തെ ജയിക്കാം,
നമ്മളൊരു ദൈവ പൈതലാണെന്നുള്ള കാര്യം ഓർത്തുകൊള്ളണം. അടുത്ത വാക്യം ദാവീദ് പറയുന്നു, വായിച്ചേ അടുത്ത വരി. ഞാൻ നിന്റെ വാക്ക് കേട്ട് മുഖം ആദരിച്ചിരിക്കുന്നു. നോക്കിക്കേ, രാജാവ് പറയാണ്, സഹോദരി, നിന്റെ വാക്ക് ഞാൻ കേട്ട് നിന്റെ മുഖത്തെ ഓഹോ ക്രിസ്തുവിന്റെ മകളുടെ മുഖത്തെ ആദരിക്കുന്ന അനുഭവം കണ്ടോ. ക്രിസ്തുവിന്റെ മകന്റെ മുഖത്തെ, ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു പൈതലിനെ ആദരിക്കുന്ന സമയമുണ്ട് കേട്ടോ. ആദരിക്കുന്ന അതെ അതെ, ഇതിനകത്ത് ആരോടൊക്കെ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി സ്പഷ്ടമായി സംസാരിക്കുകയാണ്. കഴിഞ്ഞ നാളുകൾ നിന്റെ ജീവിതത്തിലൂടെ, നിന്റെ വായിലൂടെ വന്ന വാക്കുകൾക്ക് ഒന്നും തോന്നിയില്ലെങ്കിൽ വരുന്ന നാളുകളിൽ അനേകർ നിന്റെ ശബ്ദത്തിലൂടെ യേശുവിനെ കേൾക്കാൻ പോകുന്നു, യേശുവിനെ അറിയാൻ പോകുന്നു, യേശുവിന്റെ സാന്നിധ്യം അറിയാൻ പോകുന്നു. നിന്നെ ആദരിക്കാൻ നിന്നിലൂടെ യഹോവയാണ് പറയുന്നതെന്ന്, നിന്നിലൂടെ ഇടപെടുന്നത് യഹോവയാണെന്ന്, നിന്നിലൂടെ യഹോവയാണ് സംസാരിക്കുന്നതെന്ന് നിന്നെ ആദരിക്കുന്ന ദിവസം. അതെ 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 അതെ, ആ കൃപയെ പ്രാപിക്കുക, ബലം പ്രാപിക്കുക, ആ ശക്തിയെ പ്രാപിക്കുക, അഭിഷേകം പ്രാപിക്കുക. വചനത്തിൽ പറയുന്നു, കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. ആരോടൊക്കെ ആലോചന പറയുകയാണ്, ഇന്ന് ആ ആലോചന വീണവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. അവർക്കത് അറിയാൻ പറ്റും, അത് എന്നോടാണ് സംസാരിച്ചെന്ന് അറിയാൻ പറ്റും. അങ്ങനെയുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ശക്തിയെ പുതുക്കിക്കൊള്ളുക, ശക്തിയെ പുതുക്കിക്കൊള്ളുക. കഴിഞ്ഞ നാൾ വരെയും ആദരിക്കാത്ത മുഖമാണോ, ആദരിക്കാത്ത ശബ്ദമാണോ, എവിടെയൊക്കെയോ വീണുപോയി, എല്ലാവർക്കും അത് വിരോധമായി മാറി. എന്നാൽ ഈ നാളുകളിൽ നിന്നിലൂടെ യേശുവിനെ മറ്റുള്ളവർ കണ്ട് ആദരിക്കാൻ പോയ നീ പറയുന്ന വാക്കുകൾ അത് സത്യമെന്ന് ഗ്രഹിച്ച് ദൈവത്തെ ഭയപ്പെടാൻ പോകുന്നുവെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനകത്ത് ആരോട് വ്യക്തമായിട്ട് സംസാരിക്കുകയാണ്, മക്കളെ, നിന്റെ വാക്കുകൾ കഴിഞ്ഞ നാളുകളിൽ ആർക്കും ഒരു പ്രയോജനം വന്നില്ലെങ്കിലും ഇന്നു മുതൽ നമ്മുടെ ശബ്ദം അനേകർക്ക് തടുപ്പായ, അനേകർക്കൊരു താങ്ങായി, അനേകർക്കൊരു ബലമായി, അനേകർക്കൊരു കൃപയായി, അനേകർക്കൊരു വിടുതലായി, അതെ, അനേകർക്കൊരു ആശ്വാസമായി. ചിലരെ തട്ടി ആശ്വസിപ്പിക്കുക, ചിലരെ തട്ടി ബലപ്പെടുത്താൻ, ചിലരെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുക. ആമേൻ ആമേൻ ആമേൻ. ചിലരോട് ആലോചന പറയാ, ദൈവത്തിന്റെ ദൂത് വിളിച്ചു പറയാ, ദൈവ ശബ്ദം ആരോടൊക്കെ ഇടപെടുകയാണ്. ദൈവ ശബ്ദം വിളിച്ചു പറയാ. നീ ഏത് കോട്ടയ്ക്കകത്ത് ചെന്ന് നിൽക്കുമ്പോൾ, ഏത് പ്രശ്നത്തിനകത്ത് ചെന്ന് നിൽക്കുമ്പോൾ നീ ക്രിസ്തുവിനാൽ നിറഞ്ഞു നിന്ന് അവിടെ ആത്മാവിനെ അനുസരിച്ച് ആത്മാവിന്റെ ശബ്ദം വിളിച്ചു പറയാ. ജീസസ് 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 ജീസസ്. നീ എവിടെ പോകുമ്പോൾ, നീ എവിടെ വരുമ്പോൾ, എവിടെ ആയിരിക്കുമ്പോൾ ദൈവാത്മാവിന്റെ ശബ്ദം വിളിച്ചു പറയാ. ദൈവം നിന്നെ കാണുന്നു എന്ന്. അതെ 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 അതെ. ദാവീദ് സഹോദരിയുടെ മുഖത്തെ ആദരിച്ചു. അവൾ പറഞ്ഞതെല്ലാം അതുപോലെ അനുസരിച്ചു. ദാവീദ് അംഗീകരിച്ചു, രാജാവായിരുന്നവൻ അംഗീകരിച്ചു. അങ്ങനെയെങ്കിൽ നീ ഏറ്റവും ചെറിയൊരു സ്റ്റാഫ് ആയിരിക്കാം, പക്ഷെ നിന്നിലൂടെ ഹല്ലേലൂയ, നീ പോകുന്ന സ്ഥാപനത്തിന്റെ ഏറ്റവും മേലധികാരിയോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുവാൻ ഒരുപാട് സംഭവങ്ങളൊന്നും വേണ്ട. ക്രിസ്തു നമ്മളിൽ നിറഞ്ഞാൽ ജീസസ് 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 ജീസസ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ആത്മാവുള്ളവരായി മാറാം, കൃപയുള്ളവരായി മാറാം, അഭിഷേകമുള്ളവരായി മാറാം. നമ്മൾ സാധാരണക്കാരല്ല പ്രിയരെ. യേശു കർത്താവ് നിറഞ്ഞ പൈതൽ സാധാരണക്കാരല്ല, സാധാരണക്കാരി അല്ല. ഹല്ലേലൂയ. കൃപയുള്ള പൈതൽ അത് മണവാട്ടി അത്രേ, മണവാളന്റെ കൂടെ നടക്കേണ്ട മണവാട്ടി അത്രേ. ഈ ഭൂമിയിലും അവൾ മണവാട്ടി, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവൾ മണവാട്ടിയാണ്, അവൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരു വിശുദ്ധ പൈതലാണ്. സംസാരം വിശുദ്ധ, നോട്ടം വിശുദ്ധ, ചിന്ത വിശുദ്ധ, ഇടപെടൽ വിശുദ്ധ. എല്ലാവരോടും ആമേൻ 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 ആമേൻ. നിന്നെ അതിന് വേർതിരിച്ചിരിക്കുന്നു, നമ്മെ അനേകരെ വേർതിരിച്ചിരിക്കുന്നു, ഇതിനകത്ത് അനേകരെ വേർതിരിച്ചിരിക്കുന്നു. അപ്രകാരം ജീവിക്കാൻ ദൈവം വേർതിരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. മറിയെപ്പോലെ ദൈവം വേർതിരിച്ചിരിക്കുന്നു. ചിലരെ വേർതിരിച്ച് വെച്ചിരിക്കുക. എന്തിനു വേണ്ടി അറിയാമോ? അപ്പനില്ലാതെ ഞാൻ പോകത്തില്ലെന്ന് പറയുന്ന ചിലരെ. അപ്പനില്ല ഞാൻ വീട്ടിൽ പോകത്തില്ല, അപ്പനില്ല ഞാൻ ഇന്ന് പുറത്ത് പോകത്തില്ല, അപ്പനെ കണ്ടല്ല ഞാൻ എണീക്കത്തില്ല, അപ്പനോട് സംസാരിച്ചിട്ടല്ലാതെ, ആ ശബ്ദം കേട്ടിട്ടല്ലാതെ, ആമേൻ ആമേൻ ആമേൻ, അപ്പനെ കണ്ടിട്ടല്ലാതെ, അപ്പനെ എടുത്തോണ്ട് ഞാൻ പൊയ്ക്കൊള്ളാം. അപ്പനെ കണ്ടു കിട്ടാതെ, ദൂതനെ കണ്ടാ പോകാത്ത മറിയ, ആരെ കണ്ടിട്ടും പോകാത്തതുപോലെ ഇന്ന് ഇതിനകത്തിരിക്കുന്ന ചില മക്കളോട് വിളിച്ചു പറയണ, പൈതലേ, നിന്റെ ഹൃദയ ദൈവം കാണുന്നുണ്ട്. ജീസസ് ജീസസ് ജീസസ്. വ്യത്യസ്തമായ വേദനയോടായിരിക്കും വന്നത്. കഴിഞ്ഞ നാളുകളിൽ സംസാരിച്ച വാക്കുകളെല്ലാം അനേകർക്ക് വിരോധമായി തോന്നിക്കാണാം. എന്നാൽ ഇന്ന് ആളുകളിൽ നിന്നെ മുഖം ആദരിക്കുന്ന ദൈവം ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. അടുത്ത വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നത് വായിച്ചേ. അബീഗയിൽ നാബാലിന്റെ അടുക്കൽ എത്തിയപ്പോൾ അവൻ തന്റെ വീട്ടിൽ മതി. ഹല്ലേലൂയ. നിന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, സ്വത്രം, ക്രൂരനായ ഒരു സഹോദരന്റെ കൂടെയാണ് ഈ ദൈവകൃപയുള്ള പിള്ള ജീവിക്കുന്നത്. കണ്ടോ, ദൈവകൃപയുള്ള പൈതൽ ജീവിക്കുന്നത് എവിടെയാണ്? ഇവിടെ ആരോടാണ് ജീവിക്കുന്നത്? ക്രൂരതയുള്ള ഒരാളിനോടാണ് ജീവിക്കുന്നത്. അവൻ കഠിനമായി സംസാരിക്കുന്ന ഒരാളിനോട് ജീവിക്കുന്നത്. പക്ഷെ അത്രമാത്രം കൃപ ദൈവം ആ സഹോദരിക്ക് കൊടുത്തിരുന്നു. ഇന്ന് ഇതിനകത്തും ഏത് സാഹചര്യത്തിനകത്തും, ഏത് സാഹചര്യത്തിനകത്തും കൃപയോടെ ജീവിക്കാൻ
വേണ്ട അഭിഷേകം ആർക്കൊക്കെ ആഗ്രഹമുണ്ട്? കർത്താവിനോട് പറഞ്ഞേപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ ഇന്നെനിക്ക്, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ ഇന്നെനിക്ക്. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനെ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ ഇന്നെനിക്ക്, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ ഇന്നെനിക്ക്, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ ഇന്നെനിക്ക്, കൃപ വേണമപ്പാ, കൃപ. യേശുവിനോട് പറഞ്ഞപ്പാ, എനിക്ക് കൃപ വേണമപ്പാ, എനിക്ക് കൃപ വേണമപ്പാ. അപ്പന്റെ കൃപയിൽ ജോലി ജീവിക്കാൻ കൃപ വേണമപ്പാ. ഏത് അനുഭവത്തിനകത്തൂടെ പോകുമ്പോഴും പാപം ചെയ്യാൻ ജീവിക്കാൻ കൃപ വേണമപ്പാ. ഒരു ക്രൂരതയോടെ അല്ല, ക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ നിറഞ്ഞ് ജീവിക്കാൻ എനിക്ക് കൃപ വേണമപ്പാ. കൃപ വേണം, കൃപ വേണം, കൃപ കൃപ വേണം, കൃപ വേണം, കൃപ വേണം, കൃപ വേണം. പറഞ്ഞേ, കൃപ വേണം, കൃപ വേണം. ചൊന്നതല്ലയോ നാമത്തിൽ കൂടിന്നിടത്തെല്ലാം തിരുസാന്നിധ്യം വരുമെന്ന് അവൻ ചൊന്നതല്ലയോ, അന്നു ചൊന്നതല്ലയോ. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ ഇന്നെനിക്ക്, 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 കൃപ വേണം. അപ്പ പാവത്തെ ജയിക്കാൻ, ക്രിസ്തുവിനായി ജീവിക്കാൻ, ഏത് സാഹചര്യത്തിലും, ഏത് പ്രശ്നങ്ങളുടെ നടുവിലും, ഏത് പ്രതിസന്ധിയുടെ നടുവിലും ക്രിസ്തുവിനെ വെളിപ്പെടുത്തി ജീവിക്കാൻ എനിക്ക് കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ ഇന്നെനിക്ക്. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ആ സഹോദരനോട് ജീവിക്കുമ്പോഴും ഈ സഹോദരിക്ക് കൃപ നഷ്ടപ്പെടുത്തുന്ന ഒന്നും അവർ ചെയ്തില്ല. കണ്ടോ, അതിനത്ര മാത്രം കൃപ ആരുടെ മേലുണ്ടായിരുന്നു? ഇവരെല്ലായിടത്തും സൈലന്റ്. ഓ, എല്ലായിടത്തും ഈ സഹോദരി ആരാ സൈലന്റ്? അവരോട് ചോദിച്ചാൽ അവർ പറയും, സ്തോത്രം. ന്യായാധിപൻ പുസ്തകം വായിക്കുമ്പോൾ അതിനകത്തുകൊണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മൾ ഒരുപാട് തവണ ചിന്തിച്ചിട്ടുള്ള വചനമാണ്. 9-ാം അധ്യായം അതിൻ്റെ 7-ാം വചനം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു. 7 വചനം വായിച്ചേ, 7 മുതൽ അങ്ങോട്ട് വായിച്ചേ, 9-ന്റെ 7. ആ സഹോദരിക്ക് എന്ത് ഓഫർ കിട്ടിയാലും ആ സഹോദരി ക്രിസ്തുവിൽ നിന്ന് മാറത്തില്ല. ഒരു ദൈവത്തിൻ്റെ പൈതലിന് ഈ ലോകം എന്ത് ഓഫർ വെച്ചാലും ആ കൃപയിൽ നിന്ന് അവൾ മാറത്തില്ല, ആ ക്രിസ്തുവിൽ നിന്ന് അവൾ മാറത്തില്ല, ആ സാന്നിധ്യം വിട്ട് മാറത്തില്ല. ആമേൻ. അവൾ പാപത്തിലേക്ക് പോകത്തില്ല. ഒരു ദൈവത്തിൻ്റെ പൈതലാണോ, ദൈവത്തിൻ്റെ മകനാണോ, മകളാണോ, ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞ, ക്രിസ്തുവിനെ കണ്ടറിഞ്ഞ, ക്രിസ്തുവിനെ തൊട്ടറിഞ്ഞ, ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കുന്ന ഒരു പൈതൽ തീച്ചുളക്കകത്തൂടെ പോകുമ്പോഴും അവൾ ഭയപ്പെടുകയില്ല. അവൾ പറയും, എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്. ആ പൈതൽ പറയും, എൻ്റെ കർത്താവ് എന്നോട് കൂടെയുണ്ട്. നോക്കിയേ, നിങ്ങൾ കർത്താവിനെ, നമ്മളെല്ലാവരും കർത്താവിനെ ആരാധിക്കുന്നവരാണ്. വ്യത്യസ്തമായ പ്രശ്നം വരുമ്പോൾ നമുക്കറിയാം നമ്മൾ നിൽക്കുമെന്ന് നമുക്ക് അപ്പോഴാണ് മനസ്സിലാകുന്നത്. തെറിച്ചു പോകുന്നത് അപ്പോഴാണ് കാണുന്നത്. പ്രതിസന്ധി വരുമ്പോൾ തെറിച്ചു പോകുന്ന അപ്പോഴാണ് കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ഈ സഹോദരിയുടെ ജീവിതത്തിൽ പ്രതിസന്ധി വന്നപ്പോൾ അവളുടെ ആ വാചനം വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി, ഈ സഹോദരിയുടെ അകത്ത് പകർന്നിരിക്കുന്ന അഭിഷേകം പ്രതിസന്ധികളെ ജയിക്കാനുള്ളതാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇവരുടെ മേൽ പകർന്നിരിക്കുന്ന ഒരു അഭിഷേകം പ്രതിസന്ധി വരുമ്പോൾ തോറ്റുപോകുന്ന അഭിഷേകമല്ല. പ്രതിസന്ധി വരുമ്പോൾ അവക്കകത്ത് നിന്ന് പ്രതിസന്ധികളെ ജയിച്ച് ആത്മാവിൻ്റെ അഭിഷേകത്തോടെ പുറത്തു വരത്തക്ക നിലവാരത്തിൽ ആത്മാവിൽ സംസാരിക്കുന്ന, ആത്മാവിൽ തണുപ്പിക്കുന്ന, ആത്മാവിൽ തീയെ അണയ്ക്കുന്ന, ആത്മാവിൽ ഇറങ്ങിച്ചെന്ന ആലോചന പറയുന്ന, രാജാവിൻ്റെ മുഖത്ത് നോക്കി ആലോചന പറയുന്ന ഒരു ദൈവദാസിയായി, ഓ തീ 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 സ്വർഗീയ അഭിഷേക, സ്വർഗീയ അഭിഷേക, സ്വർഗീയ അഭിഷേക, സ്വർഗീയ അഭിഷേക. ആളി കത്തുന്ന സാഹചര്യത്തിനകത്ത്, ആളി കത്തുന്ന വിഷമങ്ങൾക്കകത്ത് ദൈവത്തിന്റെ കൃപയുള്ള പൈതലിനെ തകർക്കാൻ ആർക്കും കഴിയില്ല.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രശ്നത്തിന് നിന്നെ മുക്കാൻ കഴിയത്തില്ല, പ്രതിസന്ധിക്ക് നിന്നെ മുക്കാൻ കഴിയത്തില്ല, വീട്ടുകാർ നിന്നെ ഒരുമിച്ച് ഒറ്റപ്പെടുത്തിയാലോ നിന്നെ തകർക്കാൻ കഴിയത്തില്ല, നാട്ടുകാർ നിന്നെ ഒരുമിച്ച് വലിച്ചഴച്ചു കൊണ്ടുപോയാലോ നിന്നെ തകർക്കാൻ കഴിയത്തില്ല. കാരണം നിന്റെ അകത്ത് പകർന്നത് പ്രശ്നത്തെ ജയിക്കുമ്പോൾ, പ്രശ്നത്തിനകത്ത് വീഴുമ്പോൾ അവിടെ ജയിക്കാനുള്ള ഒരു ശക്തിയാണ്. തീയിൽ കുരുത്തത് വെയിലത്ത് വാടത്തില്ല, തീയിൽ കുരുത്തത് വെയിലത്ത് ഓ ആമേൻ, 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 ആമേൻ. അതെ, 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 അതെ. തീയിൽ കുരുത്തത് വെയിലത്ത് വാടത്തില്ല. ജീസസ്, 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 ജീസസ്. ആത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് പ്രശ്നങ്ങളുടെ ചോദനകളുടെ നടുവിലൂടെ, തീച്ചുകളുടെ നടുവിലൂടെ ഉരുക്കി ഉടച്ച് പണിതെടുത്ത് കുശവന്റെ കയ്യിലിരിക്കുന്ന കളിമൺ പാത്രമേ, നിന്നെ തകർക്കാൻ ശത്രുവിന് കഴിയില്ല. ജീസസ്, 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 ജീസസ്. ആമേൻ, ആമേൻ, ആമേൻ. നിന്നെ തള്ളിയിടാൻ പലതരത്തിലുള്ള പ്രശ്നം ഒരുപക്ഷെ നിന്റെ ചുറ്റും വന്നിരിക്കാം. എന്നാൽ ഹല്ലേലൂയ, ചൂളക്കകത്ത് വെന്തിറങ്ങി വന്ന ആ കളത്തിനകത്ത് ആമേൻ, അത് തിളക്കേണ്ട വണ്ണം തിളയ്ക്കും, വേഗേണ്ട വണ്ണം വേഗം. അതിനെ പൊളിക്കാൻ ആർക്കും പറ്റത്തില്ല. ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. തീച്ചൂളക്കകത്ത് വെന്തിറങ്ങി വന്ന കളത്തെ വീണ്ടും എത്ര വെള്ളം വെച്ച് തിളപ്പിച്ചാലും കലത്തിന് ഒരു ദോഷവും പറ്റത്തില്ല. കാരണം എന്താ? കലത്തിനകത്ത് വീഴുന്നത് വേഗം, എന്നാൽ കലം തകരത്തില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? കാരണം എന്താ? കലം തീക്കകത്തൂടെ പണിത് പുറത്ത് ക്രിസ്തു കൊണ്ടുവന്ന കലമായത്. ഇത് പ്രശ്നം വരുമ്പോൾ ഹല്ലേലൂയ, വിറക് കൂടുതൽ വെച്ചാലും വിറക് കുറച്ച് വെച്ചാലും നിരന്തരം ആ കല ഉപയോഗിച്ചാലും ആ കലത്തിന് ഒരു കുഴപ്പം വരുന്നില്ല. എന്താ കാര്യം? ആ കലത്തിന് പറയാനൊരു സാക്ഷ്യമുണ്ട്. ഹല്ലേലൂയ. നമുക്കറിയാം മൺകലം എപ്പോഴും അത് തീച്ചൂളക്കകത്ത് വെച്ച് നല്ല രീതിയിൽ വെന്താണ് പുറത്തെടുക്കുന്നത്. അതിനകത്ത് എത്ര ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം അതിനകത്ത് കഞ്ഞി വെച്ചാലും, അടുത്ത് വീണ്ടും ആ കലം തന്നെ കറി വെച്ചാലും, നേരം വെളുത്ത ഇരുട്ടുന്നവനെ കത്തിച്ചുകൊണ്ടിരുന്നാലും അത് വീണ്ടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. എന്താ കാര്യം? എടാ, നീ എത്ര തീ ഇട്ടാലും നീ ആകുന്ന തീക്ക് നശിപ്പിക്കാൻ പറ്റുന്നതിനേക്കാളും അപ്പുറമുള്ളൊരു തീ ചൂളക്കകത്ത് കുശവൻ എന്നെ വേവിച്ചിട്ടാണ്. ജീസസ്, 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 ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ മണവാട്ടി തകർക്കാൻ പറ്റത്തില്ല. ക്രിസ്തുവിൽ ജീവിക്കുന്ന പൈതലെ തകർക്കാൻ പറ്റത്തില്ല. പ്രശ്നത്തിന്റെ നടുവിൽ അവൾ ജയത്തോടെ നിൽക്കും. ആമേൻ. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. ക്രിസ്തുവിൽ നോക്കുന്ന പിള്ള ലജ്ജിക്കത്തില്ല. അഭിഷേകമുള്ള പിള്ള, കൃപയുള്ള പിള്ള, അധികാരമുള്ള പിള്ള, ദൈവശക്തിയുള്ള പിള്ള പ്രതികൂലങ്ങളുടെ നടുവിൽ പതറിപ്പോകത്തില്ല. ജയിച്ച് തീ 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 ആത്മാവിന്റെ തീ, ആത്മാവിന്റെ തീ, ആത്മാവിന്റെ തീ, ആത്മാവിന്റെ തീ. പ്രതികൂലമുണ്ട്, പ്രശ്നമുണ്ട്, കണ്ണിന് നടുവിലൂടെയാണ് പോകുന്നത്. നിന്റെ മേൽ അഭിഷേകം ഉണ്ടെങ്കിൽ ഞാൻ പറയാം, അതെ, 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 നിന്നെ തകർക്കാൻ, നിന്നെ നശിപ്പിക്കാൻ കഴിയത്തില്ല. ഓ ജീസസ്, 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 ജീസസ്. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കലം പറയും, എൻ്റെ അകത്തൊഴിക്കുന്ന വെള്ളം തിളയ്ക്കുന്നതല്ലാതെ എനിക്കൊന്നും പറ്റത്തില്ല. എൻ്റെ അകത്ത് തിളയ്ക്കുന്ന വെള്ളത്തിനകത്തിരുന്ന് അരി വേകുന്നതല്ലാതെ എനിക്കൊന്നും പറ്റാൻ പോകുന്നില്ല. എടാ, നിന്നെക്കാളും വലിയ ചൂളക്കകത്ത് ഞാൻ കത്തി എരിഞ്ഞ് അമർന്ന് വന്നതാ. ആ കല ഇനി വേകാൻ ഒരു സ്ഥലവുമില്ല, മൊത്തം വെന്തിറങ്ങിയതാ. അഭിഷേകത്തിന് നിറവ് പ്രാപിച്ച പൈതലേ, നിങ്ങൾക്ക് എത്രയൊക്കെ വെളിപ്പെടുത്താൻ എനിക്ക് അറിയത്തില്ല. അഭിഷേകത്തിന് നിറവ് പ്രാപിച്ച പൈതലേ, നിന്നെ എത്ര തീക്കാത്തൊരു ചുട്ടാലും കൃപ, 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 കൃപ. നിന്ന പരിഹാസം, ദൂഷി, ഒറ്റപ്പെടൽ, എതിർപ്പുകൾ, ആമേ, കളിവാക്കുകൾ, ആമേ, പരാതികൾ, പരാധീനതകൾ, മോശം വാക്കുകൾ പറഞ്ഞ് നിന്നെ ഒറ്റപ്പെടുത്തുമ്പോഴും ഓ ജീസസ്, ജീസസ്, ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു പൈതലെ എന്തെല്ലാം ഓഫർ കൊണ്ടുവന്ന് മുൻപിൽ വെച്ചാലും ആ പിള്ള ഒരിക്കലും ദൈവത്തിന് അകലൂല. പൈതലെ എന്ത് ഓഫർ കണ്ടാലും ആ ഓഫറിന്റെ മുമ്പിൽ കണ്ണ് മഞ്ഞളിക്കുന്നതല്ല ദൈവ പൈതൽ. ഓ ജീസസ്. എന്ത് ഓഫർ കൊണ്ടുവച്ചാൽ അവൾ പറയും, എനിക്കെൻ്റെ പ്രിയന്റെ കൽപ്പനകളുണ്ട്, അതെൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കണം. എനിക്ക് തന്ന ഒരു അഭിഷേകമുണ്ട്, എൻ്റെ മേൽ വീണിട്ടുള്ള ഒരു ശക്തിയുണ്ട്, എന്നെ തെരഞ്ഞെടുത്ത ഒരു തെരഞ്ഞെടുപ്പുണ്ട്. ഓ ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. എനിക്കുള്ളവ എന്നെ അറിയുന്നു, ഞാൻ അവയെയും അവ എന്നെയും അറിയുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു, എനിക്കുള്ളവ എന്നെ അറിയുന്നു, ഞാൻ അവയെ അറിയുന്നു.
അവ എന്നെ അറിഞ്ഞ് എന്നെ അനുഗമിക്കുന്നു. 10-ാം അധ്യായത്തിനകത്ത് അവ എന്നെ അറിഞ്ഞ്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേട്ട് എൻ്റെ പിന്നാലെ വരുന്നു. അവയെ അപഹരിക്കുവാൻ ആർക്കും കഴിയത്തില്ല. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേട്ട് എൻ്റെ പിന്നാലെ വരുന്നു. ഹല്ലേലൂയ. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേട്ട് എൻ്റെ പിന്നാലെ വരുന്നു. അവയെ അപഹരിക്കുവാൻ ആർക്കും കഴിയത്തില്ല. ചൂളക്കകത്ത് വെന്തിറങ്ങി വന്ന കലമാകുന്ന പൈതലെ, കുശവന്റെ കയ്യിലെ കളിമൺ പാത്രമേ, ആമേൻ ആമേൻ. നിന്നെ തകർക്കാൻ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ ഉയരത്തിലുള്ളതിനോ ആഴത്തിലുള്ളതിനോ ഒരു ശക്തിക്കും കഴിയത്തില്ല. കഴിയത്തില്ല. പറ, ധൈര്യത്തോടെ പറ, കഴിയത്തില്ല. ആമേൻ ആമേൻ. എന്നെ തെരഞ്ഞെടുത്തത് ആരെന്ന് ഞാൻ അറിയുന്നു. ആ കർത്താവ് ഉപനിധി അന്ത്യം വരെ വഴി നടത്തുവാൻ ഈ ദൈവം മതി ആയവൻ. ഓഫർ കണ്ട് വീഴുന്നതല്ല മണവാട്ടി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞാനും നിങ്ങളും കർത്താവിലാകുമ്പോൾ നമ്മുടെ അടുക്കൽ ഓഫറുമായിട്ട് ഒരുപാട് പേര് വരും. നിങ്ങൾ കൂട്ടുകാരോട് കൂട്ട് വിട്ട് കഴിയുമ്പോൾ കൂട്ടുകാരികൾ വീട്ടിൽ വരും ഓഫറുമായിട്ട്. ദൈവത്തിന് സ്തോത്രം. എന്ത് ഓഫർ? നിങ്ങൾ അവിടെ ആക്കാം ഇവിടെ ആക്കാം, നിങ്ങൾ പള്ളി പോകാതിരുന്നാതെന്ന് പറയും, ഞങ്ങളിവിടെ വന്നാതെന്ന് പറയും. അതാ എഴുതിയിരിക്കുന്നത് ന്യായാധിപൻ പുസ്തകത്തിനകത്ത് 9-ാം അധ്യായത്തിനകത്ത് 7-ാം വാക്യം മുതൽ വായിച്ച് അതിനെക്കുറിച്ച് യോനാവിന് അറിവ് കിട്ടിയപ്പോൾ അവന് ഗെരിസിം മലമുകളിൽ ചെന്ന് ഉച്ചത്തിൽ അവരോട് വിളിച്ചു പറഞ്ഞതെന്നാൽ, ശെഖേം പൗരന്മാരെ, ദൈവം നിങ്ങളുടെ സങ്കടം കേൾക്കേണ്ടതിന് നിങ്ങൾ എന്റെ സങ്കടം കേൾപ്പിൻ. പണ്ടൊരിക്കലും വൃക്ഷങ്ങൾ തങ്ങൾക്ക് ഒരു രാജാവിന് അഭിഷേകം ചെയ്യുവാൻ പോയി. അവ ഒരു വൃക്ഷത്തോട് ആദ്യം എവിടെ പോയി? ഒരു വൃക്ഷത്തിനടുത്ത് പോയി അല്ലേ? നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഒലിവ് വൃക്ഷത്തിനടുത്തിൽ പോയി. അടുത്ത് നീ ഞങ്ങൾക്ക് രാജാവായിരിക്കുമെന്ന് പറഞ്ഞു. അതിനെ ഒരു വൃക്ഷം പറഞ്ഞു, ദൈവവും മനുഷ്യരും എന്നെ പുകഴ്ത്തുവാൻ ഹേതുവായിരിക്കുന്ന പുഷ്ടി. എങ്ങനെ ആരൊക്കെ പുകഴ്ത്തുന്നു? ക്രിസ്തുവിൽ ജീവിക്കുന്ന പൈതലിന് അനുഗ്രഹമുണ്ട്. ആ പൈതൽ അതാ പറഞ്ഞേ ക്രിസ്തുവിൽ ജീവിക്കുന്ന മണവാട്ടിയേ, ലോകം നിന്നെ നോക്കുമ്പോൾ നീ മോശമായിട്ട് നിനക്ക് തോന്നിയെന്ന് വരാം, പലരും പലതും പറഞ്ഞെന്ന് വരാം, പക്ഷേ നീ ഇതൊന്നും വിട്ടു പോകേണ്ടവളല്ല. ഓ ജീസസ്. അതിനോട് വന്ന് ചോദിച്ചു, നീ രാജാവാകുമെന്ന് ചോദിച്ചു. അപ്പൊ എന്താ പറഞ്ഞേ? ഒലിവ് ദൈവവും മനുഷ്യരും എന്നെ പുകഴ്ത്തുവാൻ ഹേതുവായിരിക്കുന്ന എന്റെ പുഷ്ടി ഞാൻ ഉപേക്ഷിച്ച്, എന്റെ അഭിഷേകം ഉപേക്ഷിച്ച്, എന്റെ കൃപ ഉപേക്ഷിച്ച്, എനിക്ക് തന്ന വര ഉപേക്ഷിച്ച്, ദൈവം തന്ന ശക്തി ഉപേക്ഷിച്ച്, ക്രിസ്തുവിനെ ഞാൻ ധരിച്ചിരിക്കുമ്പോൾ, എന്നിലൂടെ അനേകർ യേശുവിനെ കണ്ടോണ്ടിരിക്കുമ്പോൾ, ഇതിനെ നീ എത്ര ഓഫർ കൊണ്ട് വെച്ചാലും, ആമേൻ 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 ആമേൻ, നീ എന്തെല്ലാം ഓഫർ ഇട്ടാലും, ഇനി ആരൊക്കെ എല്ലാം തരാന്ന് പറഞ്ഞ് എന്നെ വിളിച്ചാലും ഇല്ല, അപ്പനെ വിട്ട്, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ, സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ, അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ, സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ, അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ, സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. ഹല്ലേലൂയ. നമ്മളിപ്പോൾ കൃപയോടെ പോവുകയാണ്. സഭയിലൊക്കെ വന്ന് ആരാധിച്ച് വീട്ടിൽ നമ്മൾ പ്രാർത്ഥിച്ച് നമ്മളെ വീടുകളിലെല്ലാം എന്ത് വേണം? നമ്മൾ ദൈവമായിട്ടൊരു ബന്ധം വേണം. നമുക്ക് എന്ത് വേണം സഹോദരങ്ങളെ? ഒരു പ്രാർത്ഥന വേണം. നമ്മുടെ കുടുംബത്തിനകത്ത് എന്ത് വേണം? നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്ത് വേണം? പ്രാർത്ഥന വേണം. നിങ്ങളുടെ വീട്ടിനകത്ത് പ്രാർത്ഥന ഉണ്ടെങ്കിൽ ശത്രു കടക്കത്തില്ല. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. നിങ്ങളുടെ കുടുംബത്തിനകത്ത് പ്രശ്നം തുടങ്ങി എവിടെ മുതല? പ്രാർത്ഥന എന്ന് നിന്നോ അന്ന് തൊട്ട് പ്രശ്നം കൂടാൻ തുടങ്ങിയില്ലേ? പ്രാർത്ഥന കുറഞ്ഞപ്പോഴൊക്കെ ദൈവാത്മാവ് ഇടപെട്ടില്ലേ? വചനത്തിലൂടെ, ആലയത്തിൽ, നിങ്ങളുടെ ഭവനത്തിനകത്ത് നിങ്ങളുടെ ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് മക്കളോട്, മാതാപിതാക്കൾ മക്കളോട്, കുടുംബത്തോട് പറഞ്ഞില്ലേ, മക്കളെ നീ പ്രാർത്ഥീര്. അപ്പോൾ എന്താ പറഞ്ഞേ? ഒരു പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടി? പ്രാർത്ഥന നിന്നപ്പം കണ്ടോ? മോഷ്ടിച്ച്, അറുത്ത്, മുട്ടിച്ച്. ഒരു കൂട്ടം പേരുടെ എന്ത് മോഷ്ടിച്ചു? ഭൗതികമായ നന്മ മോഷ്ടിച്ചു. ഒരു കൂട്ടം പേരുടെ ഭൗതികത പോട്ട്, ഒരു കൂട്ടം പേരുടെ ആത്മീകതയെ മോഷ്ടിച്ചു. രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് പാപത്തെ ജയിച്ച് ജീവിച്ച ആള് ഇപ്പം മുഴുവൻ പാപത്തിലായി. അപ്പം പിശാച് അപകരിച്ച് എന്തോന്നാ? പ്രാർത്ഥന പോയപ്പോൾ എന്തോന്നാ അപകരിച്ച്? വില പിടിപ്പുള്ള, ആമേൻ, സ്വർഗത്തിൽ നിന്ന് തന്ന കൃപാവരങ്ങൾ അപകരിച്ചു.
എവിടെ മുതലാണ് തുടങ്ങിയ പ്രാർത്ഥന? എപ്പോൾ പോയോ അന്ന് നിന്റെ വീട്ടിനകത്ത് ദുഷ്ടൻ കടന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഒരുമിച്ച് ഒരു വീട്ടിനകത്ത് 5 പേരുണ്ടെങ്കിൽ അതിനകത്ത് പ്രാർത്ഥിക്കുന്ന കുടുംബമാണെങ്കിൽ, പൈതലെ നീ പ്രാർത്ഥിക്കുന്ന കുടുംബമാണെങ്കിൽ, സഹോദരൻ താങ്കൾ പ്രാർത്ഥിക്കുന്ന കുടുംബമാണെങ്കിൽ, മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, ഞാൻ പറയാം ആ ഭവനത്തിനകത്ത് വലിയ അത്ഭുതങ്ങൾ നടക്കും. രക്ഷിക്കപ്പെടാത്തവർ രക്ഷിക്കപ്പെടും, മാനസാന്തരപ്പെടാത്തവർ മാനസാന്തരപ്പെടും, സ്നാനപ്പെടാത്തവർ സ്നാനപ്പെടും. സ്തോത്രം. നമ്മളെ പള്ളിയിലുള്ള അനേക കുടുംബങ്ങളിൽ ഒരാൾ പോലും പ്രാർത്ഥിക്കാത്തവരുണ്ട്. വളരെ വേദനയാണ്. നമ്മളെ പള്ളിയിലുള്ള, നമ്മുടെ ഈ ചർച്ചിലുള്ള അനേക കുടുംബങ്ങളിൽ ഒരാൾ പോലും പ്രാർത്ഥിക്കാത്തവർ, ഒരു വീട്ടിനകത്ത് ഒരാൾ പോലും ശക്തമായിട്ട് എങ്ങനെയെങ്കിലും പ്രാർത്ഥിക്കുമെന്നിട്ട് പ്രാർത്ഥിക്കും. ആ സിസ്റ്റർ നീ പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ പാസ്റ്റർ പ്രാർത്ഥിക്കുമെന്ന് ചോദിച്ചാൽ എന്ത് പറയും? അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കും. എങ്ങനെ? 2 വരി. അതല്ല പ്രാർത്ഥന. ഞാനും എൻ്റെ യേശുവും തമ്മിൽ സന്ധിക്കുന്ന പ്രാർത്ഥന, ഞാനും എൻ്റെ യേശുവും തമ്മിൽ സംസാരിക്കുന്ന പ്രാർത്ഥന, എൻ്റെ മുഴുവൻ കാര്യങ്ങൾ എൻ്റെ അപ്പനോട് പങ്കുവയ്ക്കുന്ന പ്രാർത്ഥന, മുഴുവുള്ളത്തോടെ തുറന്ന് എൻ്റെ ഹൃദയത്തെ മുഴുവൻ പങ്കുവയ്ക്കുന്ന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശത്രു അലറി ഓടും, ഇരുട്ട് അലറി ഓടും, അന്ധകാര ശക്തി അലറി ഓടും, പിശാചിന്റെ മണ്ഡലങ്ങൾ അലറി ഓടും. ഹല്ലേലൂയ. ഇത് ഭവന തലങ്ങൾക്കകത്ത് എന്ന് നഷ്ടപ്പെടുന്നോ അന്ന് മുതൽ മോഷ്ടിക്കാനും അറുക്കാനും മുടിക്കാനും കള്ളൻ കയറുന്നു. കുടുംബത്തിനകത്ത് പ്രശ്നം വരുന്നു. പ്രാർത്ഥന ഇന്നു മുതൽ മടങ്ങി വരട്ടെ. ജീവിതത്തിനകത്ത് വലിയ മാറ്റം വരും. ഞാൻ വിളിച്ചു പറയട്ടെ സഹോദരങ്ങൾ, നിങ്ങൾ കേൾക്കുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ സഭയിൽ ചില കുടുംബങ്ങൾ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, പേപ്പർ ഇങ്ങനെ ഒപ്പിയെടുക്കും പോലെ ആലോചന ഒപ്പിയെടുക്കുന്നവരുണ്ട്. ഈ പറയുന്നതിൻ്റെ അപ്പുറം ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ തന്നെ ഇങ്ങനെ അന്തം വിട്ടിരുന്നു പോയി. ഞാൻ പിന്നത്തെ നോക്കിയപ്പോൾ റിയലി ആ ആത്മാവ് എന്ത് സംസാരിച്ചോ അതിൻ്റെ ഇടത്തും വലത്തും തിരിയാതെ ഒപ്പിയെടുത്ത് അത് തന്നെ ചെയ്തു. ഞാൻ അപ്പോൾ ചിന്തിച്ചു, കർത്താവ് ഇത്രമാത്രം അവർ ദൈവത്തെ സ്നേഹിക്കുന്നല്ലോ, എങ്കിലേ ഇത് ഒപ്പിയെടുക്കാൻ പറ്റൂ. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സർവ നന്മയ്ക്കായി ഭാവിച്ചിടുന്നു, തിരുസ്വരമനുസരിച്ച നമുക്കൊരു കീടുമാവാനാകിലും, കൃപയരുളിടുമേ ബലമണിയിക്കുമേ, കൃപയരുളിടുമേ ബലമണിയിക്കുമേ, മറമധുരമായി മാറ്റിയിടുമേ, മറമധുരമായി മാറ്റിയിടുമേ. യേശു 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 ആരിലും വലിയവൻ, യേശു 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 ആരിലും മതിയായവൻ. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ. അവിടെ ചെന്നപ്പോൾ ഒലിവ് പറഞ്ഞു, എന്തെന്നാ, എൻ്റെ പുഷ്ടി ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്ന് പറഞ്ഞു. അടുത്ത് പിന്നെ നോക്കിയേ, നിങ്ങൾ ഇന്ന് കർത്താവിനെ കണ്ടുമുട്ടി പ്രാർത്ഥനയൊക്കെ തുടങ്ങാൻ പോകാം വീടുകളിൽ. എല്ലാവരും അവരുടെ വീടുകളിൽ എന്ത് തുടങ്ങുന്നു? കഴിഞ്ഞ നാളുകൾ തകർന്നു പോയ എല്ലാ പ്രാർത്ഥനകളും നമ്മളിതാ സ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണ്. പോകുമ്പോൾ നിങ്ങളെ കൂട്ടുകാർ കുറേ കൂടെ വിളിക്കും. അതാണ് ഈ പറഞ്ഞു വന്നത്. വിളിക്കുമ്പോൾ പറയണം, ഇന്ന് എൻ്റെ മേൽ പകർന്ന അഭിഷേകത്തെ വിട്ട്, ദൈവം തന്ന വചനം വിട്ട്, നീ പറയുന്ന വാക്ക് കേട്ട് ഞാൻ ആടാൻ വരുമോ? ഇല്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് ഇവിടുന്ന് ആലോചന കേട്ടോണ്ട് പോകുകയാണ്, ദൈവാത്മാവ് തരുന്ന ആലോചന കേട്ടോണ്ട് പോകുകയാണ്. ഇല്ല, എൻ്റെ സമ്പത്തിനെ പല വശത്തൂടെ പലരും വലിച്ചുകൊണ്ട് പോവുകയാണ്. ഇന്ന് ഈ വചനം ഞാൻ കേട്ടു. ഇനി അങ്ങനെയുള്ള ആ പൈസ ഏതൊക്കെ വഴി പോകുന്നു, അവർ പല രീതിയിൽ ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് നമ്മളെ പൈസ അപകരിക്കാൻ നോക്കുമ്പോൾ നീ പറയണം, ഇല്ല, ഇന്ന് പള്ളിക്കകത്ത് കേട്ട വചനം ഞാനിത് സ്വീകരിച്ചിട്ടുണ്ട്. നീ പറയുന്നത് പോലെ കേട്ട ആടാൻ ഞാനിനി ഇല്ല. എൻ്റെ കർത്താവിനെ ആരാധിക്കാൻ ഞാൻ ഇറങ്ങിയത് തന്നെ. നിങ്ങൾക്ക് എത്ര വെളിപ്പെടുന്ന എനിക്ക് അറിയത്തില്ല സ്നേഹിതരെ. നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീട്ടിനകത്തുള്ളവർ തന്നെ ക്ഷീണത്തോടെ ഉറങ്ങുന്നത് നിങ്ങൾ കാണും. എന്തിനു വേണ്ടിയാണ്? പിശാച് നിങ്ങളെയും കൂടെ തകർക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ പറയണില്ല, അവരുറങ്ങിയാൽ ഞാൻ പ്രാർത്ഥിക്കും, അവർ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കും, അവരെ വിളിച്ച വന്നില്ലെങ്കിൽ ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കും. കണ്ടോ, അവിടെയാണ് ജയം. അടുത്തവർ വായിച്ചേ. ഒലിവിനോട് നടന്നില്ല, ഒലിവിനോട് പരാജയപ്പെട്ട് തിരിച്ചു പോയി. അടുത്ത് ഇതുപോലെ ശത്രു പരാജയപ്പെട്ടു പോകണം. നമ്മൾ അടുത്ത് വന്നിട്ട് നമ്മുടെ അടുക്കൽ വന്ന് സ്വത്രം പല പദ്ധതി ഒരുക്കി വന്ന് നമ്മുടെ കൃപയെ നശിപ്പിക്കാൻ, അഭിഷേകം തകർക്കാൻ, വിശ്വാസ ജീവിതം, പ്രാർത്ഥന ജീവിതം, കുടുംബത്തിനകത്തുള്ള സ്വസ്ഥതകൾ നശിപ്പിക്കാൻ, ദൈവമായിട്ടുള്ള ബന്ധങ്ങൾ നശിപ്പിക്കാൻ ശത്രു അടുക്ക വരുമ്പോൾ അവനെ ആത്മാവിൻ്റെ തീ ഇറങ്ങി കത്തിപ്പിക്കണം. ജീസസ്, ആത്മാവിൻ്റെ തീയിൽ കത്തിപ്പിച്ച് വിരട്ടണം. അടുത്ത വരി വായിച്ചേ. അടുത്ത വരി.
വൃക്ഷങ്ങൾ അത്തിവൃക്ഷത്തോട് ആ. നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്ക എന്ന് പറഞ്ഞു. അടുത്ത വരി. അതിന് അത്തിവൃക്ഷം എന്റെ മധുരവും വിശേഷപ്പെട്ട പഴവും ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്ന് പറഞ്ഞു. കണ്ടോ, എന്നിൽ എന്തെല്ലാം ഉണ്ട് ഇത് വിട്ട്. കാരണം ഒരുപാട് പേര് നമ്മളെ കാണുമ്പോൾ പറയുന്നുണ്ട്, അതാ സിസ്റ്ററോ ആ ബ്രദറോ അത് ദൈവത്തിൻ്റെ പൈതലാ. മനസ്സിലാകുന്നുണ്ടോ? ആ പൈതലോ നമ്മൾ അറിയുന്നില്ല. ആ പൈതലോ ഞാൻ വിഷമത്തോടെ ഇരുന്ന് എൻ്റെ വീട്ടിൽ വന്നിട്ട് പോയി, ഞാൻ ഇതുവരെ അവരോട് പറഞ്ഞില്ല. എൻ്റെ രോഗം മാറിയത് അവർ വന്ന് പ്രാർത്ഥിച്ച ശേഷം അവർ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഇവിടെ മറ്റവൻ ആലോചന വയ്ക്കാൻ വന്നത്. അപ്പോഴാണ് പറയുന്നത് എൻ്റെ ഫലവും. നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മളിവിടെ അനേകർ നിങ്ങൾ കേൾക്കുന്ന നിന്ന മാത്രമല്ലേ ആൾക്കാർ പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ളൂ. പക്ഷെ നമ്മളെക്കുറിച്ച് നല്ലത് ആൾക്കാർ പറയുന്നുണ്ട്, അത് നമ്മുടെ ചെവിയിൽ എത്തുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? നമ്മളിൽ ആ നന്മയെ കൂടെ അടയ്ക്കാൻ വേണ്ടി ശത്രു പല അടവുമായിട്ട് നമ്മുടെ അടുത്ത് വരും. ഹല്ലേലൂയ. നീ നല്ലൊരു പിള്ളയാണെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അതും കൂടെ അടയ്ക്കാൻ ശത്രു വരുമ്പോൾ നീ പറയണം, എനിക്ക് ദൈവം തന്ന ഈ പഴം വിട്ട് ഞാൻ വരത്തില്ല. കണ്ടോ? അടുത്ത വരി വായിച്ചേ. പിന്നെ വൃക്ഷങ്ങൾ മുന്തിരിവള്ളിയോട്, അടുത്ത മൂന്നാമത് മുന്തിരിവള്ളിയുടെ അടുത്ത് പോയി. അടുത്ത് നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്ക എന്ന് പറഞ്ഞു. അടുത്ത് മുന്തിരിവള്ളി അവയോട് ദൈവത്തെയും മനുഷ്യനെയും ആനന്ദിപ്പിക്കുന്ന എന്റെ രസം. എങ്ങനെ ആരെയൊക്കെ ആനന്ദിപ്പിക്കുന്ന രസം? ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് എത്ര പേരുണ്ട് ദൈവത്തെയും മനുഷ്യനെ ആനന്ദിപ്പിക്കുന്ന അഭിഷേകമുള്ള? എത്ര പേര് ഇതിനകത്തുണ്ട്? ആരെയൊക്കെ ദൈവത്തെയും മനുഷ്യനെയും ഏത് വീട്ടിൽ പോയാൽ ആനന്ദിപ്പിക്കും? അവരെ ധൈര്യപ്പെടുത്തും, അവരെ ബലപ്പെടുത്തും. അവർ തളർന്ന് കിടക്കുകയാണ്, അയ്യോ ഇതെന്തും ചെയ്യും എന്ന് പറഞ്ഞ് കിടക്കുന്നിടത്ത് നിങ്ങൾ അങ്ങോട്ട് കയറി ചെല്ലുകയാണ്. അവിടെയെല്ലാം തളർന്നെടുത്ത് ഔഷധമായി, അയ്യോ ഇതൊക്കെ ചീള് ഗ്യാസല്ലേ, ദൈവം ഇത് അടുത്ത അത്ഭുതം ചെയ്യുമെന്നേ, ഇതൊക്കെ പറയുമ്പോൾ അവരെ വേദന എന്ത് ചെയ്യും? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഒന്നുകൂടെ വായിച്ചേ, സമയമില്ല. ഞങ്ങൾക്ക് രാജാവായിരിക്കും എന്ന് പറഞ്ഞു. അടുത്ത് അവയോട് ദൈവത്തെയും മനുഷ്യരെയും ആനന്ദിപ്പിക്കുന്ന എന്റെ രസം. കണ്ടോ? ഇതിന്റെ രസം എന്തോന്നാ? ഇതിന്റെ മേൽ പകർന്നിരിക്കുന്ന കൃപാവരം എന്തോന്നാ? 3 പേർക്ക് 3 കൃപ കൊടുത്തില്ലേ? ഇതിന് കൊടുത്ത കൃപാവരം എന്തോന്നാ? ദൈവത്തെയും മനുഷ്യനെയും ആനന്ദിപ്പിക്കും എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അവന്റെ പ്രാർത്ഥന ദൈവത്തിന് ആനന്ദം, അവൻ്റെ ജീവിതം ദൈവത്തിന് ആനന്ദം, അവൻ്റെ നോട്ടം. നിങ്ങൾക്ക് എത്രയൊക്കെ വെളിപ്പെടുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. അവൻ്റെ നോട്ടം ദൈവത്തിന് ആനന്ദം, അവൻ്റെ നടപ്പ് ദൈവത്തിന് ആനന്ദം, അവൻ്റെ ശുശ്രൂഷ ദൈവത്തിന് ആനന്ദം. മനുഷ്യർക്കും അത് ആനന്ദം, വീട്ടിനകത്ത് ആനന്ദം, ദേശത്തിൽ ആനന്ദം. അവൻ്റെ മേൽ പകർന്ന കൃപാവരം അതാ. ഇന്ന് ഇതിനകത്ത് ചിലരുടെ മേൽ അതുണ്ട്. ഏത് തീച്ചുളക്കകത്ത് ചെല്ലുമ്പോഴും നിന്റെ ഒരു വാക്കുകൊണ്ട് ബലപ്പെടുത്തി എഴുന്നേൽപ്പിക്കാം. അഭിഷേകത്തിന് തീ കത്തുന്നു, ആത്മാവിനെ തീ കത്തുന്നു. ഹല്ലേലൂയ. നാബാലിന്റെ ഭാര്യയെ അബിഗയിലിനെ കൊണ്ട് ഇവിടെ നിർത്തിയാൽ അവൾ ഇതെല്ലാത്തിൽ നിന്ന് ഒഴിഞ്ഞോടും. അവൾ ഇവിടെ കൊണ്ട് നിർത്തിയാൽ എത്ര ഓഫർ വന്നാലും അവൾ പറയും ഇല്ല. അടുത്ത വരി കൂടെ വായിച്ചേ. എന്റെ രസം ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുമേൽ ആടുവാൻ പോകുമോ എന്ന് പറഞ്ഞു. അടുത്ത വരി. പിന്നെ വൃക്ഷങ്ങളെല്ലാം കൂടെ മുൾപടർപ്പിനോട്. അടുത്ത ആരടുത്ത് പോയി? മുൾപടർപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ ഏതിനുമുണ്ട്, ഏത് കൂട്ടത്തിലും ഉണ്ട്. വിളിക്കേണ്ട താമസം. പള്ളിയിലും പോവും, ആരാധിക്കുകയും ചെയ്യും, അന്യഭാഷ പറയുകയും ചെയ്യും, കയ്യടിക്കുകയും ചെയ്യും, കൺവെൻഷനിലും പ്രസംഗിക്കും, വീട്ടിലും പ്രസംഗിക്കും, പള്ളിയിലും പ്രസംഗിക്കും, എല്ലാം ചെയ്യുകയും ചെയ്യും. മുൾപടർപ്പ് എല്ലാത്തിൻ്റെ കൂടെ നിൽക്കുകയും എവിടെ കിട്ടിയ ആരെയും വേദനിപ്പിക്കില്ല. എല്ലാത്തിൻ്റെ കൂട്ടത്തും ഉണ്ട്. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നില്ല, എല്ലാത്തിനും ഉണ്ട്. അതാണ് മുൾപടർപ്പ്. വായിച്ചേ. അടുത്ത് അതിൻ്റെ ജോലി നോക്കിയേ. നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്കും എന്ന് പറഞ്ഞു. അടുത്ത് മുൾപടർപ്പ് വൃക്ഷങ്ങളോട്, നിങ്ങൾ യഥാർത്ഥമായി എന്നെ നിങ്ങൾക്ക് രാജാവായി അഭിഷേകം ചെയ്യുന്നു എങ്കിൽ നോക്കിയേ, അവനെത്തി രാജാവാക്കിയാ മതി, ഒരു സ്ഥാനം കിട്ടിയാ മതി, ആൾക്കാരത് പൊക്കി വൈര കയറ്റിയാൽ മാത്രം മതി. എല്ലാ ചെളിയിലും ചവിട്ടുകയും ചെയ്യും, മുൾപടർപ്പ് നിൽക്കുകയും ചെയ്യും. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? എല്ലാം തോന്നിയ ദിവസം പോലെ ജീവിക്കുകയും ചെയ്യും, എല്ലായിടത്തും വിശുദ്ധനായിട്ട് അഭിനയിക്കുകയും. നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ ഇല്ലേ? അവൻ പറഞ്ഞ മറുപടി എന്തോന്നാ? മറ്റതെല്ലാം അതിനെല്ലാം റിജക്റ്റ് ചെയ്തു, പക്ഷെ മുൾപടർപ്പ് അക്സെപ്റ്റ് ചെയ്തു. മറ്റു 3 പറഞ്ഞു, എൻ്റെ അപ്പൻ തന്ന ഈ കൃപകളെ വിട്ട് ഞങ്ങൾ വരത്തില്ല. നീ ലോകത്തിൻ്റെ എന്ത് ഓഫർ വെച്ചാലും ഞങ്ങൾ മാറത്തില്ല. എന്നാൽ മുൾപടർപ്പ് പറഞ്ഞെന്താ? കാരണം അത് കത്തിപ്പോകാനുള്ളതാ, അത് ബലമില്ലാത്തതാ, അത് ബലമില്ലാത്തതാ, അത് ഏതിൻ്റെ കൂട്ടത്തും കൂടുന്നതാ. ഇതിനകത്തിരിക്കുന്ന മണവാട്ടികളെ, നീ ഏതിൻ്റെ കൂട്ടത്തും കൂടുന്ന ഒരാളല്ല. നീ ക്രിസ്തുവിന്റെ മണവാട്ടി അത്രേ, നീ മുത്തത്രേ, വേർതിരിക്കപ്പെട്ട പൈതലത്രേ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ, അബീഗയിലിനെ കൊണ്ട് നിർത്തി ഇതിനകത്ത് ചോദിച്ചാൽ അവൾ ഈ സ്വത്രം ഒന്നിലും പോകത്തില്ല. അവൾ ക്രിസ്തുവിനായിട്ട് തന്നെ നിൽക്കും. അവൾ ഓരോ ഓഫറും അവൾ സ്വീകരിക്കത്തില്ല. പുതിയ നിയമത്തിലൂടെ വരുമ്പോൾ കുടുംബജീവിതത്തിനകത്ത് സന്തോഷിച്ച ഒരാളുടെ കുടുംബം കൂടെ നമുക്ക് പെട്ടെന്ന് നോക്കാൻ സമയമില്ല. ലൂക്കോസ് സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായം ഹല്ലേലൂയ 5-6 വാക്യം വായിച്ചേ. 5, 6, 7 വാക്യം വായിച്ചേ. യഹൂദ രാജാവായ ഹെരോദാവിന്റെ കാലത്ത് അബിയാകൂറിൽ സെഖര്യാവ് എന്ന പേരുള്ള ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. അടുത്ത് അവന്റെ ഭാര്യ അഹരോന്റെ പുത്രിമാരിൽ ഒരുത്തിയായിരുന്നു. അടുത്ത് അവൾക്ക് എലിശബത്ത് എന്ന് പേര്. എലിശബത്ത് എന്ന് പേര്. അടുത്ത് ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവർ. നോക്കിയേ, ഇരുവരും ദൈവസന്നിധി എങ്ങനെയുള്ളവരെന്ന്? നീതിയുള്ളവരും. അടുത്ത് കർത്താവിന്റെ സകല കൽപ്പനകളിലും. നോക്കിയ ഭാര്യയും ഭർത്താവും. അവിടെ ആ കുടുംബജീവിതത്തിൽ ആരൊക്കെയായിരുന്നു? ഭർത്താവ് മഹാമോശം, ഭാര്യ കൃപയുള്ളവൾ. അവളെ എവിടെ കൊണ്ട് നിർത്തിയാലും കൃപയോടെ നിൽക്കും. ഭർത്താവിനെ എവിടെ കൊണ്ട് നിർത്തിയാലും, വീട്ടിനകത്തായിരുന്നാലും പുറത്തായിരുന്നാലും അയാൾ മോശം തന്നെയാണ്. ഇവിടെ നോക്കിയേ, രണ്ടുപേരും വിശ്വസ്തരാ. ഭാര്യയും ഇങ്ങനെയുള്ള കുടുംബം ഇവിടെ കിട്ടൂല്ലേ? രണ്ടുപേരും വിശ്വസ്തരായിടുവാൻ നിൻകരങ്ങളിൽ നൽകിടുന്നു, നിൻഹിതം ചെയ്തിടുവാൻ അഗ്നിയാൽ എന്നെ നിറച്ചിടുക. എന്നെ വിളിച്ചിടും വേല ചെയ്തിടാൻ ലോകമെങ്ങും നിൻ സാക്ഷിയായി. എന്നെ വിളിച്ചിടും വേല ചെയ്തിടാൻ ലോകമെങ്ങും നിൻ സാക്ഷിയായി. വിശ്വസ്തനായിടുവാൻ നിൻ കരങ്ങളിൽ നൽകിടുന്നു, നിൻഹിതം ചെയ്തിടുവാൻ അഗ്നിയാൽ എന്നെ നിറച്ചിടുക. ഹല്ലേലൂയ. നോക്കിയേ, ആ സഹോദരി അഗ്നി നിറഞ്ഞു കർത്താവിൻ്റെ കാര്യങ്ങൾ ചെയ്യുവാൻ. അവളെ കൊണ്ട് ഈ മുൾപ്പടർപ്പ് പോയതുപോലെ ക്രിസ്തുവിൻ്റെ മണവാട്ടികൾ പോകത്തില്ല. ഇവിടെ നോക്കിയേ, ഒരു കുടുംബത്തിനകത്ത് 2 പേർ, ഭാര്യയും ഭർത്താവും, തലമുറയില്ല. പക്ഷേ എന്നിട്ടും വർഷകാലം അവർ ദൈവഭാഗത്ത് വിശ്വസ്തയോടെ സ്നേഹത്തോടെ വായിച്ച്. അവരെ ഒന്നുകൂടെ വായിച്ചേ. ഒന്നുകൂടെ വായിച്ചു. ഇരുവരും ദൈവസ്ഥലിൽ നീതിയുള്ളവരും. ഇരുവരും ദൈവസ്ഥലിൽ നീതിയുള്ളവരും. കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. ഉണ്ടോ? ഹല്ലേലൂയ. കണ്ടോ? ദൈവത്തിൻ്റെ മുമ്പാകെയും മനുഷ്യരുടെ മുമ്പാകെയും വിശുദ്ധിയോടെ നമുക്ക് ജീവിക്കാമോ സ്നേഹിതരെ? കർത്താവ് ഇത് വരാറായി. കർത്താവിൻ്റെ സന്നിധി ജീവിക്കാമോ? ഒരു കുടുംബം നമുക്ക് തന്നിട്ടുണ്ട്. ദൈവം കുടുംബത്തിനകത്ത് മക്കളെ തന്നിട്ടുണ്ട്, ഭാര്യയെ തന്നിട്ടുണ്ട്, ഭർത്താവിനെ തന്നിട്ടുണ്ട്, മാതാപിതാക്കളെ തന്നിട്ടുണ്ട്. എല്ലാവരുടെ മുൻപിൽ ക്രിസ്തുവിനായിട്ട് ജീവിക്കാമോ? നമുക്ക് വരുന്ന നന്മ അത് നമുക്ക് സൂക്ഷിക്കാമോ? നമ്മൾ കഷ്ടപ്പെടുന്ന പൈസ മറ്റൊന്നിനും പോകാണ്ട്, ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടിൽ പോകാണ്ട്, മദ്യത്തിന് ലഹരി വസ്തുക്കുന്ന ഒന്നിനും പോകാതെ നമ്മുടെ മക്കൾ നമ്മളെ കാണുമ്പോൾ നമ്മൾ മാതൃകയുള്ളവരാകട്ടെ. നമ്മുടെ സഹോദരന്മാരെ, ഭാര്യമാർ, സ്തോത്രം, ഹല്ലേലൂയ, നിങ്ങളിലൂടെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയട്ടെ. ഭാര്യമാരിലൂടെ കർത്താവിനെ ഭർത്താക്കന്മാർ കാണട്ടെ. മക്കളിലൂടെ മാതാപിതാക്കൾ ദൈവത്തെ കാണട്ടെ. ഭവനം ഒരു സ്വർഗീയ ഭവനമായി മാറട്ടെ. എല്ലാ ഭവനങ്ങളും ക്രിസ്തു വസിക്കുന്ന ഭവനമായി മാറട്ടെ. പ്രാർത്ഥനയുള്ള ഭവനമായി മാറട്ടെ. ശത്രു അപകരിച്ചു കൊണ്ടുപോയതെല്ലാം മടങ്ങി വരുന്ന ഭവനമായി മാറട്ടെ. നിന്റെ കൂടെ നടക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ദാവീദിനോട് ദൈവം പറഞ്ഞു, മോനെ, നീ അവിടെ ആകുമ്പോൾ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ, 2 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായത്തിനകത്ത് 9-ാം വാക്യം, നീ സഞ്ചരിച്ചു വന്ന എല്ലായിടത്തും ഞാൻ നിന്നോട് കൂടെ ഇരുന്നു, നിന്റെ സകല ശത്രുക്കളെയും നിന്റെ മുമ്പിൽ നിന്ന് ഛേദിച്ചു കളഞ്ഞിരിക്കുന്നു. കർത്താവിനോട്ട് ജീവിക്കുമ്പോൾ കർത്താവ് നമ്മുടെ കൂടെ നടക്കും. ഞാൻ വേദപുസ്തകം മടക്കി വെക്കുകയാണ്. നമുക്കെല്ലാവർക്കും എഴുന്നേൽക്കാം. നമ്മുടെ കുടുംബത്തിനകത്ത് സ്വസ്ഥതയുണ്ടോ? നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മൾ സമാധാനം കൊടുക്കാറുണ്ടോ? നമ്മളെ ഓർത്ത് എല്ലാവരും എഴുന്നേറ്റട്ടെ. നമ്മളെ ഓർത്ത് അവർ കരയുകയല്ലേ സ്നേഹിതരെ? ഈ ഒരു ജീവിതം ദൈവം നമുക്ക് തന്നിരിക്കുമ്പോൾ ഇനി ഒരു ജീവിതമില്ല. ഈ ഒരു ജീവിതം ദൈവത്തിനായിട്ട് കൊടുക്കാമോ? ഭവനത്തിനകത്ത് സമാധാനം വരാമോ? ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാർ, ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യമാർ, മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ, പപ്പയും അമ്മയെ സ്നേഹിക്കുന്ന മക്കൾ, കുടുംബത്തിനകത്ത് എന്ത് സമാധാനം! കഷ്ടപ്പെടുന്ന സമ്പത്ത്, സ്വത്രം, ദൈവഹിതമല്ലാത്ത ഒരു വഴിയിലും പോകാതെ ഇന്നു മുതൽ നമുക്ക് സൂക്ഷിക്കാമോ? ഉപജീവന മേഖല ഉള്ളപ്പോൾ, അത് ചെയ്യാനുള്ള ആരോഗ്യമുള്ളപ്പോൾ നമുക്ക് അത് ചെയ്യാനായിട്ട് പോകാമോ? അതിലൂടെയുള്ള നന്മ നമുക്ക് കരങ്ങളിൽ വാങ്ങി നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന്, ദൈവനാമത്തിനായിട്ട് നമുക്ക്
നമുക്ക് ചെലവിടാമോ? നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെല്ലാം ഏറ്റു പറയാമോ? അറിഞ്ഞോ അറിയാതെ ജീവിതത്തിനകത്ത് ഒരുപാട് പാകപ്പിഴകൾ ഒരുപക്ഷെ വന്നെന്നിരിക്കാം. പക്ഷെ ഞാൻ പറയാം, ഈ പാകപ്പിഴയ്ക്കകത്തും നമ്മളെ അറിയുന്ന ഒരു കർത്താവുണ്ട്, നമ്മളെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്, നമ്മളെ മനസ്സിലാക്കുന്ന ഒരു കർത്താവുണ്ട്, നമ്മളോട് ഇടപെടുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിന്റെ അടുക്കലേക്ക് നമുക്ക് ഇരു കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തുകൊണ്ട് ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് പാടി ആരാധിക്കാം. കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഇതാ ഞാൻ അങ്ങയുടെ അടുക്കൽ വരുന്നു. എനിക്ക് തന്ന ഭാര്യ, എനിക്ക് തന്ന ഭർത്താവ്, എനിക്ക് തന്ന മക്കൾ, ഞങ്ങൾക്ക് തന്ന തലമുറകൾ ഞങ്ങൾ ദൈവകരങ്ങൾ തരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അനാവശ്യ കൂട്ടുകെട്ടുകൾ വേണ്ട. പറഞ്ഞേ, ഇനി ലഹരി വസ്തു ഭാവ സ്വഭാവം വേണ്ട. എൻ്റെ അമ്മയെ കരയിപ്പിച്ചത് മതി, എൻ്റെ പപ്പയെ കരയിപ്പിച്ചത് മതി, എൻ്റെ കുടുംബത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ കരയിപ്പിച്ചത് മതി. ഇനി എനിക്ക് എൻ്റെ അപ്പനായി ജീവിക്കണം. യേശുവേ, ആ രക്തം കൊണ്ട് എന്നെ കഴുകണമേ, എൻ്റെ ജീവിതത്തിനകത്ത് അവിടെ നിന്ന് ശുദ്ധീകരിക്കണമേ. അപ്പോൾ എല്ലായിടത്തും അങ്ങേ വെളിപ്പെടുത്തുക. എന്തെല്ലാം ഓഫർ വന്നാലും ഞാൻ അങ്ങേ വിട്ട് അകലാതിരിക്കാൻ യേശുവേ എന്നെ തരുന്നു എന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ.